ഒരു വിമാനം മഞ്ഞുകൊണ്ട് മൂടപ്പെട്ട അനന്തമായ മലനിരകളുടെ മുകളിലൂടെ പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. താഴേക്ക് നോക്കുമ്പോൾ വെളുത്ത നിറം മാത്രം, ജീവന്റെ ഒരു അടയാളവുമില്ലാത്ത ഒരു ലോകം. എഞ്ചിന്റെ സ്ഥിരമായ ശബ്ദം ആ ശൂന്യതയിൽ ഏകമായ ജീവന്റെ അടയാളം പോലെ കേൾക്കുന്നു. ആ വിമാനത്തിനുള്ളിൽ ചിരിയും സംഭാഷണങ്ങളും, ഒരു സാധാരണ യാത്രയുടെ ശാന്തത. എന്നാൽ ആ ശാന്തത നീണ്ടു നിൽക്കില്ല. ആരും ശ്രദ്ധിക്കാത്ത ചെറിയ മാറ്റങ്ങൾ, ആകാശത്തിൻ്റെ സ്വഭാവത്തിൽ ഒരു വ്യത്യാസം, കാറ്റിൻ്റെ ദിശയിൽ ഒരശാന്തത. കുറച്ചു നിമിഷങ്ങൾക്കുള്ളിൽ ഈ ശാന്തത ഒരു ദുരന്തത്തിൻ്റെ നിശബ്ദ തുടക്കമായി മാറും. ഇത് ഒരു അപകടത്തിൻ്റെ കഥ മാത്രമല്ല, ഇത് മനുഷ്യൻ എത്രത്തോളം ജീവിക്കാൻ പോരാടും എന്ന ചോദ്യത്തിൻ്റെ കഥയാണ്. ഈ യാത്ര ഇപ്പോൾ പതുക്കെ ആരംഭിക്കുന്നു. ഒരു നിമിഷം സുഹൃത്തുക്കളെ, മലയാളം ബെഡ് ടൈം ടെയിൽസിലേക്ക് നിങ്ങൾക്കേവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. രാത്രിയുടെ ഈ മനോഹരമായ നിശബ്ദതയിൽ നമ്മൾ പങ്കുവയ്ക്കുന്ന ഈ കഥകൾ നിങ്ങളുടെ മനസ്സിന് ശാന്തത നൽകുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുണ്ടാകാൻ മറക്കരുത്. നിങ്ങളുടെ ആ ചെറിയ പിന്തുണയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഊർജം. ഇനി നമുക്ക് പതിയെ ഇന്നത്തെ കഥയിലേക്ക് കടക്കാം. അതിനായി ഏറ്റവും സുഖകരമായ ഒരിടത്ത് ചാരിയിരിക്കുകയോ കിടക്കുകയോ ചെയ്യാം. മുറിയിലെ വെളിച്ചം അല്പമൊന്ന് കുറയ്ക്കാം. ഇനി പതുക്കെ കണ്ണുകൾ അടച്ച് ദീർഘമായി ശാന്തമായി ഒന്ന് ശ്വാസമെടുക്കൂ. ചുറ്റുമുള്ള ലോകത്തെ പതുക്കെ മറന്ന് ആ ശബ്ദങ്ങളെയെല്ലാം പിന്നിലുപേക്ഷിച്ച് നമുക്ക് ഈ നിഗൂഢമായ ചരിത്രയാത്ര തുടങ്ങാം. ആകാശത്തിൻ്റെ നീലിമയിൽ വിമാനം ഒരു വെള്ളിവര പോലെ ഒഴുകി നടക്കുകയാണ്. ഉള്ളിൽ 45 പേരുണ്ട്. മിക്കവരും ചെറുപ്പക്കാർ, ഉറുഗ്വേയിലെ ഒരു റഗ്ബി ടീമിലെ അംഗങ്ങൾ. അവരുടെ കൂടെ പ്രിയപ്പെട്ടവരും സുഹൃത്തുക്കളുമുണ്ട്. വിമാനത്തിനുള്ളിലെ വായുവിൽ സന്തോഷത്തിൻ്റെ മണമാണ്. ചിലർ തമാശകൾ പറയുന്നു, ചിലർ അടുത്ത മത്സരത്തെക്കുറിച്ച് ഗൗരവമായി സംസാരിക്കുന്നു, ചിലർ ജനാലയിലൂടെ പുറത്തെ കാഴ്ചകളിൽ മുഴുകിയിരിക്കുന്നു. ആൻഡീസ് മലനിരകളുടെ മുകൾ ഭാഗം അത്രയും മനോഹരമായി ആർക്കും കാണാൻ കഴിയില്ല. വെളുത്ത മഞ്ഞുപുതച്ച കൊടുമുടികൾ സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്നു. ആ കാഴ്ചയിൽ ഒരു പ്രത്യേക ശാന്തതയുണ്ട്, അപകടം ഒളിഞ്ഞിരിക്കുന്ന ശാന്തത. വിമാനത്തിൻ്റെ എഞ്ചിനുകൾ ഒരേ താളത്തിൽ മൂളുന്നു. ആ ശബ്ദം യാത്രക്കാർക്ക് ഒരു തരം സുരക്ഷിതത്വം നൽകുന്നുണ്ട്. തങ്ങൾ സുരക്ഷിതരാണെന്നും കുറച്ചു സമയത്തിനുള്ളിൽ ലക്ഷ്യസ്ഥാനത്തെത്തുമെന്നും അവർ വിശ്വസിച്ചു. പെട്ടെന്ന് വിമാനത്തിൻ്റെ ചിറകുകളൊന്ന് വിറച്ചു. അതൊരു ചെറിയ വിറയലായിരുന്നു. ആരും അത് വലിയ കാര്യമായി എടുത്തില്ല. ആകാശത്തെ ചെറിയ വായുചുഴികൾ സാധാരണമാണ്. വിമാനത്തിനുള്ളിൽ ചിരി തുടർന്നു. എന്നാൽ വിമാനത്തിൻ്റെ മുൻഭാഗത്ത് ചാലക സംഘത്തിൻ്റെ ഇടയിൽ ഒരു ചെറിയ ആശങ്ക പടർന്നു. മേഘങ്ങൾ പതുക്കെ വിമാനത്തെ പൊതിയാൻ തുടങ്ങിയിരിക്കുന്നു. താഴെയുള്ള മലനിരകൾ കാഴ്ചയിൽ നിന്ന് മറയുന്നു. കാറ്റിൻ്റെ വേഗത കൂടുന്നുണ്ട്. വിമാനം പതുക്കെ ഉയർന്നും താഴ്ന്നും നീങ്ങാൻ തുടങ്ങി. പുറത്തെ താപനില കുറഞ്ഞു വരുന്നു. ജനാലകളിൽ ചെറിയ മഞ്ഞുതുള്ളികൾ പറ്റിപ്പിടിക്കുന്നു. ജനാലക്കൽ ഇരുന്നിരുന്ന ഒരു യുവാവ് തൻ്റെ കൈകൾ കൂട്ടിത്തിരുമി. വായുവിലൊരു നേർത്ത തണുപ്പ് പടരുന്നത് അവൻ അറിഞ്ഞു. ആ തണുപ്പ് വെറുമൊരു കാലാവസ്ഥാ മാറ്റമായിരുന്നില്ല, വരാനിരിക്കുന്ന നിശബ്ദമായ ഭീകരതയുടെ ആദ്യത്തെ സ്പർശനമായിരുന്നു അത്. വിമാനം മേഘക്കൂട്ടങ്ങൾക്കിടയിലൂടെ മുന്നോട്ട് നീങ്ങുകയാണ്. പൈലറ്റുമാർ തങ്ങളുടെ മാപ്പുകളിലും ഉപകരണങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പുറത്തൊന്നും കാണാൻ കഴിയുന്നില്ല, വെളുത്ത പുക പോലെയുള്ള മേഘങ്ങൾ മാത്രം. തങ്ങൾ എവിടെയാണെന്ന് അവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കണക്കുകൂട്ടലുകളിൽ ചെറിയ പിഴവുകൾ സംഭവിക്കാൻ തുടങ്ങി. വിമാനം പർവ്വതനിരകൾക്ക് മുകളിലൂടെയല്ല, മറിച്ച് അവയ്ക്കിടയിലൂടെയാണ് നീങ്ങുന്നതെന്ന് അവർ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. കനത്ത കാറ്റ് വിമാനത്തെ വശങ്ങളിലേക്ക് തള്ളുന്നു. ഇപ്പോൾ വിമാനത്തിനുള്ളിലെ സംഭാഷണങ്ങൾ കുറഞ്ഞു വരുന്നു. ചിലർ പരസ്പരം നോക്കി. അവരുടെ കണ്ണുകളിൽ ഒരു ചെറിയ പേടി നിഴലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എഞ്ചിന്റെ ശബ്ദത്തിൽ ഒരു വ്യത്യാസം. അത് കൂടുതൽ ഉച്ചത്തിൽ കേൾക്കുന്നു. എന്തോ ഒന്ന് ശരിയല്ലെന്ന് എല്ലാവർക്കും തോന്നാൻ തുടങ്ങി. പെട്ടെന്ന് വിമാനം വല്ലാതെ ഒന്ന് താഴേക്ക് പതിച്ചു. സീറ്റുകളിൽ ഇരുന്നവർ മുകളിലേക്ക് തെറിച്ചു. കയ്യിലിരുന്ന വസ്തുക്കൾ നിലത്ത് വീണു. വിമാനത്തിനുള്ളിൽ ഒരു നിമിഷം നിശബ്ദത പടർന്നു. ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് എഞ്ചിനുകൾ വീണ്ടും ഗർജിച്ചു. വിമാനം ഉയരാൻ ശ്രമിക്കുകയാണ്. പൈലറ്റുമാർ വിമാനത്തെ നിയന്ത്രിക്കാൻ കഠിനമായി ശ്രമിക്കുന്നു. എന്നാൽ കാറ്റ് അതിശക്തമായിരുന്നു. മേഘങ്ങൾക്കിടയിൽ നിന്ന് പെട്ടെന്നൊരു കാഴ്ച തെളിഞ്ഞു വന്നു. തൊട്ടുമുന്നിൽ ഭീമാകാരമായൊരു പർവ്വതം, കറുത്ത പാറകളും അതിനു മുകളിൽ കട്ടിയുള്ള മഞ്ഞും. വിമാനം ആ പർവ്വതത്തിന് നേരെയാണ് നീങ്ങുന്നത്. പൈലറ്റുമാർ വിമാനത്തെ മുകളിലേക്ക് ഉയർത്താൻ സർവ്വശക്തിയും എടുത്തു. വിമാനത്തിൻ്റെ യന്ത്രങ്ങൾ നിലവിളിക്കുന്നത് പോലെ തോന്നി. ഉള്ളിലിരുന്നവർ ശ്വാസം അടക്കി പിടിച്ചു. ചിലർ കണ്ണുകൾ മുറുക്കെ അടച്ചു.
ചിലർ തങ്ങളുടെ സീറ്റുകളിൽ മുറുകെ പിടിച്ചു. മരണം തൊട്ടടുത്തെത്തിയെന്ന തിരിച്ചറിവ് ആ വായുവിൽ പടർന്നു. പിന്നീട് കേട്ടത് ഭയാനകമായൊരു ശബ്ദമാണ്. ലോഹങ്ങൾ കൂട്ടിയിടിക്കുന്ന, പാറകളിൽ ഉരസുന്ന, മനുഷ്യന്റെ കാതുകൾക്ക് താങ്ങാൻ അത്ര പോലുമില്ലാത്ത വലിയൊരു ശബ്ദം. വിമാനത്തിന്റെ വലതുവശത്തെ ചിറക് പർവ്വതത്തിന്റെ വശത്ത് തട്ടി തകർന്നു മാറി. ആ ആഘാതത്തിൽ വിമാനത്തിന്റെ പിൻഭാഗം അടർന്നു മാറി. അതിലൂടെ മഞ്ഞുകാറ്റ് വിമാനത്തിനുള്ളിലേക്ക് ഇരച്ചു കയറി. സീറ്റിലിരുന്ന ചിലർ സീറ്റ് ബെൽറ്റുകളോട് തന്നെ പുറത്തെ ശൂന്യതയിലേക്ക് തെറിച്ചുപോയി. അവർ എങ്ങോട്ടാണ് പോയതെന്ന് പോലും ആർക്കും മനസ്സിലായില്ല. ബാക്കിയുള്ള ഭാഗം മലഞ്ചെരുവിലൂടെ അതിവേഗത്തിൽ താഴേക്ക് തെന്നി നീങ്ങി. ഒരു മഞ്ഞുപാളിയിലൂടെ ഒരു തകിട് കഷ്ണം പോകുന്നത് പോലെ വിമാനം താഴേക്ക് പൊക്കൊണ്ടിരുന്നു. ഉള്ളിലിരുന്നവർ സീറ്റുകൾക്കിടയിൽ ചതഞ്ഞരഞ്ഞു. നിലവിളികളും കരച്ചിലുകളും ആ വലിയ ശബ്ദത്തിൽ മുങ്ങിപ്പോയി. അവസാനം മലയുടെ ഒരു വശത്ത് വിമാനം തങ്ങി നിന്നു. ശബ്ദങ്ങൾ നിലച്ചു. ഭയാനകമായൊരു നിശബ്ദത മലനിരകളെ പൊതിഞ്ഞു. വിമാനത്തിന്റെ തകർന്ന ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ചെറിയ പുക മാത്രം ആ വെളുത്ത മഞ്ഞിൽ കാണാൻ കഴിഞ്ഞു. കുറച്ച് നിമിഷങ്ങൾ ആരും അനങ്ങിയില്ല. മരിച്ചവരും പരിക്കേറ്റവരും ഒരുപോലെ നിശ്ചലമായി കിടന്നു. പതുക്കെ ഒരു കൈ അനങ്ങി. ഒരു ചെറിയ ഞരക്കം കേട്ടു. തകർന്നുപോയ സീറ്റുകൾക്കിടയിൽ നിന്നൊരാൾ പതുക്കെ തലയുയർത്തി. അവന്റെ മുഖം രക്തം കൊണ്ട് നനഞ്ഞിരുന്നു. താൻ എവിടെയാണെന്നോ എന്താണ് സംഭവിച്ചതെന്നോ അവന് മനസ്സിലായില്ല. അവൻ ചുറ്റും നോക്കി. വിമാനത്തിന്റെ പകുതി ഭാഗം കാണാനില്ല. അകത്തേക്ക് മഞ്ഞുകാറ്റ് വീശുന്നു. സീറ്റുകൾക്കിടയിൽ തന്റെ സുഹൃത്തുക്കൾ അനക്കമില്ലാതെ കിടക്കുന്നത് അവൻ കണ്ടു. ആ തണുത്ത കാറ്റ് അവന്റെ ചർമ്മത്തിൽ തട്ടിയപ്പോൾ അവൻ വിറച്ചു. ആ വിറയൽ പേടികൊണ്ടായിരുന്നില്ല, മറിച്ച് മലനിരകളിലെ കൊടും തണുപ്പുകൊണ്ടായിരുന്നു. ഓരോരുത്തരായി ബോധം വീണ്ടെടുക്കാൻ തുടങ്ങി. എല്ലാവരും ഞെട്ടലിലായിരുന്നു. ചിലർ തങ്ങളുടെ കാലുകൾ അനക്കാൻ കഴിയാതെ സീറ്റുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നു. ചിലർ ഉറക്കെ നിലവിളിക്കുന്നു. എന്നാൽ ഭൂരിപക്ഷവും നിശബ്ദരായിരുന്നു. ആ നിശബ്ദതയിൽ ഒരു വലിയ തിരിച്ചറിവുണ്ടായിരുന്നു. തങ്ങൾ മരിച്ചിട്ടില്ല, പക്ഷെ തങ്ങൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. പുറത്ത് മഞ്ഞ് വീണ്ടും വീശുന്നുണ്ട്. ആകാശം പതുക്കെ ഇരുണ്ടു തുടങ്ങി. പകൽ വെളിച്ചം അവസാനിക്കുകയാണ്. മലനിരകളിൽ രാത്രി എത്രമാത്രം ക്രൂരമായിരിക്കുമെന്നവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. വസ്ത്രങ്ങൾ കുറവാണ്. ഭക്ഷണമില്ല, വെള്ളമില്ല. ചുറ്റും കിലോമീറ്ററുകൾ പരന്നു കിടക്കുന്ന മഞ്ഞു മാത്രം. ജീവന്റെ ഒരു തുടിപ്പ് പോലുമില്ലാത്ത ആ പർവ്വതങ്ങളിൽ. പരിക്കേറ്റവരുടെ അടുത്തെത്താൻ ബാക്കിയുള്ളവർ ശ്രമിച്ചു. കൈകൾ വിറയ്ക്കുന്നുണ്ട്. വേദന കൊണ്ട് പലരും പുളയുന്നു. വിമാനത്തിനുള്ളിലെ മണം മാറിയിരിക്കുന്നു. ഇന്ധനത്തിന്റെയും രക്തത്തിന്റെയും കലർന്ന ഒരു മണം. തകർന്നുപോയ ജനാലകളിലൂടെ വായു അകത്തേറ്റ് തുളച്ചു കയറുന്നു. ശ്വസിക്കാൻ പോലും പ്രയാസം തോന്നുന്നു. മലനിരകളിലെ വായുവിൽ ഓക്സിജൻ കുറവാണ്. ഓരോ ചലനവും വലിയ അധ്വാനമായി തോന്നി. അവർ പരസ്പരം നോക്കി. വാക്കുകളില്ല. ആ കണ്ണുകളിൽ ഭയം കട്ടപിടിച്ച് കിടക്കുന്നു. തങ്ങൾ രക്ഷിക്കപ്പെടുമെന്ന് ചിലർ വിശ്വസിച്ചു. വിമാനം കാണാതായാൽ ഉടനെ തന്നെ തിരച്ചിൽ തുടങ്ങുമെന്നവർ ആശ്വസിച്ചു. എന്നാൽ ആ മലനിരകളുടെ വലിപ്പം കാണുമ്പോൾ ആ പ്രതീക്ഷ പതുക്കെ മങ്ങിത്തുടങ്ങി. തങ്ങൾ വെറുമൊരു മണൽത്തരി പോലെ ആ മഞ്ഞിൽ മറഞ്ഞു കിടക്കുകയാണെന്ന് അവരറിഞ്ഞു. രാത്രിയായി. കനത്ത ഇരുട്ട്. വിമാനത്തിന്റെ തകർന്ന ഭാഗത്തിനുള്ളിൽ എല്ലാവരും ഒതുങ്ങിക്കൂടി. തണുപ്പ് അസ്ഥികളിലേക്ക് തുളച്ചു കയറുന്നു. ഒരാളുടെ ശ്വാസം വായുവിൽ വെളുത്ത പുകയായി തെളിയുന്നു. പുറത്ത് കാറ്റിന്റെ ശബ്ദം മാത്രം. അതൊരു പ്രേതത്തിന്റെ നിലവിളി പോലെ തോന്നി. മരിച്ചവരുടെ ശരീരങ്ങൾ പുറത്ത് മഞ്ഞിൽ കിടക്കുന്നു. ഉള്ളിലിരുന്നവർ പരസ്പരം കെട്ടിപ്പിരിച്ചു കിടന്നു. ശരീരത്തിന്റെ ചൂട് നിലനിർത്താൻ അതല്ലാതെ മറ്റൊരു വഴിയുമില്ല. ആർക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഉറങ്ങിയാൽ ചിലപ്പോൾ ഇനി ഉണരില്ലെന്നവർ ഭയപ്പെട്ടു. ഓരോ നിമിഷവും ഓരോ മണിക്കൂർ പോലെ തോന്നി. വിശപ്പ് പതുക്കെ തലപൊക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്നാൽ ദാഹമാണ് കൂടുതൽ അലട്ടുന്നത്. മഞ്ഞു വാരി വായിലിട്ടപ്പോൾ അത് നാവിൽ ഉരസി മുറിവുണ്ടാക്കി. അത് ദാഹം തീർത്തതുമില്ല. ദിവസങ്ങൾ കടന്നുപോകുന്നു. ആരും വരുന്നില്ല. ആകാശത്ത് ചിലപ്പോൾ വിമാനങ്ങൾ കണ്ടു. അവർ കൈകൾ വീശി, വസ്ത്രങ്ങൾ വീശി, വിമാനത്തിന്റെ തകർന്ന ഭാഗങ്ങളിൽ നിന്ന് വെളിച്ചം പ്രതിഫലിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആകാശത്തെ വിമാനങ്ങൾ ഒന്നും ശ്രദ്ധിക്കാതെ കടന്നുപോയി. ആ നിമിഷം അവർക്ക് തോന്നി, തങ്ങൾ ലോകത്തിൽ നിന്ന് ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന്. തങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് ആരും അറിയുന്നില്ല. ആ തിരിച്ചറിവ് അവരെ തളർത്തി. മനസ്സ് തകരാൻ തുടങ്ങി. ചിലർ കരയാൻ പോലും കരുത്തില്ലാതെ നിശബ്ദരായിരുന്നു. മരണം അവരെ ഓരോരുത്തരായി തൊട്ടു തുടങ്ങിയിരിക്കുന്നു. പരിക്കേറ്റവർ ഓരോരുത്തരായി വിട പറഞ്ഞുകൊണ്ടിരുന്നു. ബാക്കിയുള്ളവർ ആ മൃതദേഹങ്ങൾ വിമാനത്തിന് പുറത്ത് മഞ്ഞിലടക്കം ചെയ്തു. മഞ്ഞ് അവരെ മൂടി. മലനിരകൾ അവരെ സ്വന്തമാക്കി. വിശപ്പ് സഹിക്കാൻ കഴിയാത്ത ഘട്ടത്തിലെത്തിയിരിക്കുന്നു. കയ്യിലുണ്ടായിരുന്ന ആ ചെറിയ ഭക്ഷണ പൊതികൾ തീർന്നു. വയർ ഉള്ളിലേക്ക് ഒട്ടിപ്പോയിരിക്കുന്നു. ഓരോ ശ്വാസവും വേദനയുണ്ടാക്കുന്നു. ശരീരത്തിലെ കൊഴുപ്പുരുകിത്തീരുന്നു. പേശികൾ തളരുന്നു. എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. അവർ പരസ്പരം നോക്കി.
അവരുടെ മുഖങ്ങൾ വികൃതമായിരിക്കുന്നു, കവിളുകൾ ഒട്ടി, കണ്ണുകൾ കുഴിഞ്ഞു പോയിരിക്കുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ അവർ ഇരുട്ടിലിരുന്നു. പുറത്ത് മഞ്ഞ് വീണ്ടും കനക്കുന്നുണ്ട്. വരാനിരിക്കുന്നത് എന്താണെന്ന് അവർക്കറിയാമായിരുന്നു. ഒന്നുകിൽ പട്ടിണി കിടന്നു മരിക്കുക, അല്ലെങ്കിൽ അസാധ്യമായ എന്തെങ്കിലും ചെയ്യുക. ആ ചിന്ത അവരുടെ മനസ്സിലേക്ക് വന്നപ്പോൾ അവർ ഭയന്നു. പക്ഷേ വിശപ്പ് ആ ഭയത്തേക്കാൾ വലുതായിരുന്നു. ആ തീരുമാനത്തെക്കുറിച്ച് ആരും സംസാരിച്ചില്ല. പക്ഷേ എല്ലാവരുടെ ഉള്ളിലും ആ ചിന്തയുണ്ടായിരുന്നു. മരിച്ചുപോയ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ശരീരങ്ങൾ പുറത്ത് മഞ്ഞിൽ കിടക്കുന്നുണ്ട്. ആ ശരീരങ്ങൾ, അത് ഭക്ഷണമായി കാണാൻ കഴിയുമോ? ആ ചിന്ത തന്നെ അവരെ തളർത്തി. അവർ കരഞ്ഞു, പ്രാർത്ഥിച്ചു. ദൈവം തങ്ങളെ എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത്? പക്ഷെ ജീവിതം എന്നതൊരു പോരാട്ടമാണ്. ജീവിക്കാൻ വേണ്ടി മനുഷ്യൻ എന്തു ചെയ്യും? ആ ചോദ്യം ആ തണുത്ത വിമാനത്തിനുള്ളിൽ പ്രതിധ്വനിച്ചു. ആരും ആരുടെയും കണ്ണുകളിലേക്ക് നോക്കിയില്ല. എല്ലാവരും തല താഴ്ത്തിയിരുന്നു. പുറത്ത് കാറ്റ്. പെട്ടെന്ന് വിമാനത്തിന് പുറത്ത് ഒരു വലിയ ശബ്ദം കേട്ടു. മലയുടെ മുകളിൽ നിന്ന് മഞ്ഞിടിഞ്ഞു വീഴുന്ന ശബ്ദം. അവർ ഞെട്ടിപ്പോയി. ആ ശബ്ദം അടുത്തേക്ക് വരികയാണ്. വിമാനം വിറയ്ക്കാൻ തുടങ്ങി. തകർന്ന വിമാനത്തിനുള്ളിലേക്ക് മഞ്ഞ് ഇരച്ചു കയറി. ഒരു നിമിഷം കൊണ്ട് എല്ലാം ഇരുട്ടിലായി. മഞ്ഞ് അവരെ മുഴുവനായി മൂടി. ശ്വസിക്കാൻ കഴിയുന്നില്ല. കൈകാലുകൾ അനക്കാൻ കഴിയുന്നില്ല. ജീവനോടെ മഞ്ഞിൽ കുഴിച്ചിടപ്പെട്ട അവസ്ഥ. ആ ഇരുട്ടിൽ, ആ ശ്വാസം മുട്ടലിൽ മരണം വളരെ അടുത്താണെന്ന് അവർ അറിഞ്ഞു. ആരും അനങ്ങുന്നില്ല. മഞ്ഞ് അവരെ അമർത്തിപ്പിടിച്ചിരിക്കുകയാണ്. ആ നിശബ്ദതയിൽ ഒരാളുടെ ഹൃദയമിടിപ്പ് മാത്രം പതുക്കെ കേൾക്കാം. മഞ്ഞിനടിയിൽ അവർ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. പുറത്തെ കാറ്റ് അപ്പോഴും വീശിക്കൊണ്ടിരുന്നു. ആരെങ്കിലും ജീവനോടെ ബാക്കിയുണ്ടോ? മഞ്ഞ് അവരെ എന്നേക്കുമായി വിഴുങ്ങിയോ? ഒരു ചെറിയ വിരൽ മഞ്ഞിനിടയിലൂടെ പുറത്തേക്ക് ഉയർന്നു വന്നു, വഴി തിരയുന്നതുപോലെ, ഒട്ടും ബലമില്ലാതെ. ആ വിരൽ, അത് ജീവന്റെ അവസാനത്തെ അടയാളമായിരുന്നു. കനത്ത മഞ്ഞിനടിയിൽ വിമാനത്തിന്റെ തകർന്ന ഉടലിനുള്ളിൽ ഇരുട്ട് മാത്രം. പ്രാണവായു തീർന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ശ്വാസവും ഒരു യുദ്ധമാണ്. മഞ്ഞിന്റെ ഭാരം ഭീകരമാണ്. 1000 കല്ലുകൾ നെഞ്ചത്ത് കയറ്റി വെച്ചതുപോലെ. ആ വിരൽ അനങ്ങിയത് ബോധപൂർവമല്ല, മറിച്ച് ശരീരത്തിന്റെ അവസാനത്തെ അതിജീവന ശ്രമമായിരുന്നു. മുകളിലുള്ള മഞ്ഞുപാളികൾക്കിടയിലൂടെ നേരിയ ഒരു വിടവ്. അതിലൂടെ വായു അകത്തേക്കെത്തുന്നില്ല. പകരം തണുപ്പ് മാത്രം അരിച്ചെത്തുന്നു. വിമാനത്തിനുള്ളിൽ പണ്ട് കേട്ടിരുന്ന ചിരികൾക്കും സംഭാഷണങ്ങൾക്കും പകരം ഇപ്പോൾ മരവിപ്പിക്കുന്ന ഒരു നിശബ്ദതയാണ്. ആ നിശബ്ദതയിൽ ഓരോരുത്തരുടെയും ഹൃദയമിടിപ്പ് അവർക്ക് തന്നെ കേൾക്കാം. പക്ഷേ ആ ഇടിപ്പുകൾ പതുക്കെയായി വരുന്നു. പെട്ടെന്ന് ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഒരു ഞരക്കം കേട്ടു. അത് വെറുമൊരു ശബ്ദമായിരുന്നില്ല. മരണത്തിന്റെ വക്കിൽ നിന്നുള്ള ഒരു വിളിയായിരുന്നു. മഞ്ഞിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരാൾ തന്റെ കൈകൾ കൊണ്ട് മഞ്ഞിനെ വകഞ്ഞു മാറ്റാൻ ശ്രമിക്കുന്നു. വിരലുകൾ മരവിച്ച് മരക്കഷ്ണം പോലെ ആയിരിക്കുന്നു. നഖങ്ങൾക്കിടയിൽ മഞ്ഞ് തറഞ്ഞു കയറി രക്തം വരുന്നുണ്ട്. പക്ഷേ ആ വേദന അറിയാനുള്ള ശേഷി പോലും ശരീരം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. മഞ്ഞിന്റെ കട്ടി കുറഞ്ഞ ഒരു ഭാഗത്ത് ഒരാൾ ഒരു ചെറിയ തുളയുണ്ടാക്കി. അതിലൂടെ പുറത്തെ വെളിച്ചം ഉള്ളിലേക്ക് അരിച്ചെത്തി. ആ വെളിച്ചത്തിന് മരണത്തിന്റെ നിറമായിരുന്നു. വെളുത്ത, തിളക്കമുള്ള, ക്രൂരമായ വെളിച്ചം. വിമാനത്തിനുള്ളിൽ ഒരു വലിയ ശവക്കല്ലറ പോലെ തോന്നി. മഞ്ഞിടിഞ്ഞിലുണ്ടായപ്പോൾ ഉറങ്ങിക്കിടന്നിരുന്ന പലരും ആ മഞ്ഞിൽ തന്നെ അവസാന ശ്വാസം വലിച്ചു. തങ്ങൾക്കൊപ്പം കുറച്ചു മുൻപ് വരെ സംസാരിച്ചിരുന്ന സുഹൃത്തുക്കൾ ഇപ്പോൾ നിശ്ചലമായി കിടക്കുകയാണ്. ജീവിച്ചിരിക്കുന്നവർ മൃതദേഹങ്ങൾക്കു മുകളിലൂടെ ഇഴഞ്ഞു നീങ്ങി. ഓരോ ചലനവും ശരീരത്തെ തളർത്തുന്നു. പുറത്തെ കാറ്റ് വിമാനത്തിന്റെ അവശിഷ്ടങ്ങളിൽ തട്ടിയുണ്ടാക്കുന്ന ശബ്ദം ഒരു വിലാപം പോലെ മുഴങ്ങുന്നു. രക്ഷപ്പെട്ടവർ മഞ്ഞിനെ തള്ളിക്കൊണ്ട് മുകളിലേക്ക് വരാൻ ശ്രമിച്ചു. ഒരാൾ പുറത്തേക്ക് തല നീട്ടി, ചുറ്റും നോക്കി. ലോകം മാറിയിരിക്കുന്നു. വിമാനം നിന്നിരുന്ന സ്ഥലം ഇപ്പോൾ ഒരു മഞ്ഞുമലയാണ്. വിമാനത്തിന്റെ ജനാലകളും വാതിലുകളും എല്ലാം മഞ്ഞിനടിയിലാണ്. അവർ വിമാനത്തിനുള്ളിൽ ഒരു ചെറിയ ഗുഹയുണ്ടാക്കി. ആ തണുത്ത ഇരുമ്പു കഷ്ണങ്ങൾക്കിടയിൽ അവർ വീണ്ടും ഒതുങ്ങിക്കൂടി. പുറത്തെ തണുപ്പ് -30 ഡിഗ്രിയോ അതിൽ താഴെയോ ആണ്. ശ്വാസമെടുക്കുമ്പോൾ ശ്വാസകോശം മരവിക്കുന്നതുപോലെ തോന്നും. 3 ദിവസത്തോളം അവർ ആ മഞ്ഞിനടിയിൽ കഴിഞ്ഞു. പുറത്തിറങ്ങിയാൽ കാറ്റ് അവരെ കൊണ്ടുപോകും. അകത്തിരുന്നാൽ മരണം പതുക്കെ അവരെ വിഴുങ്ങും. ഈ 3 ദിവസത്തിനുള്ളിൽ 8 പേർ കൂടി മരിച്ചു. പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾക്കൊപ്പം
ആ ചെറിയ സ്ഥലത്ത് കിടക്കേണ്ടി വരിക എന്നത് ഒരു മനുഷ്യന് സങ്കല്പിക്കാനും കഴിയുന്നതിലും അപ്പുറമാണ്. പക്ഷേ അവർക്ക് കരയാൻ പോലും കണ്ണുനീരില്ലായിരുന്നു. ശരീരത്തിലെ ജലാംശം മുഴുവൻ വറ്റിപ്പോയിരിക്കുന്നു. ഒരു മാറ്റം പതുക്കെ സംഭവിക്കാൻ തുടങ്ങി. പുറത്ത് കാറ്റിന്റെ വേഗത കുറഞ്ഞു. മഞ്ഞ് വീഴുന്നത് നിന്നു. അവർ പതുക്കെ വിമാനത്തിന്റെ കോക്പിറ്റിലേക്ക്, അതായത് പൈലറ്റുമാർ ഇരുന്നിരുന്ന ഭാഗത്തേക്ക് ഒരു തുരങ്കമുണ്ടാക്കാൻ തീരുമാനിച്ചു. ഓരോ പിടി മഞ്ഞും മാറ്റുമ്പോഴും അവരുടെ ശ്വാസം കിതച്ചു. വിശപ്പ് ഇപ്പോൾ ഒരു വേദനയായി മാറിയിരിക്കുന്നു. വയറിനുള്ളിൽ ആരോ കത്തിയെടുത്ത് കുത്തുന്നത് പോലെ. ദാഹം കൊണ്ട് നാവ് വായുടെ മുകൾ ഭാഗത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. മഞ്ഞുരുക്കി കുടിക്കാൻ അവർ ശ്രമിച്ചു. പക്ഷേ അതിനൊരു രുചിയുമില്ല. അത് ദാഹം തീർക്കുന്നുമില്ല. അവർ പതുക്കെ വിമാനത്തിന്റെ മുൻഭാഗത്തെത്തി. അവിടെയുള്ള ചില്ലുകൾ തകർന്നിരുന്നു. അതിലൂടെ അവർ പുറത്തെ മലനിരകളെ നോക്കി. അനന്തമായ മലനിരകൾ. എത്ര നോക്കിയാലും അവസാനിക്കാത്ത വെളുത്ത ശൂന്യത. ആ കാഴ്ചയിൽ ഒരു സൗന്ദര്യവുമില്ലായിരുന്നു. അതൊരു വലിയ മരണക്കെണിയാണെന്ന് അവർക്ക് ബോധ്യമായി. വിമാനത്തിലെ റേഡിയോ പ്രവർത്തിപ്പിക്കാൻ അവർ ശ്രമിച്ചു. ചെറിയ വയറുകൾ കൂട്ടിയോജിപ്പിച്ചു. ബാറ്ററിയിൽ ജീവന്റെ ലക്ഷണമുണ്ടോ എന്ന് നോക്കി. ഒരു ചെറിയ കിറുകിർ ശബ്ദം റേഡിയോയിൽ നിന്ന് കേട്ടു. എല്ലാവരും ശ്വാസമടക്കി പിടിച്ച് ആ ശബ്ദത്തിന് കാതോർത്തു. എന്തെങ്കിലും ഒരു വാർത്ത, ആരെങ്കിലും തങ്ങളെ തിരയുന്നുണ്ടെന്ന ഒരു ഉറപ്പ്. പക്ഷേ ആ ശബ്ദം പെട്ടെന്ന് നിലച്ചു. റേഡിയോ എന്നേക്കുമായി നിശബ്ദമായി. അതോടൊപ്പം അവരുടെ അവസാനത്തെ പ്രതീക്ഷയും. തങ്ങൾ ഇവിടെയുണ്ടെന്ന് ലോകം അറിയില്ല. തങ്ങൾ മരിച്ചു എന്ന് അവർ ഉറപ്പിച്ചിട്ടുണ്ടാകും. ആ തിരിച്ചറിവ് അവരെ മാനസികമായി തകർക്കാൻ തുടങ്ങി. ചിലർ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. ചിലർ ആരുമില്ലാത്ത ഇടത്തേക്ക് നോക്കി സംസാരിക്കുന്നു. നിരാശ ഒരു രോഗം പോലെ പടരുകയാണ്. ആരും പരസ്പരം സംസാരിക്കുന്നില്ല. സംസാരിച്ചാൽ ഊർജം നഷ്ടപ്പെടുമെന്ന് അവർക്കറിയാം. കണ്ണുകൾ കൊണ്ട് മാത്രം അവർ വിശേഷങ്ങൾ പങ്കുവച്ചു. നീ ഉണ്ടോ എന്ന ചോദ്യത്തിന് ഒരു കണ്ണിമി ചിമ്മൽ കൊണ്ട് ഉത്തരം നൽകി. കൈകാലുകളിലെ നിറം മാറാൻ തുടങ്ങിയിരിക്കുന്നു. കറുത്ത നിറം പടരുന്നു. മാംസം ചീയാൻ തുടങ്ങുന്നതിന്റെ ലക്ഷണമാണത്. തണുപ്പ് അവരുടെ ശരീരത്തെ ഓരോ ഭാഗമായി നശിപ്പിക്കുകയാണ്. വിശപ്പ് സഹിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലെത്തി. കയ്യിലുണ്ടായിരുന്ന സിഗരറ്റ് പെട്ടികളും വിമാനത്തിന്റെ സീറ്റിലെ തുണികളും വരെ അവർ ചവച്ചു നോക്കി. പക്ഷേ അതൊന്നും വയറിനെ കബളിപ്പിക്കാൻ കഴിഞ്ഞില്ല. മരണം മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ മനുഷ്യന്റെ എല്ലാ മൂല്യങ്ങളും നിയമങ്ങളും അപ്രസക്തമാകുന്നു. ജീവിക്കണമെന്ന ആഗ്രഹം മാത്രം ബാക്കിയാകുന്നു. ആ തീരുമാനമെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മരിച്ചു കിടക്കുന്നവർ തങ്ങളുടെ സുഹൃത്തുക്കളാണ്, സഹോദരങ്ങളാണ്. പക്ഷേ അവരുടെ ശരീരം അത് തങ്ങൾക്ക് ജീവൻ നൽകാനുള്ള ഒരേയൊരു വഴിയാണ്. ആരും ആരുടെയും മുഖത്ത് നോക്കിയില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിന്നു. ആദ്യത്തെ ഒരാൾ മൃതദേഹത്തിനടുത്തേക്ക് നീങ്ങി. അവന്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങിയെന്നു. അവൻ കരയുകയായിരുന്നു. ശബ്ദമില്ലാത്ത കരച്ചിൽ. ഒരു ചെറിയ കഷ്ണം മാംസം അവൻ എടുത്തു. അത് വായിലേക്ക് വയ്ക്കുമ്പോൾ അവന്റെ മനസ്സ് പിടയുകയായിരുന്നു. പക്ഷേ അത് വിഴുങ്ങിയപ്പോൾ വയറിനൊരു ആശ്വാസം തോന്നി. അത് കണ്ടപ്പോൾ മറ്റുള്ളവരും പതുക്കെ മുന്നോട്ട് വന്നു. ഇതൊരു പാപമാണോ അതോ ജീവിക്കാനുള്ള പോരാട്ടമാണോ എന്നവർക്കറിയില്ല. പക്ഷേ ആ നിമിഷം മുതൽ അവർ മാന്യന്മാരായ മനുഷ്യരായിരുന്നില്ല. അവർ വെറും അതിജീവനക്കാർ മാത്രമായിരുന്നു. ആഹാരം കഴിച്ചതിനു ശേഷം അവർക്ക് ചെറിയൊരു ഊർജം ലഭിച്ചു. പക്ഷേ ആ ഊർജത്തോടൊപ്പം വലിയൊരു കുറ്റബോധവും അവരെ വേട്ടയാടാൻ തുടങ്ങി. രാത്രിയായപ്പോൾ വിമാനത്തിനുള്ളിലെ വായുവിൽ ഒരു പുതിയ ഗന്ധം പടർന്നു. അത് മരണത്തിന്റെ ഗന്ധമായിരുന്നില്ല, മറിച്ച് ജീവിക്കാൻ വേണ്ടി ചെയ്ത ക്രൂരതയുടെ ഗന്ധമായിരുന്നു. ആരും ആരോടും ഒന്നും മിണ്ടിയില്ല. ഓരോരുത്തരും തങ്ങളുടെ പുതപ്പുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടി. പുറത്തു മഞ്ഞ് വീണ്ടും പെയ്യാൻ പടങ്ങിയിരിക്കുന്നു. കാറ്റിന്റെ ശബ്ദം വീണ്ടും കൂടി വരുന്നു. പെട്ടെന്ന് വിമാനത്തിന്റെ തകർന്ന വശത്ത് ഒരു ചെറിയ ചലനം അവർ അറിഞ്ഞു. എന്തോ ഒന്ന് പുറത്ത് കടക്കുന്നുണ്ട്, ഒരു നിഴൽ അനങ്ങുന്നത് പോലെ. ഈ മലനിരകളിൽ മനുഷ്യരല്ലാതെ മറ്റാരാണുള്ളത്? അതോ അത് വെറും ഒരു തോന്നൽ മാത്രമാണോ? വിമാനത്തിന്റെ തകർന്ന ജനാലയിലൂടെ ഒരാൾ പുറത്തേക്ക് നോക്കി. മഞ്ഞിനിടയിൽ എന്തോ ഒന്ന് തിളങ്ങുന്നു. അതൊരു കണ്ണാണോ അതോ വെളിച്ചം തട്ടി തിളങ്ങുന്ന മഞ്ഞുപാളിയോ? ആരും അനങ്ങിയില്ല. എല്ലാവരും ശ്വാസം അടക്കി പിടിച്ചു. ആ തിളക്കം പതുക്കെ മറഞ്ഞു. കാറ്റ് വീണ്ടും ശക്തമായി. വിമാനത്തിന്റെ ഉടൽ ആഞ്ഞു വീശുന്ന കാറ്റിൽ ഒന്ന് കുലുങ്ങി. താഴെയുള്ള താഴ്വരയിലേക്ക് വിമാനം തെന്നി നീങ്ങുമോ എന്ന ഭയം എല്ലാവരിലും പടർന്നു.
മുകളിൽ ഇനിയും മഞ്ഞ് കൂടിക്കിടക്കുന്നുണ്ട്. മറ്റൊരു മഞ്ഞിടിച്ചിലുണ്ടായാൽ തങ്ങൾ രക്ഷപ്പെടില്ല. പെട്ടെന്ന് വിമാനത്തിനുള്ളിൽ ഇരുന്നിരുന്ന ഒരു യുവാവ് എഴുന്നേറ്റ് നിന്നു. അവന്റെ കണ്ണുകളിൽ ഒരു പുതിയ ഉറപ്പുണ്ടായിരുന്നു. നമുക്കിവിടെ ഇരുന്നാൽ മരിക്കാം, നമുക്ക് ഈ മലകൾ കടക്കണം. അവന്റെ ശബ്ദം തണുത്ത കാറ്റിൽ വിറച്ചു. മറ്റുള്ളവർ അവനെ നോക്കി. ആ മലകൾ കടക്കുക എന്നത് ആത്മഹത്യയ്ക്ക് തുല്യമാണ്. കൃത്യമായ വസ്ത്രങ്ങളില്ലാതെ, ഉപകരണങ്ങളില്ലാതെ, തളർന്ന ശരീരവുമായി ആ കൊടുമുടികൾ കീഴടക്കാൻ അസാധ്യമാണ്. പക്ഷേ ഇവിടെ ഇരുന്നാലും മരണം ഉറപ്പാണ്. മലകൾക്കു മുകളിൽ സൂര്യൻ ഉദിക്കാൻ തുടങ്ങുകയാണ്. ആ പ്രകാശം കൊടുമുടികൾ കത്തുന്നതുപോലെ തോന്നി. ആ ചുവന്ന പ്രകാശം ഒരു മുന്നറിയിപ്പായിരുന്നു. അവൻ തന്റെ ബാഗ് പതുക്കെ തയ്യാറാക്കാൻ തുടങ്ങി. മറ്റുള്ളവർ അവനെ തടഞ്ഞില്ല. അവർക്കും അറിയാമായിരുന്നു, ആരെങ്കിലും ഒരാൾ പുറത്തുപോയി സഹായം എത്തിച്ചാലല്ലാതെ തങ്ങൾ രക്ഷപ്പെടില്ല. പക്ഷെ ആരു പോകും? എങ്ങനെ പോകും? ആ മലനിരകൾക്കപ്പുറം എന്താണെന്ന് ആർക്കും അറിയില്ല. ചിലപ്പോൾ അത് അവസാനിക്കാത്ത മഞ്ഞുപാടങ്ങൾ മാത്രമായിരിക്കും. ചിലപ്പോൾ മനുഷ്യവാസമില്ലാത്ത കൊടും കാടുകളായിരിക്കും. എങ്കിലും ആ ചെറിയ പ്രതീക്ഷയുടെ നാര് മുറുകെ പിടിക്കാൻ അവർ തീരുമാനിച്ചു. തങ്ങളുടെ സംഘത്തിൽ ഏറ്റവും കരുത്തരായ 3 പേരെ അവർ തിരഞ്ഞെടുത്തു. അവർക്ക് കൂടുതൽ ഭക്ഷണം നൽകാൻ ബാക്കിയുള്ളവർ തീരുമാനിച്ചു. സ്വന്തം ഭക്ഷണം മറ്റൊരാൾക്ക് നൽകുക എന്നത് മരണത്തെ സ്വാഗതം ചെയ്യുന്നതിന് തുല്യമാണ്. എങ്കിലും അവർ അത് ചെയ്തു. സ്നേഹം കൊണ്ടല്ല, മറിച്ച് രക്ഷപ്പെടാനുള്ള അത്യാഗ്രഹം കൊണ്ട്. ആ 3 പേർ യാത്ര തുടങ്ങാൻ തയ്യാറായി. അവർ വിമാനത്തിന് പുറത്തിറങ്ങി. മഞ്ഞിൽ കാലുകൾ താഴ്ന്നു പോകുന്നു. ഓരോ ചുവടും വലിയ ഭാരമായി തോന്നുന്നു. അവർ പതുക്കെ നടന്നു തുടങ്ങി. വിമാനത്തിനുള്ളിൽ ലോകം വീണ്ടും നിശബ്ദമായി. ഇപ്പോൾ വിമാനത്തിനുള്ളിൽ കുറച്ചുപേർ മാത്രം. ബാക്കിയുള്ളവർ ഒന്നുകിൽ മരിച്ചു, അല്ലെങ്കിൽ മരണത്തിലേക്ക് നടന്നുപോയി. പതുക്കെ ആകാശമിരുണ്ടു. അന്തരീക്ഷത്തിൽ ഒരു മാറ്റം. വായുവിൽ ഒരു വല്ലാത്ത അമർഷം പോലെ. ദൂരെ നിന്നൊരു ചെറിയ മുഴച്ച കേട്ടു. അത് കാറ്റിന്റെ ശബ്ദമായിരുന്നില്ല. അത് പർവ്വതത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്നൊരു ശബ്ദമായിരുന്നു. മലകൾ വീണ്ടും അനങ്ങാൻ തുടങ്ങുന്നുവോ? അവർ പരസ്പരം നോക്കി. ആ കണ്ണുകളിൽ ഭയം വീണ്ടും തളിർത്തു. ശബ്ദം കൂടിക്കൂടി വന്നു. താഴെ നിന്ന് എന്തോ ഒന്ന് മുകളിലേക്ക് ഉയരുന്നതുപോലെ. വിമാനത്തിന്റെ തറ വിറയ്ക്കാൻ തുടങ്ങി. വിമാനത്തിനുള്ളിലെ ഓരോ വസ്തുവും ചലിക്കാൻ തുടങ്ങുന്നു. ഏതോ ഒരു മഹാശക്തി വിമാനത്തെ താഴേക്ക് വലിക്കുന്നതുപോലെ. വിമാനത്തിന്റെ തറ വിറയ്ക്കാൻ തുടങ്ങി. ആദ്യം അതൊരു ചെറിയ വിറയലായിരുന്നു, വിമാനത്തിന്റെ ലോഹഭാഗങ്ങൾ പരസ്പരം ഉരസുന്നതുപോലെ. എന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ ആ വിറയൽ ഒരു ഭീമാകാരമായ മുരൾച്ചയായി മാറി. മുകളിൽ നിന്ന് മലയിടിഞ്ഞു വരുന്ന ശബ്ദം. വിമാനത്തിനുള്ളിൽ ഇരുന്നവർ എഴുന്നേൽക്കാൻ ശ്രമിക്കും മുൻപേ കനത്ത മഞ്ഞ് തകർന്ന വശങ്ങളിലൂടെ അകത്തേക്ക് ഇരച്ചു കയറി. അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. രണ്ടാമത്തെ മഞ്ഞിടിച്ചിൽ അവരെ മുഴുവനായി വിഴുങ്ങി. നിമിഷങ്ങൾക്കകം വിമാനത്തിനുള്ളിലെ വായു നിലച്ചു. കണ്ണുകൾക്ക് മുന്നിൽ വെളിച്ചം മറഞ്ഞു. സീറ്റുകൾക്കിടയിലും അവശിഷ്ടങ്ങൾക്കിടയിലും മഞ്ഞ് നിറഞ്ഞു. ഒരാൾക്ക് പോലും അനങ്ങാൻ കഴിയില്ല. മഞ്ഞ് അവരെ ഓരോരുത്തരെയായി അമർത്തിപ്പിടിച്ചു. ശ്വാസം മുട്ടുമ്പോൾ ശ്വാസകോശം കത്തുന്നതുപോലെ തോന്നി. ആ ഇരുട്ടിൽ, ആ ശ്വാസം മുട്ടലിൽ മരണം വളരെ ശാന്തമായി ഓരോരുത്തരെയും തൊട്ടുവിളിച്ചു. മഞ്ഞിനടിയിൽ എത്ര സമയം കഴിഞ്ഞു എന്ന് ആർക്കും അറിയില്ലായിരുന്നു. നിമിഷങ്ങളോ അതോ മണിക്കൂറുകളോ? സമയത്തിന്റെ താളം തെറ്റിയിരിക്കുന്നു. മഞ്ഞിന്റെ കനം ശരീരത്തെ തളർത്തുന്നു. അപ്പോഴാണ് ഒരു കരം അനങ്ങിയത്. മഞ്ഞിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരാൾ തൻ്റെ കൈകൾ കൊണ്ട് മുഖത്തിനു മുന്നിലുള്ള ചെറിയ ഇടം വൃത്തിയാക്കാൻ ശ്രമിച്ചു. കുറച്ചു വായു. ആ വായുവിനു വേണ്ടി അവൻ നഖങ്ങൾ കൊണ്ട് മഞ്ഞിനെ മാന്തി. പതുക്കെ അവൻ മഞ്ഞിനു മുകളിലേക്കൊരു തുരങ്കമുണ്ടാക്കാൻ തുടങ്ങി. അതൊരു മനുഷ്യന്റെ അവസാനത്തെ പോരാട്ടമായിരുന്നു. അവൻ പുറത്തെത്തിയപ്പോൾ കണ്ടത് നിശബ്ദമായ വെളുത്ത ഒരു ശവപ്പറമ്പാണ്. വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ പോലും മഞ്ഞിനടിയിൽ മറഞ്ഞുപോയിരിക്കുന്നു. അവൻ മഞ്ഞിനടിയിലേക്ക് തിരിച്ചുപോയി മറ്റുള്ളവരെ പുറത്തെടുക്കാൻ തുടങ്ങി. ആ രാത്രി അവർക്ക് 8 സുഹൃത്തുക്കളെ കൂടി നഷ്ടപ്പെട്ടു. 30ഓളം പേരുണ്ടായിരുന്ന ആ സംഘം ഇപ്പോൾ 20-ൽ താഴെയായി കുറഞ്ഞിരിക്കുന്നു. അവശേഷിച്ചവർ വിമാനത്തിന്റെ കോക്പിറ്റിനുള്ളിൽ ഒതുങ്ങിക്കൂടി. മഞ്ഞിടിച്ചിലിന് ശേഷം വിമാനത്തിനുള്ളിലെ സ്ഥലം പകുതിയായി കുറഞ്ഞു. ഓരോരുത്തരും മറ്റൊരാളുടെ മടിയിലിരുന്നാണ് ഉറങ്ങുന്നത്. കാൽ നീട്ടാൻ പോലും സ്ഥലമില്ല. ശ്വസിക്കുമ്പോൾ മറ്റൊരാളുടെ ചൂടുള്ള ശ്വാസം മുഖത്ത് തട്ടും. അതിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു ഊർജം മാത്രമാണ് ഇപ്പോൾ അവരുടെ കൂട്ട്. ആ ചെറിയ സ്ഥലത്ത് അവർ ദിവസങ്ങൾ തള്ളി നീക്കി. പുറത്ത് മഞ്ഞ് വീണുകൊണ്ടേയിരുന്നു. വിമാനത്തിനുള്ളിലെ താപനില പുറത്തേതിനേക്കാൾ അല്പം മാത്രം കൂടുതലായിരുന്നു. ഓരോരുത്തരുടെയും ശരീരത്തിൽ മഞ്ഞ് പറ്റിപ്പിടിച്ചിരുന്നു.
വസ്ത്രങ്ങൾ നനഞ്ഞു മറവിച്ചിരിക്കുന്നു. കൈവിരലുകൾ മടക്കാൻ പോലും കഴിയാത്ത വിധം തണുത്തുപോയിരിക്കുന്നു. അവർ പരസ്പരം നോക്കുമ്പോൾ കാണുന്നത് മരിക്കാൻ തയ്യാറെടുത്തു നിൽക്കുന്ന നിഴലുകളെയാണ്. ദിവസങ്ങൾ കടന്നുപോയി. 11ാമത്തെ ദിവസം. ആകാശത്ത് വെയിൽ തെളിഞ്ഞു. അവർ വിമാനത്തിനുള്ളിലെ ഒരു ചെറിയ ട്രാൻസിസ്റ്റർ റേഡിയോ പ്രവർത്തിപ്പിക്കാൻ വീണ്ടും ശ്രമിച്ചു. ബാറ്ററി തീരാറായിരിക്കുന്നു. വലിയ ശബ്ദങ്ങൾക്കിടയിലൂടെ അവർ ഒരു വാർത്താ സ്റ്റേഷൻ തിരഞ്ഞു. ചിലിയൻ റേഡിയോ സ്റ്റേഷനിൽ നിന്ന് ഒരു വാർത്ത അവർ കേട്ടു. എല്ലാവരും ശ്വാസമടക്കി പിടിച്ചു. ആ വാർത്ത ഇതായിരുന്നു: ആൻഡിസ് മലനിരകളിൽ കാണാതായ ഉറുഗ്വേയൻ വിമാനത്തിനായുള്ള തിരച്ചിൽ ഔദ്യോഗികമായി അവസാനിപ്പിച്ചു. ആ വാക്കുകൾ വിമാനത്തിനുള്ളിലെ വായുവിനെ നിശ്ചലമാക്കി. ആരും കരഞ്ഞില്ല, ആരും ഒച്ചവെച്ചില്ല. ഒരു വലിയ നിശബ്ദത ആ കൊച്ചുമുറിയെ മൂടി. ലോകം അവരെ മറന്നിരിക്കുന്നു. അവരെ തിരഞ്ഞിനി ആരും വരില്ല. അവർ ജീവനോടെ ഉണ്ടെന്ന് അവരുടെ മാതാപിതാക്കൾക്ക് പോലും അറിയില്ല. ആ നിമിഷം അവർ ഈ ലോകത്ത് ഒറ്റയ്ക്കായി. ഈ വാർത്ത കേട്ടപ്പോൾ ഒരു യുവാവ് മാത്രം പതുക്കെ എഴുന്നേറ്റു. അവൻ മറ്റുള്ളവരെ നോക്കി ചിരിച്ചു. ഇതൊരു നല്ല വാർത്തയാണല്ലോ, അവൻ പറഞ്ഞു. മറ്റുള്ളവർ അവനെ ഭ്രാന്തനെ പോലെ നോക്കി. തിരച്ചിൽ നിർത്തിയെങ്കിൽ അതിനർത്ഥം ഇനി നമ്മൾ സ്വയം രക്ഷപ്പെടണമെന്നാണ്. ആരെങ്കിലും വരും എന്ന പ്രതീക്ഷ ഇനി വേണ്ട. നമ്മുടെ ജീവിതം ഇനി നമ്മുടെ കൈകളിലാണ്. അവൻ്റെ വാക്കുകളിൽ ഒരുതരം പുതിയ കരുത്തുണ്ടായിരുന്നു. നിരാശയുടെ അഗാധതയിൽ നിന്നുണ്ടായ ഒരുതരം ക്രൂരമായ കരുത്ത്. അവർക്കിനി 2 വഴികളേ ഉള്ളൂ. ഒന്നുകിൽ ഈ മഞ്ഞിൽ കിടന്ന് പതുക്കെ മരിക്കുക, അല്ലെങ്കിൽ അസാധ്യമായ ആ മലകൾ കടന്ന് പുറത്തെത്തുക. അവർ 2ാമത്തെ വഴി തിരഞ്ഞെടുത്തു. പക്ഷേ അതിന് ആരോഗ്യം വേണം. ശരീരം പട്ടിണി കൊണ്ട് തളർന്നിരിക്കുന്നു. ഭക്ഷണത്തെക്കുറിച്ചുള്ള ചിന്ത അവരെ വീണ്ടും ഭയപ്പെടുത്തി. അവർക്ക് മുന്നിലുള്ളത് മരിച്ചുപോയ സുഹൃത്തുക്കളുടെ ശരീരങ്ങൾ മാത്രമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ കഴിച്ച ഭക്ഷണമെല്ലാം തീർന്നുപോയിരിക്കുന്നു. ഇപ്പോൾ ആ മലനിരകളിൽ ജീവന്റെ ഏക സ്രോതസ്സ് ആ മൃതദേഹങ്ങളാണ്. ഇതൊരു ദൈവവിരോധമായ പ്രവൃത്തിയല്ലേ എന്ന് ചിലർ ചോദിച്ചു. പക്ഷേ വിശപ്പ് എല്ലാ തത്വശാസ്ത്രങ്ങളെയും തോൽപ്പിക്കും. അവരൊരു കരാറിൽ ഒപ്പിട്ടു: ഞാൻ മരിക്കുകയാണെങ്കിൽ എൻ്റെ ശരീരം മറ്റുള്ളവർക്ക് ഭക്ഷണമായി ഉപയോഗിക്കാം. ഇതൊരു പരസ്പര ഉടമ്പടിയായിരുന്നു. ജീവിതത്തോടുള്ള അത്യാഗ്രഹം അവരെക്കൊണ്ട് ഈ ക്രൂരമായ തീരുമാനമെടുപ്പിച്ചു. പതുക്കെ പതുക്കെ ഓരോരുത്തരായി ആ മാംസം കഴിക്കാൻ ശീലിച്ചു. കണ്ണീരോടെയാണ് അവർ ഓരോ കഷ്ണവും വിഴുങ്ങിയത്. അതവരുടെ ആത്മാവിനെ മറവിപ്പിച്ചു. പക്ഷെ ശരീരത്തിന് അതല്പം ജീവൻ നൽകി. മഞ്ഞിൽ കിടക്കുന്ന മൃതദേഹങ്ങൾ ഓരോ ദിവസവും കുറഞ്ഞുവന്നു. പക്ഷെ കൊടും തണുപ്പ് കുറഞ്ഞില്ല. വിമാനത്തിനുള്ളിൽ പടരുന്ന ഒരുതരം ചീഞ്ഞ ഗന്ധം അവർക്ക് ശീലമായിരിക്കുന്നു. അവർ തങ്ങളുടെ സുഹൃത്തുക്കളുടെ വസ്ത്രങ്ങൾ ഊരിയെടുത്തു. തണുപ്പിനെ പ്രതിരോധിക്കാൻ ഒന്നിലധികം പാൻറ്റുകളും ഷർട്ടുകളും അവർ ധരിച്ചു. കാൽപാദങ്ങളിൽ വിമാനത്തിൻ്റെ സീറ്റിലെ തുണികൾ ചുറ്റിവെച്ചു. എങ്കിലും തണുപ്പ് എല്ലുകൾക്കുള്ളിലേക്ക് അരിച്ചു കയറുന്നത് അവർ അറിഞ്ഞു. ഓരോ രാത്രിയും കടന്നുപോകുന്നത് ഒരു യുദ്ധം ജയിക്കുന്നത് പോലെയായിരുന്നു. ഉറക്കത്തിനിടയിൽ ആരെങ്കിലും മരിച്ചോ എന്ന് പരിശോധിക്കാൻ അവർ പരസ്പരം തട്ടിവിളിക്കും. അനക്കമില്ലാത്തവനെ അവർ മഞ്ഞിലേക്ക് നീക്കിക്കിടത്തും. മരണം ഇപ്പോൾ ഒരു സാധാരണ സംഭവമായി മാറിയിരിക്കുന്നു. പതിയെ അവരൊരു വലിയ യാത്രയ്ക്കായി തയ്യാറെടുക്കാൻ തുടങ്ങി. മലകൾക്ക് മുകളിലേക്ക് നോക്കുമ്പോൾ തല കറങ്ങുന്ന ഉയരം. അവിടേക്ക് കയറാൻ ഉപകരണങ്ങളില്ല. ശ്വാസം എടുക്കാൻ പോലും കഠിനമായ വായു. അവർ വിമാനത്തിൻ്റെ തകർന്ന ഭാഗങ്ങളിൽ നിന്ന് ചില ഉപകരണങ്ങൾ ഉണ്ടാക്കിയെടുത്തു. മഞ്ഞിലൂടെ നടക്കാൻ സഹായിക്കുന്ന പാദരക്ഷകൾ അവർ വിമാനത്തിൻ്റെ ഭാഗങ്ങൾ കൊണ്ട് നിർമ്മിച്ചു. രാത്രിയിൽ കിടന്നുറങ്ങാൻ ഒരുതരം സ്ലീപ്പിംഗ് ബാഗ് അവർ സീറ്റിലെ തുണികൾ കൂട്ടിത്തുന്നിയുണ്ടാക്കി. ഓരോ തുന്നലിലും അവരുടെ പ്രതീക്ഷയുടെ ഒരു ഇഴയുണ്ടായിരുന്നു. ആ 3 പേർ യാത്ര തിരിക്കാൻ പോകുന്നു. റോബർട്ടോയും നാൻഡോയും ടിൻറ്റിനും. സംഘത്തിലെ ഏറ്റവും കരുത്തരായ 3 യുവാക്കൾ. ബാക്കിയുള്ളവർ അവർക്കായി പ്രാർത്ഥിച്ചു. യാത്രയ്ക്ക് മുൻപുള്ള ദിവസം ഭീകരമായ ഒന്നായിരുന്നു. കാറ്റ് വിമാനത്തെ പിഴുതെറിയാൻ നോക്കുന്നത് പോലെ ആഞ്ഞു വീശി. വായുവിൽ മഞ്ഞുതുള്ളികൾ സൂചി പോലെ പറന്നു നടന്നു. വിമാനത്തിനുള്ളിലിരുന്ന് അവർ പുറത്തെ ലോകത്തെ നോക്കി. പുറത്തൊന്നും കാണാനില്ല. വെളുത്ത ഒരു മതില് പോലെ മഞ്ഞ് പെയ്യുന്നു. ഇത്രയും ഭീകരമായ ഒരു കാലാവസ്ഥയിൽ എങ്ങനെയാണ് ആ മലകൾ കീഴടക്കുക? പക്ഷേ അവർക്ക് മടങ്ങിപ്പോകാൻ കഴിയില്ല. ഇനിയും ഇവിടെ ഇരുന്നാൽ എല്ലാവരും മരിക്കും. രക്ഷയുടെ ഒരേ ഒരു വഴി മരണത്തിൻ്റെ ഈ താഴ്വര വിടുക എന്നത് മാത്രമാണ്. ആ 3 പേർ തങ്ങളുടെ സഞ്ചിയിൽ കുറച്ചുണങ്ങിയ മാംസവും വെള്ളവും നിറച്ചു. വിമാനത്തിനുള്ളിലെ ബാക്കിയുള്ളവരോട് അവർ യാത്ര പറഞ്ഞു. പലരും കരയുകയായിരുന്നു. ആ കൈകൾ കോർത്തു പിടിക്കുമ്പോൾ അവർക്കറിയാമായിരുന്നു ഇതിൽ ചിലരെങ്കിലും ഇനി മടങ്ങി വരില്ല എന്ന്. യാത്ര ആരംഭിച്ചു. ആദ്യത്തെ ചുവട് മഞ്ഞിൽ വയ്ക്കുമ്പോൾ നാൻഡോയുടെ പാദം താഴ്ന്നുപോയി. അവൻ മറ്റുള്ളവരുടെ സഹായത്തോടെ പതുക്കെ മുന്നോട്ട് നീങ്ങി. വിമാനത്തിൽ നിന്ന് പതുക്കെ അകലുകയാണ്. വിമാനം ഇപ്പോൾ മഞ്ഞിൽ ഒരു ചെറിയ കുത്തുപോലെ മാത്രം കാണപ്പെടുന്നു. മലയുടെ വശങ്ങളിലേക്ക് അവർ കയറാൻ തുടങ്ങി. ഓരോ ചുവടും വലിയൊരു അധ്വാനമായിരുന്നു.
മിനിറ്റുകൾ കഴിയുമ്പോൾ ശ്വാസം കിട്ടാതെ അവർക്ക് നിൽക്കേണ്ടി വന്നു. ഹൃദയം വാരിയെല്ലുകൾക്കിടയിൽ നിന്ന് പുറത്തേക്ക് ചാടാൻ ശ്രമിക്കുന്നത് പോലെ ഇടിച്ചു. മുകളിലേക്ക് നോക്കിയപ്പോൾ കൊടുമുടി കൂടുതൽ അകലുന്നതായി അവർക്ക് തോന്നി. മേഘങ്ങൾ പതുക്കെ മലകളെ പൊതിയാൻ തുടങ്ങി. ഉച്ചയായപ്പോഴേക്കും അവർ കുറച്ചുയരത്തിലെത്തി. താഴേക്ക് നോക്കിയപ്പോൾ തങ്ങളുടെ പഴയ വീടായ ആ തകർന്ന വിമാനം ഒരു ചെറിയ കഷ്ണം പോലെ മാത്രം കണ്ടു. ചുറ്റും മഞ്ഞുകൊട്ടാരങ്ങൾ പോലെ കൊടുമുടികൾ. ആകാശം പതുക്കെ കറുക്കാൻ തുടങ്ങി. വായുവിൽ തണുത്തു കൂടി വരുന്നു. പെട്ടെന്ന് കാറ്റിന്റെ ദിശ മാറി. അത് താഴെ നിന്ന് മുകളിലേക്ക് വീശാൻ തുടങ്ങി. അവരൊരു പാറയുടെ മറവിൽ ഒതുങ്ങിക്കൂടി. നാൻഡോ തന്റെ സുഹൃത്തുക്കളുടെ മുഖത്തേക്ക് നോക്കി. അവരുടെ മുഖം വിളറി വെളുത്തിരിക്കുന്നു. ചുണ്ടുകൾ നീല നിറമായിരിക്കുന്നു. യാത്ര തുടരണമോ അതോ മടങ്ങിപ്പോകണമോ? ആ ചോദ്യം അവരുടെ മനസ്സിലൂടെ കടന്നുപോയി. പക്ഷേ മുകളിലേക്ക് നോക്കിയപ്പോൾ മേഘങ്ങൾക്കിടയിലൂടെ ഒരു ചെറിയ വിള്ളൽ കണ്ടു. അതിലൂടെ സൂര്യപ്രകാശം മലയുടെ മറുഭാഗത്ത് പതിക്കുന്നത് അവർ കണ്ടു. അവിടെ മഞ്ഞു കുറവായിരിക്കുമോ? അവിടെ മനുഷ്യരുണ്ടാകുമോ? ആ ചെറിയ വെളിച്ചം അവർക്കൊരു പുതിയ പ്രതീക്ഷ നൽകി. അവർ വീണ്ടും മലകയറ്റം തുടർന്നു. മഞ്ഞുറച്ച് കട്ട പിടിച്ചിരിക്കുന്നു. കാലുകൾ തെന്നി താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. വീണാൽ മരണമുറപ്പാണ്. അവരൊരു നൂലിൽ കോർത്ത മുത്തുകൾ പോലെ പതുക്കെ മുന്നോട്ട് നീങ്ങി. രാത്രി അടുക്കുകയാണ്. മലനിരകളിൽ രാത്രി എന്നാൽ മരണമാണ്. അവർക്ക് വിശ്രമിക്കണം. പക്ഷെ എവിടെ? സമതലങ്ങളില്ല, പാറകളില്ല. അവർ മഞ്ഞിലൊരു ചെറിയ കുഴിയുണ്ടാക്കി അതിനുള്ളിൽ കിടക്കാൻ തീരുമാനിച്ചു. ആ തുന്നിപ്പൊട്ടിച്ച സ്ലീപ്പിംഗ് ബാഗിനുള്ളിൽ 3 പേരും ഒന്നിച്ചു കിടന്നു. മഞ്ഞ് അവർക്ക് മുകളിലും വീണു. അർദ്ധരാത്രിയായപ്പോൾ ഒരു വലിയ ശബ്ദം കേട്ടു. മഞ്ഞിടിച്ചിലല്ല, അത് മുകളിൽ നിന്ന് താഴേക്ക് എന്തോ ഒന്ന് ഉരുണ്ടുവരുന്ന ശബ്ദമാണ്. അത് തങ്ങൾക്ക് നേരെയാണോ വരുന്നത്? അവർ കണ്ണുകൾ മുറുക്കെ അടച്ചു. ശബ്ദം തൊട്ടടുത്തെത്തി. ഒരു വലിയ മഞ്ഞുപാളി തങ്ങൾക്ക് തൊട്ടടുത്ത് വന്നു നിന്നു. ആ സെക്കൻഡിൽ അവർ അറിഞ്ഞു, മലകൾ തങ്ങളെ സ്വാഗതം ചെയ്യുന്നില്ല. ഓരോ നിമിഷവും ഇവിടെ അപകടമാണ്. നേരം വെളുക്കാൻ അവർ കാത്തിരുന്നു. വെളിച്ചം വന്നപ്പോൾ കണ്ടത് ഭയാനകമായൊരു കാഴ്ചയാണ്. തങ്ങൾ ഇത്രയും സമയം കയറിയത് മലയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. യഥാർത്ഥ കൊടുമുടി ഇനിയും ഉയരത്തിലാണ്. അത് മേഘങ്ങളെക്കാൾ ഉയരത്തിൽ തല ഉയർത്തി നിൽക്കുന്നു. നാൻഡോ മലയുടെ മുകളിലേക്ക് നോക്കി. അവൻ്റെ കണ്ണുകളിൽ ഒരു തരം മറവിപ്പ് പടർന്നു. അവൻ എന്തോ കണ്ടു. കൊടുമുടിക്ക് മുകളിൽ ഒരാൾ നിൽക്കുന്നത് പോലെയോ? അതോ അതൊരു പാറയാണോ? ആ രൂപം അനങ്ങുന്നുണ്ടോ? അവൻ കണ്ണുകൾ തുടച്ച് വീണ്ടും നോക്കി. മലനിരകൾക്കിടയിൽ നിന്ന് ഒരു മനുഷ്യ ശബ്ദം കേട്ടതുപോലെ തോന്നി. അത് കാറ്റിൻ്റെ ശബ്ദമായിരുന്നില്ല. ഒരു വിളി, ദൂരെയുള്ള ഒരു വിളി. അവർ പരസ്പരം നോക്കി. ആരും ഒന്നും മിണ്ടിയില്ല. ഹൃദയമിടിപ്പ് മാത്രം നിശബ്ദതയെ ഭേദിച്ചു. ആ ശബ്ദം, അത് പതുക്കെ മാഞ്ഞുപോയി. കാറ്റിൽ അലിഞ്ഞു ചേർന്നൊരു മിഥ്യയായിരുന്നു അത്. നാൻഡോ തൻ്റെ കണ്ണുകൾ ഒന്നുകൂടി തിരുമ്മി നോക്കി. അവിടെ ആരുമില്ല. വെളുത്ത മഞ്ഞു പുതച്ച പാറകൾ മാത്രം. പട്ടിണിയും തളർച്ചയും കൊണ്ട് മസ്തിഷ്കം കാട്ടിക്കൂട്ടുന്ന വിദ്യകൾ. അവർക്ക് ഭ്രാന്ത് പിടിച്ചു തുടങ്ങുകയാണോ? ഈ ഏകാന്തതയിൽ, ഈ മരവിപ്പിൽ മനസ്സ് തങ്ങളെ ചതിക്കുകയാണോ? ആ രൂപം ഒരു പാറയായിരുന്നു എന്നവൻ തിരിച്ചറിഞ്ഞപ്പോൾ ഉള്ളിലൊരു വലിയ ശൂന്യത പടർന്നു. സഹായം ദൂരെ എങ്ങുമില്ല. ഈ മലനിരകളിൽ അവർ മാത്രമാണുള്ളത്. അവർ പതുക്കെ മുന്നോട്ട് നീങ്ങി. ഓരോ ചുവടും ഒരു വലിയ മലകയറ്റം പോലെ തോന്നി. വായുവിന് കനം കുറവാണ്. ശ്വാസമെടുക്കുമ്പോൾ നെഞ്ച് കത്തുന്നു. ഓരോ തവണ ശ്വാസം വിടുമ്പോഴും വായുവിൽ വെളുത്ത പുക പടരുന്നു. അതവരുടെ ഉള്ളിലെ ജീവൻ പതുക്കെ ചോർന്നു പോകുന്നതിൻ്റെ അടയാളം പോലെ തോന്നി. അവരിപ്പോൾ ഹിമാലയത്തേക്കാൾ അപകടകരമായ ഒരു ലോകത്താണ്. ഇവിടെ മഞ്ഞൊരു പുതപ്പല്ല, അതൊരു ചതിക്കുഴിയാണ്. ഓരോ ചുവടിലും മഞ്ഞിടിഞ്ഞ് താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. റോബോട്ടോയുടെ ശ്വാസം വല്ലാതെ ഇടറുന്നുണ്ടായിരുന്നു. അവൻ്റെ മുഖം നീല നിറമായി മാറുന്നു. രക്തത്തിലെ ഓക്സിജൻ കുറയുമ്പോൾ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ. അവനൊരു പാറയിൽ ചാരിയിരുന്നു. നാൻഡോ, എനിക്ക് വയ്യ, നമുക്ക് തിരിച്ചു പോകാം. അവൻ്റെ ശബ്ദം വളരെ നേർത്തതായിരുന്നു. ഒരു ഇല വീഴുന്ന ശബ്ദം പോലെ. നാൻഡോ അവനെ നോക്കി. തിരിച്ചുപോയാൽ അവിടെ കാത്തിരിക്കുന്നത് മരണമാണ്. മുന്നോട്ടു പോയാൽ ഒരുപക്ഷെ ഒരു സാധ്യതയുണ്ട്. അവൻ റോബോട്ടോയുടെ കൈകളിൽ മുറുകെ പിടിച്ചു. ആ കൈകൾ മരവിച്ച് മരക്കഷ്ണങ്ങൾ പോലെയായിരുന്നു. അവർക്കിടയിൽ വാക്കുകളില്ലായിരുന്നു. വേദനയുടെ ഒരു നിശബ്ദ കൈമാറ്റം മാത്രം. പെട്ടെന്ന് കാറ്റിൻ്റെ വേഗത കുറഞ്ഞു. ഒരു നിഗൂഢമായ നിശബ്ദത മലയെ പൊതിഞ്ഞു. ആ നിശബ്ദത ഭയപ്പെടുത്തുന്നതായിരുന്നു. ഒന്നും അനങ്ങുന്നില്ല. പക്ഷികളില്ല, മൃഗങ്ങളില്ല, കാറ്റിൻ്റെ മൂളൽ പോലുമില്ല. പ്രകൃതി അതിൻ്റെ ശ്വാസം അടക്കി പിടിച്ചിരിക്കുന്നത് പോലെ തോന്നി. അവർ ആ നിശബ്ദതയിലൂടെ പതുക്കെ നടന്നു. പെട്ടെന്ന് താഴെ നിന്നൊരു ചെറിയ ശബ്ദം കേട്ടു. വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് വരുന്ന എന്തോ ഒന്നാണോ? അവർ താഴേക്ക് നോക്കി. തങ്ങൾ വന്നിടം ഇപ്പോൾ കാണാനില്ല.
മഞ്ഞുമൂടിയ മേഘങ്ങൾ അവർക്ക് താഴെയായി ഒഴുകി നടക്കുന്നു. തങ്ങളിപ്പോൾ ആകാശത്തിലാണ്, മേഘങ്ങൾക്ക് മുകളിൽ, ദൈവങ്ങളുടെ ലോകത്ത്. പക്ഷേ ഈ ദൈവങ്ങൾ കരുണയില്ലാത്തവരാണ്. 4-ാം ദിവസം അവർ കൊടുമുടിയുടെ ഏറ്റവും മുകളിലെത്തി. 15,000 അടിയിലധികം ഉയരത്തിൽ അവർ നിൽക്കുകയാണ്. അവിടെ നിന്ന് പടിഞ്ഞാറോട്ട് നോക്കിയാൽ പച്ചപ്പുള്ള താഴ്വരകൾ കാണാമെന്നവർ സ്വപ്നം കണ്ടിരുന്നു. പക്ഷേ കണ്ട കാഴ്ച അവരെ തളർത്തിക്കളഞ്ഞു. മുന്നിൽ കാണുന്നത് 1-2 മലകളല്ല, അനന്തമായി നീണ്ടുകിടക്കുന്ന 100 കണക്കിന് കൊടുമുടികൾ, വെളുത്ത നിറത്തിലുള്ള ഒരു സമുദ്രം പോലെ. ഓരോ മലയും മുൻപത്തേതിനേക്കാൾ ഉയരമുള്ളതായി തോന്നി. നമ്മൾ ചിലിയിലല്ല, നാൻഡോ മന്ത്രിച്ചു. പൈലറ്റ് പറഞ്ഞത് തെറ്റായിരുന്നു. അവർ ആ മലനിരകളുടെ ഹൃദയഭാഗത്താണ് കുടുങ്ങിക്കിടക്കുന്നത്. അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നത് മനുഷ്യസാധ്യമല്ല. ടിൻഡിൻ കരയാൻ തുടങ്ങി. അവൻ്റെ കണ്ണുനീർ കവിളിലൂടെ ഒഴുകി ഉടനെ മരവിച്ചുപോയി. ആ നിമിഷം എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. താഴെ വിമാനത്തിൽ തങ്ങളെ കാത്തിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് എന്തു മറുപടി നൽകും? തങ്ങൾ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന സത്യം അവരോടെങ്ങനെ പറയും? റോബർട്ടോ തല താഴ്ത്തിയിരുന്നു. അവൻ്റെ മനസ്സിൽ തൻ്റെ കുടുംബത്തിൻ്റെ മുഖങ്ങൾ മിന്നിമറഞ്ഞു. പക്ഷെ നാൻഡോയുടെ ഉള്ളിൽ ഒരു കനൽ ബാക്കിയുണ്ടായിരുന്നു. അവൻ ദൂരേക്ക് നോക്കി. അങ്ങ് ദൂരെ 2 മലകൾക്കിടയിൽ ഒരു ചെറിയ വഴി പോലെ തോന്നി. അവിടെ മഞ്ഞ് കുറവാണ്, പാറകൾ കാണാം. നമുക്ക് അങ്ങോട്ട് പോകാം, നാൻഡോ പറഞ്ഞു. മരിക്കുകയാണെങ്കിൽ നമുക്ക് നടന്നുകൊണ്ട് മരിക്കാം, ഇരുന്നു കൊണ്ട് മരിക്കണ്ട. അവൻ്റെ ആ വാക്കുകൾ ഒരു ചെറിയ വെളിച്ചം പോലെ ആ ഇരുട്ടിൽ തെളിഞ്ഞു. അവർ മലയുടെ മറുഭാഗത്തുകൂടി താഴേക്കിറങ്ങാൻ തുടങ്ങി. ഇറക്കം കയറ്റത്തേക്കാൾ അപകടകരമായിരുന്നു. മഞ്ഞുറച്ച് കട്ടിപിടിച്ചിരിക്കുന്നു. ഒരു ചെറിയ തെറ്റുമതി ആയിരക്കണക്കിനടി താഴേക്ക് വീഴാൻ. അവർ തങ്ങളുടെ കൈകളിൽ പാറകളിൽ മുറുകെ പിടിച്ചു. വിരലുകളിലെ ചർമ്മം ഉരഞ്ഞ് രക്തം വരുന്നുണ്ട്. പക്ഷെ ആ രക്തം ഉടനെ തണുത്ത് കട്ട പിടിക്കുന്നു. വേദന പോലും മരവിച്ചു പോയിരിക്കുന്നു. വൈകുന്നേരമായപ്പോഴേക്കും അവരൊരു ചെറിയ സമതലത്തിലെത്തി. അവിടെ മഞ്ഞ് അല്പം കുറവായിരുന്നു. അവർ തങ്ങൾ തുന്നിയുണ്ടാക്കിയ ആ സ്ലീപ്പിംഗ് ബാഗിനുള്ളിൽ കയറിക്കൂടി. പരസ്പരം കെട്ടിപ്പിടിച്ചു നടന്നു. ശരീരത്തിൻ്റെ ചൂട് നിലനിർത്താൻ അതല്ലാതെ മറ്റൊരു വഴിയുമില്ല. രാത്രിയിൽ അവരൊരു വിചിത്രമായ ശബ്ദം കേട്ടു. മഞ്ഞിനടിയിൽ നിന്ന് വരുന്ന ഒരു ഞരക്കം പോലെ. മഞ്ഞ് പതുക്കെ വിള്ളരുന്ന ശബ്ദം. അവർ അനങ്ങാതെ കിടന്നു. ശ്വാസം പോലും വിട്ടില്ല. എന്തോ ഒന്ന് തങ്ങൾക്ക് താഴെ സംഭവിക്കുന്നുണ്ട്. പെട്ടെന്ന് അവർ കിടന്നിരുന്ന സ്ഥലം അല്പം താഴേക്ക് ഇടിഞ്ഞു. അവർ ഭയന്നുപോയി. അതൊരു വലിയ മഞ്ഞിടിച്ചിലിൻ്റെ തുടക്കമാണ്. അവർ പതുക്കെ പുറത്തിറങ്ങി, ചുറ്റും നോക്കി. ഒന്നുമില്ല. ഇരുട്ടിൽ മലകൾ കറുത്ത പ്രേതങ്ങളെപ്പോലെ നിൽക്കുന്നു. നക്ഷത്രങ്ങൾ ആകാശത്ത് തിളങ്ങുന്നുണ്ട്. അവ എത്രയോ അകലെയാണ്. തങ്ങളെ സഹായിക്കാൻ ആർക്കും കഴിയില്ല. പ്രപഞ്ചത്തിൽ തങ്ങൾ എത്രമാത്രം നിസ്സഹാരാണെന്ന് ആ രാത്രി അവർ തിരിച്ചറിഞ്ഞു. 4-ാം ദിവസം അവർ വീണ്ടും നടന്നു തുടങ്ങി. വിശപ്പിപ്പോൾ ഒരു മരവിപ്പായി മാറിയിരിക്കുന്നു. വയറു വിശക്കുന്നില്ല, പകരം ശരീരം പതുക്കെ നശിച്ചുകൊണ്ടിരിക്കുന്നു. പേശികൾ ഉരുകിത്തീരുന്നു. ഓരോ ചുവടുമെടുക്കാൻ സെക്കൻഡുകൾ വേണ്ടിവരുന്നു. നാൻഡോയുടെ കണ്ണുകൾ കുഴിഞ്ഞുപോയിരിക്കുന്നു. അവൻ ദൂരെയുള്ള ആ പാറകൾ മാത്രം നോക്കി നടന്നു. റോബർട്ടോ പിന്നിലാണ്. അവൻ്റെ കാലുകൾ ഇടറുന്നു. ടിൻഡിൻ കുറച്ചു ദൂരെ മാറി നടക്കുന്നു. അവർക്കിടയിൽ സംസാരമില്ല. ഊർജം സംരക്ഷിക്കണം. ഓരോ വാക്കും ഒരു ചുവടിന് തുല്യമാണ്. പതുക്കെ മഞ്ഞിൻ്റെ വെളുത്ത നിറം മാറുന്നതവർ ശ്രദ്ധിച്ചു. മഞ്ഞു പകരം ചെറിയ കല്ലുകൾ കണ്ടു തുടങ്ങി. മഞ്ഞുരുകി താഴേക്കൊഴുകുന്ന ചെറിയ നീർച്ചാലുകൾ. ആ വെള്ളം കണ്ടപ്പോൾ അവർക്ക് സന്തോഷം തോന്നി. അവർ മുട്ടുകുത്തി നിന്ന് ആ തണുത്ത വെള്ളം കുടിച്ചു. അതവരുടെ തൊണ്ടയെ പൊള്ളിച്ചു. പക്ഷെ ആ വെള്ളത്തിന് ജീവന്റെ രുചിയുണ്ടായിരുന്നു. മഞ്ഞ് കഴിക്കുന്നത് പോലെ അല്ല അത്. മണ്ണ് കാണാൻ തുടങ്ങിയപ്പോൾ അവർക്ക് തോന്നി തങ്ങൾ പതുക്കെ ഭൂമിയിലേക്ക് മടങ്ങി വരികയാണെന്ന്. മഞ്ഞ് സാമ്രാജ്യം അവസാനിക്കാൻ പോകുന്നു. അവർ ആവേശത്തോടെ വേഗത കൂട്ടി. താഴേക്ക് പോകുന്തോറും താപനില അല്പം കൂടി വരുന്നു. വായുവിൽ ശ്വസിക്കാൻ എളുപ്പമായി തോന്നി. പക്ഷേ അവശത അവരെ വിടാതെ പിന്തുടർന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ അവരൊരു വലിയ താഴ്വരയിലെത്തി. അവിടെ മഞ്ഞ് പൂർണ്ണമായും മാറിയിരിക്കുന്നു. ചാരനിറത്തിലുള്ള പാറകളും വരണ്ട മണ്ണും മാത്രം. പക്ഷെ ചുറ്റും നോക്കിയപ്പോൾ അവർക്ക് വീണ്ടും നിരാശ തോന്നി. അവിടെയും മനുഷ്യൻ്റെ അടയാളങ്ങളൊന്നുമില്ല. ജീവനുള്ള ഒന്നിനെയും കാണാനില്ല. ആ പ്രദേശം ഒരു മരുഭൂമി പോലെ നിശബ്ദമായിരുന്നു. അവർ പതുക്കെ ഒരു പാറയുടെ തണലിലിരുന്നു. നാൻഡോ തൻ്റെ ബാഗിൽ നിന്ന് ഉണങ്ങിയ മാംസത്തിൻ്റെ ഒരു കഷ്ണമെടുത്തു. അത് കഴിക്കുമ്പോൾ അവന് തൻ്റെ സുഹൃത്തുക്കളുടെ മുഖം ഓർമ്മ വന്നു. തങ്ങളിപ്പോൾ എവിടെയാണെന്ന് അവർക്കറിയാമോ? തങ്ങൾ മരിച്ചു എന്നവർ ഉറപ്പിച്ചിട്ടുണ്ടാകുമോ? പെട്ടെന്ന് കാറ്റിലൊരു ഗന്ധം പടർന്നു. അത് മഞ്ഞിൻ്റെ ഗന്ധമായിരുന്നില്ല, കരിഞ്ഞ മരത്തിൻ്റെ ഗന്ധം പോലെ, പുകയുടെ മണം. അവർ 3 പേരും ചുറ്റും നോക്കി. എവിടെ നിന്നാണ് ഈ മണം വരുന്നത്? അങ്ങ് ദൂരെ മലയിടക്കിനപ്പുറം ചെറിയൊരു പുകയുയരുന്നത് അവർ കണ്ടു. അതൊരു തീയാവാമോ? അതോ വെറും തോന്നലാണോ?
അവർ പരസ്പരം നോക്കി. ആ കണ്ണുകളിൽ ആദ്യമായൊരു മിന്നൽ പിണർ കണ്ടു. പ്രതീക്ഷയുടെ മിന്നൽ പിണർ. അവരെഴുന്നേറ്റു. കാലുകളിലെ വേദന അവർ മറന്നു. ആ പുക ലക്ഷ്യമാക്കി അവർ നടന്നു. പാറകൾക്കിടയിലൂടെ അവർ ഓടാൻ ശ്രമിച്ചു. പക്ഷെ ശരീരം അതിനനുവദിച്ചില്ല. അവർ പതുക്കെ ഇഴഞ്ഞു നീങ്ങി. സൂര്യൻ താഴാൻ തുടങ്ങിയിരിക്കുന്നു. മലകളുടെ നിഴലുകൾ താഴ്വരയെ മൂടി. പുക കാണാതായി. അവർ നിരാശയോടെ അവിടെ നിന്നു. ഇത് വെറുമൊരു ആവിയായിരുന്നു. അതോ കാറ്റ് തങ്ങളെ വീണ്ടും ചതിച്ചതാണോ? ഇരുട്ടു പടരുമ്പോൾ തണുപ്പ് വീണ്ടും കൂടാൻ തുടങ്ങി. അവരൊരു പാറക്കെട്ടിനുള്ളിൽ അഭയം തേടി. ആ രാത്രി അവർക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ആ പുകയുടെ മണം അവരുടെ നാസാരന്ധ്രങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടായിരുന്നു. തങ്ങൾ രക്ഷപ്പെടാൻ പോകുകയാണോ അതോ ഇതൊരു അവസാനത്തെ പരീക്ഷണമാണോ? നേരം വെളുക്കാൻ അവർ കാത്തിരുന്നു. വെളിച്ചം വന്നപ്പോൾ അവർ കണ്ടത് വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. ദൂരെ ഒരു ആറിന്റെ തീരത്ത് ഒരാൾ നിൽക്കുന്നു. കുതിരയുടെ കൂടെ ഒരാൾ. അവനൊരു തൊപ്പി ധരിച്ചിട്ടുണ്ട്. അവൻ തങ്ങളെ നോക്കുന്നുണ്ടോ? അവർ കൈകൾ വീശി ഉറക്കെ നിലവിളിക്കാൻ ശ്രമിച്ചു. പക്ഷെ ശബ്ദം പുറത്തേക്ക് വന്നില്ല. അവരുടെ തൊണ്ട ഉണങ്ങിപ്പോയിരുന്നു. അവർ ആറിന്റെ തീരത്തേക്ക് ഓടി. ആറ് അവർക്ക് കുറുകെ ഒഴുകുന്നുണ്ടായിരുന്നു. അക്കരെ നിൽക്കുന്ന ആ രൂപം അനങ്ങി. അയാൾ പതുക്കെ അവിടെ നിന്ന് പോകാൻ തുടങ്ങി. നിൽക്കൂ, ഞങ്ങളെ രക്ഷിക്കൂ, നാൻഡോ ഉള്ളിൽ നിലവിളിച്ചു. പക്ഷെ വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. ആ മനുഷ്യൻ മറഞ്ഞുപോയി. താഴ്വര വീണ്ടും നിശബ്ദമായി. അവർ ആറിന്റെ തീരത്ത് തകർന്നു വീണു. തങ്ങൾ ഇത്രയും ദൂരം വന്നത് ഇവിടെ വന്ന് മരിക്കാനാണ്. പെട്ടെന്ന് ആറിന്റെ അക്കരെ നിന്ന് ഒരു കല്ല് ഇപ്പുറത്തേക്ക് തെറിച്ചു വീണു. ആ കല്ലിൽ ഒരു കടലാസ് കഷ്ണം പൊതിഞ്ഞു കെട്ടിയിരുന്നു. നാൻഡോ വിറയ്ക്കുന്ന കൈകളോടെ ആ കടലാസ് എടുത്തു. അതിലെന്തോ എഴുതിയിട്ടുണ്ട്. അവൻ ആ കടലാസ് വായിക്കാൻ തുടങ്ങി. അവന്റെ കണ്ണുകൾ വികസിച്ചു. ആ കൈകൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അക്കരെ നിന്ന് ആ മനുഷ്യൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഇത്തവണ അയാളുടെ കയ്യിൽ ഒരു വലിയ വടിയുണ്ടായിരുന്നു. അയാൾ എന്തോ എറിയാനൊരുങ്ങുകയാണ്. നാൻഡോയുടെ കൈകൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആ കല്ലിൽ ചുറ്റിയ കടലാസ് കഷ്ണം അവൻ പതുക്കെ നിവർത്തി. അതൊരു ചെറിയ പെൻസിൽ കഷ്ണവും ഒരു വെള്ള കടലാസുമായിരുന്നു. അക്കരെ നിൽക്കുന്ന ആ മനുഷ്യൻ ഒരു കുതിരക്കാരൻ. തന്റെ കയ്യിലുണ്ടായിരുന്ന എന്തോ ഒന്ന് ഇങ്ങോട്ട് എറിഞ്ഞു തന്നിരിക്കുന്നു. സംസാരിക്കാൻ കഴിയാത്തത്ര ദൂരത്താണവർ. നദിയുടെ ഇരമ്പൽ എല്ലാ ശബ്ദങ്ങളെയും വിഴുങ്ങുന്നു. നാൻഡോ മുട്ടുകുത്തിയിരുന്നു. തന്റെ വിരലുകൾക്കിടയിൽ ആ പെൻസിൽ മുറുകെ പിടിച്ചു. എഴുതാൻ തുടങ്ങുമ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞു. വാക്കുകൾ അവന്റെ ഉള്ളിൽ തിങ്ങിക്കൂടി. 72 ദിവസത്തെ വേദന, വിശപ്പ്, മരണം, പ്രതീക്ഷ എല്ലാം ആ ഒരു ചെറിയ കടലാസിൽ ഒതുക്കണം. ഞാൻ മലനിരകളിൽ തകർന്നു വീണ ഒരു വിമാനത്തിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉറുഗ്വേക്കാരനാണ്. ഞങ്ങൾ 10 ദിവസമായി നടക്കുന്നു. എൻ്റെ കൂടെ ഒരു സുഹൃത്തുണ്ട്. അവൻ പരിക്കേറ്റ് തളർന്നിരിക്കുകയാണ്. വിമാനത്തിൽ ഇനിയും 14 പേർ ബാക്കിയുണ്ട്. അവർക്ക് വേഗത്തിൽ സഹായം വേണം. ഞങ്ങളുടെ പക്കൽ ഭക്ഷണമില്ല. ഞങ്ങൾ തളർന്നിരിക്കുന്നു. ദയവായി ഞങ്ങളെ രക്ഷിക്കൂ. ഞങ്ങൾ എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. അവൻ ആ കടലാസ് വീണ്ടും ആ കല്ലിൽ ചുറ്റി. തന്റെ ശരീരത്തിലെ അവസാനത്തെ കരുത്തെടുത്ത് അവൻ ആ കല്ല് നദിക്ക് അക്കരെ എത്തിക്കാൻ ശ്രമിച്ചു. കല്ല് വായുവിൽ ഒരു വട്ടം കറങ്ങി ആറിന്റെ അക്കരെയുള്ള മണലിൽ ചെന്ന് വീണു. ആ കുതിരക്കാരൻ പതുക്കെ നടന്ന് ആ കല്ലെടുത്തു. അവൻ ആ സന്ദേശം വായിച്ചു. അവൻ തലയുയർത്തി നാൻഡോയെ നോക്കി. അവന്റെ കണ്ണുകളിൽ ഒരു വലിയ തിരിച്ചറിവുണ്ടായിരുന്നു. ആ പർവ്വതങ്ങളിൽ നിന്ന് ആരും ജീവനോടെ മടങ്ങിവരുമെന്ന് അയാൾ കരുതിയിട്ടുണ്ടാവില്ല. അയാൾ തന്റെ തൊപ്പി ഊരി ആംഗ്യം കാണിച്ചു. എന്നിട്ട് തന്റെ സഞ്ചിയിൽ നിന്ന് 2 ചെറിയ റൊട്ടി കഷ്ണങ്ങൾ എടുത്ത് ആറിനിപ്പുറത്തേക്ക് എറിഞ്ഞു തന്നു. ആ റൊട്ടി കഷ്ണം മണലിൽ വീണപ്പോൾ നാൻഡോ അത് വാരിയെടുത്തു. 72 ദിവസങ്ങൾക്ക് ശേഷം ആദ്യമായി മനുഷ്യനുണ്ടാക്കിയ ഒരു ഭക്ഷണപദാർത്ഥം അവന്റെ കയ്യിലിരിക്കുന്നു. അതിന്റെ മണം, അത് ജീവന്റെ മണമായിരുന്നു. അവനത് പകുതിയാക്കി റോബർട്ടോയ്ക്ക് നൽകി. അവരത് പതുക്കെ ചവച്ചു. ഓരോ തരിയും അവരുടെ നാവിലെ മരവിപ്പിനെ മാറ്റുന്നതുപോലെ തോന്നി. കുതിരക്കാരൻ തന്റെ കുതിരയെ വേഗത്തിൽ ഓടിച്ചുപോയി. അവൻ സഹായത്തിനായി പോവുകയാണ്. പക്ഷേ നാൻഡോയ്ക്കും റോബർട്ടോയ്ക്കും ഭയം തോന്നി. അയാൾ തിരിച്ചു വരുമോ? അതോ ഇതൊരു സ്വപ്നം മാത്രമാണോ? ചുറ്റും വീണ്ടും നിശബ്ദത പടർന്നു. നദിയുടെ ശബ്ദം മാത്രം ബാക്കി. അവർ ആ മണലിൽ കിടന്നു. 10 ദിവസത്തെ നടത്തം അവരുടെ ശരീരത്തെ പൂർണ്ണമായും തളർത്തിയിരുന്നു. പതുക്കെ ഇരുട്ട് പടർന്നു. മലനിരകൾക്ക് മുകളിൽ ചന്ദ്രൻ ഉദിച്ചു. ആ വെളിച്ചത്തിൽ നദി വെള്ളിനൂലുപോലെ തിളങ്ങി. അവർക്കുറങ്ങാൻ കഴിഞ്ഞില്ല. ഓരോ നിമിഷവും അവർ ആ കുതിരക്കാരനെ കാത്തിരുന്നു. തണുപ്പ് അപ്പോഴുമുണ്ടായിരുന്നു. പക്ഷേ അത് ആൻഡീസിലെ ആ കൊടും തണുപ്പ് പോലെയല്ല. ഇവിടെ മണ്ണുണ്ട്, പുല്ലുണ്ട്, ഒഴുകുന്ന വെള്ളമുണ്ട്. തങ്ങൾ മരിച്ചിട്ടില്ലെന്ന് അവർ പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നു. അതേസമയം കിലോമീറ്ററുകൾക്കപ്പുറം
തകർന്ന വിമാനത്തിനുള്ളിൽ ബാക്കിയുള്ള 14 പേർ മരണത്തെ കാത്തു കിടക്കുകയായിരുന്നു. അവർക്ക് നാൻഡോയെക്കുറിച്ചോ റോബർട്ടോയെക്കുറിച്ചോ ഒരു വിവരവുമില്ല. അവർ മലകൾ കടന്നോ അതോ മഞ്ഞിൽ അവസാനിച്ചോ? ഓരോ ദിവസവും അവർ ആകാശത്തേക്ക് നോക്കി. എന്തെങ്കിലും ഒരു ശബ്ദം, വിമാനത്തിന്റെ മൂളൽ, ഒന്നും കേൾക്കാനില്ല. അവരുടെ ശരീരം പൂർണ്ണമായും നശിച്ചിരിക്കുന്നു. എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. വിമാനത്തിനുള്ളിലെ വായുവിൽ മരണത്തിന്റെ തണുപ്പ് വീണ്ടും കനക്കുന്നു. അവർ നാൻഡോയ്ക്കും റോബർട്ടോയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ചു. അവർ രക്ഷപ്പെട്ടാൽ മാത്രമേ തങ്ങൾക്കൊരു സാധ്യതയുള്ളൂ എന്നവർക്കറിയാമായിരുന്നു. നേരം വെളുത്തു. താഴ്വരയിൽ പക്ഷികളുടെ ശബ്ദം കേട്ടു തുടങ്ങി. നാൻഡോ ദൂരേക്ക് നോക്കിയിരുന്നു. പെട്ടെന്നും ദൂരെ നിന്നൊരു ശബ്ദം കേട്ടു. കുതിരക്കുളമ്പടികളുടെ ശബ്ദം. ഒന്നല്ല, ഒരുപാട് കുതിരകൾ. കുതിരക്കാരൻ തിരിച്ചു വന്നിരിക്കുന്നു. അവന്റെ കൂടെ കൂടുതൽ ആളുകളുണ്ട്. ചിലിയൻ പോലീസ് സംഘമായിരുന്നു അത്. അവർ നദിക്കക്കരെ എത്തിയപ്പോൾ നാൻഡോയ്ക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. അവൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ അവന്റെ കാലുകൾ തളർന്നുപോയി. അവൻ ആ മണലിൽ മുട്ടുകുത്തിയിരുന്നു. അവർ അവനെ അക്കരെ എത്തിച്ചു. അവന്റെ മുഷിഞ്ഞ വസ്ത്രങ്ങളും വളർന്ന താടിയും കുഴിഞ്ഞ കണ്ണുകളും കണ്ട് ആ മനുഷ്യർ സ്തബ്ധൻ നിന്നുപോയി. ഞങ്ങൾ മലനിരകളിൽ നിന്നാണ് വരുന്നത് എന്ന് നാൻഡോ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. അവർ അവരെ ഒരു ചെറിയ പുരയിലേക്ക് കൊണ്ടുപോയി. അവിടെ അവർക്ക് നല്ല ആഹാരവും വെള്ളവും നൽകി. പതുക്കെ വാർത്ത ലോകം മുഴുവൻ പടരാൻ തുടങ്ങി. ആൻഡീസ് മലനിരകളിൽ കാണാതായ വിമാനത്തിലെ യാത്രക്കാർ ജീവനോടെയുണ്ട്. വിശ്വസിക്കാൻ കഴിയാത്ത ഒരു വാർത്തയായിരുന്നു അത്. പത്രലേഖകരും അധികാരികളും അങ്ങോട്ട് കുതിച്ചു. പക്ഷേ നാൻഡോയ്ക്ക് ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിമാനത്തിൽ ഇനിയും 14 പേർ ബാക്കിയുണ്ട്. അവർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. വേഗത്തിൽ ഹെലികോപ്റ്ററുകൾ അയക്കൂ. അവന്റെ ശബ്ദം ആവേശവും ഭയവും കൊണ്ട് വിറച്ചു. ഉച്ചയായപ്പോഴേക്കും 2 ഹെലികോപ്റ്ററുകൾ അവിടെ എത്തി. പക്ഷേ പൈലറ്റുമാർക്ക് ആശങ്കയുണ്ടായിരുന്നു. ആൻഡീസ് മലനിരകൾക്ക് മുകളിൽ ഹെലികോപ്റ്റർ പറത്തുക എന്നത് വലിയ റിസ്ക്കാണ്. കാറ്റ് അതിശക്തമാണ്. കൂടാതെ മേഘങ്ങൾ മലകളെ പൊതിഞ്ഞിരിക്കുന്നു. വിമാനം എവിടെയാണെന്ന് കൃത്യമായി അറിയില്ല. ഞാൻ കാണിച്ചു തരാം, നാൻഡോ പറഞ്ഞു. തന്റെ തളർച്ച പോലും മറന്ന് അവൻ ആ ഹെലികോപ്റ്ററിൽ കയറി. അവൻ ആ ജനാലയിലൂടെ താഴേക്ക് നോക്കി. തങ്ങൾ ഇത്രയും കാലം അനുഭവിച്ച ആ നരകം വീണ്ടും കാണാൻ അവൻ പോകുകയാണ്. ഹെലികോപ്റ്റർ പതുക്കെ ഉയർന്നു. മലനിരകൾക്ക് മുകളിൽ ഹെലികോപ്റ്റർ പറന്നു. വെളുത്ത മഞ്ഞു വീണ്ടും കണ്ടു തുടങ്ങി. നാൻഡോ കണ്ട കണ്ണുകൾ കൊണ്ട് ആ തകർന്ന വിമാനം തിരഞ്ഞു. ഓരോ മലയും ഒരുപോലെ തോന്നി. പൈലറ്റുമാർക്ക് വഴി തെറ്റുന്നുണ്ടോ എന്നവൻ ഭയന്നു. പെട്ടെന്ന് ഒരു മലയിടുക്കിന് താഴെയായി ഒരു ചെറിയ വെളുത്ത കഷ്ണം അവൻ കണ്ടു. അവിടെയാണവർ, അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഹെലികോപ്റ്റർ ആ ദിശയിലേക്ക് തിരിഞ്ഞു. താഴെ മണലിൽ 14 രൂപങ്ങൾ അനങ്ങുന്നതവർ കണ്ടു. അവർ കൈകൾ വീശുന്നു. അവർ കരയുന്നു. 72 ദിവസത്തെ കാത്തിരിപ്പിന് അന്ത്യം കുറിക്കാൻ പോകുന്നു. ഹെലികോപ്റ്ററുകൾ പതുക്കെ വിമാനത്തിനടുത്തേക്ക് താഴ്ന്നു. പക്ഷേ കാറ്റ് അത്രയ്ക്കും ശക്തമായിരുന്നു. ഹെലികോപ്റ്ററിന്റെ ചിറകുകൾ മണ്ണിൽ തട്ടാൻ സാധ്യതയുണ്ട്. പൈലറ്റുമാർ വളരെ കഷ്ടപ്പെട്ട് വിമാനത്തിന് അല്പം അകലെയായി ഹെലികോപ്റ്റർ നിശ്ചലമാക്കി നിർത്തി. രക്ഷാപ്രവർത്തകർ മണ്ണിലേക്ക് ചാടിയിറങ്ങി. വിമാനത്തിനുള്ളിലിരുന്നവർ പുറത്തേക്ക് വരാൻ ശ്രമിച്ചു. അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. രക്ഷ വന്നിരിക്കുന്നു. തങ്ങളുടെ സുഹൃത്ത് നാൻഡോ ഹെലികോപ്റ്ററിൽ നിന്ന് താഴേക്ക് നോക്കി നിൽക്കുന്നത് അവർ കണ്ടു. അതൊരു മാന്ത്രിക നിമിഷമായിരുന്നു. മരണത്തിന്റെ താഴ്വരയിൽ നിന്ന് ജീവന്റെ ലോകത്തേക്ക് അവർ തിരിച്ചു നടക്കാൻ തുടങ്ങുകയാണ്. ആദ്യത്തെ 6 പേരെ ഹെലികോപ്റ്ററിൽ കയറ്റി. ബാക്കിയുള്ളവർ കടുത്ത യാത്രയ്ക്കായി കാത്തുനിൽക്കണം. ഹെലികോപ്റ്റർ പതുക്കെ മലകൾക്ക് മുകളിലേക്ക് ഉയർന്നു. വിമാനത്തിനടുത്തായി രക്ഷാപ്രവർത്തകർ കുറച്ചുപേർ തങ്ങി. അവർക്ക് ഭക്ഷണവും പുതപ്പും നൽകി. രാത്രിയാകാൻ പോകുന്നു. കാറ്റ് വീണ്ടും കൂടി വരുന്നു. ബാക്കിയുള്ള 8 പേരും രക്ഷാപ്രവർത്തകരും ആ തകർന്ന വിമാനത്തിനുള്ളിൽ ഒരു രാത്രി കൂടി ചിലവഴിക്കേണ്ടി വരും. പക്ഷേ ഈ രാത്രി മുൻപത്തെ രാത്രികൾ പോലെയല്ല. ഇന്ന് അവരുടെ കൂടെ പ്രതീക്ഷയുണ്ട്. അവരുടെ ചുറ്റും ഭക്ഷണത്തിന്റെ മണമുണ്ട്. അവരുടെ ചുറ്റും സ്നേഹത്തിന്റെ ചൂടുണ്ട്. വിമാനത്തിനുള്ളിലിരുന്നവർ പതുക്കെ ഭക്ഷണം കഴിച്ചു. അവർ തങ്ങളുടെ കഥകൾ രക്ഷാപ്രവർത്തകരോട് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം മാത്രം അവർ പറയാൻ മടിച്ചു. തങ്ങൾ എങ്ങനെയാണ് ഇത്രയും ദിവസം ജീവിച്ചത്? ആ ചോദ്യം വായുവിൽ തങ്ങി നിന്നു. രക്ഷാപ്രവർത്തകർ വിമാനത്തിന് പുറത്തുള്ള കാഴ്ചകൾ കണ്ടിരുന്നു. മഞ്ഞിൽ ചിതറിക്കിടക്കുന്ന എല്ലുകൾ. അവർക്കെല്ലാം മനസ്സിലായി. പക്ഷെ അവർ ഒന്നും ചോദിച്ചില്ല. ഈ മനുഷ്യരനുഭവിച്ച നരകം ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയില്ല. അതിജീവനം എന്നത് എല്ലാ നിയമങ്ങൾക്കും അപ്പുറമാണെന്ന് അവർക്കറിയാമായിരുന്നു. പിറ്റേന്ന് രാവിലെ ബാക്കിയുള്ളവരെയും രക്ഷാപ്രവർത്തകർ ഹെലികോപ്റ്റർ വഴി രക്ഷപ്പെടുത്തി. അവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകപ്പെട്ടു. ലോകം മുഴുവൻ അവരുടെ കഥ കേട്ട് ഞെട്ടി. അസാധ്യമായതിനെ അതിജീവിച്ച മനുഷ്യർ എന്നവരെ വിളിച്ചു. പക്ഷേ ആ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു വലിയ മുറിവുണ്ടായിരുന്നു. മരിച്ചു വീണ തങ്ങളുടെ സുഹൃത്തുക്കളുടെ മുഖം അവരെ വിടാതെ പിന്തുടർന്നു. തങ്ങൾ ജീവിച്ചിരിക്കുന്നത് മറ്റൊരാളുടെ മരണത്തിന്റെ വില നൽകിയിട്ടാണെന്ന തിരിച്ചറിവ് അവരെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. ആശുപത്രിയിലെ വെള്ളവിരിപ്പിന് മുകളിൽ കിടക്കുമ്പോൾ
നാൻഡോ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. ദൂരെ ആൻഡീസ് മലനിരകൾ തലയുയർത്തി നിൽക്കുന്നു. ആ മലകൾ ഇനിയും ഒരുപാട് രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. തന്നെ വിഴുങ്ങാൻ നോക്കിയ ആ മലകൾ ഇപ്പോൾ വെറുമൊരു കാഴ്ച മാത്രം. പക്ഷേ തൻ്റെ ഉള്ളിലെ തണുപ്പ് മാറിയോ? ആ തണുപ്പിനി എന്നും തൻ്റെ കൂടെ ഉണ്ടാകുമോ? ആശുപത്രി മുറിയിലേക്കൊരു നേഴ്സ് കടന്നു വന്നു. അവളൊരു റേഡിയോ ഓൺ ചെയ്തു. സംഗീതം ഒഴുകി വന്നു. നാൻഡോ ആ ശബ്ദത്തിന് കാതോർത്തു. വിമാനത്തിനുള്ളിലെ ആ ട്രാൻസിസ്റ്റർ റേഡിയോയിൽ നിന്ന് കേട്ട മരണവാർത്ത. അവൻ ഓർത്തു, ഇന്നിതാ ജീവന്റെ വാർത്തകൾ. പെട്ടെന്ന് മുറിക്കു പുറത്തൊരു വലിയ ബഹളം കേട്ടു. ഒരു കൂട്ടം ആളുകൾ അങ്ങോട്ട് വരുന്നുണ്ട്. നാൻഡോ പതുക്കെ എഴുന്നേറ്റു. വാതിൽ തുറക്കപ്പെട്ടു. അവിടെ നിൽക്കുന്നത് വാതിൽ തുറക്കപ്പെട്ടു. അവിടെ നിന്നിരുന്നത് അവന്റെ പിതാവായിരുന്നു. ഒരു നിമിഷം ആ മുറിയിൽ നിശബ്ദത തളം കെട്ടി നിന്നു. അച്ഛനും മകനും പരസ്പരം നോക്കി. വാക്കുകൾ ആ തൊണ്ടയിൽ കുടുങ്ങിപ്പോയി. 72 ദിവസങ്ങൾക്ക് മുൻപ് മകനെ യാത്രയാക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ മുഖമല്ല ഇപ്പോൾ കാണുന്നത്. നാൻഡോയുടെ മുഖം എല്ലും തോലുമായി മാറിയിരിക്കുന്നു. കണ്ണുകളിൽ ഒരു വലിയ യുദ്ധം ജയിച്ചതിന്റെ തളർച്ചയും ഒപ്പം പേടിയും നിഴലിക്കുന്നു. പിതാവ് പതുക്കെ മുന്നോട്ട് വന്നു. അവൻ മകനെ മുറുകെ കെട്ടിപ്പിടിച്ചു. ആ കെട്ടിപ്പിടുത്തത്തിൽ 1000 കഥകളുണ്ടായിരുന്നു. പക്ഷേ നാൻഡോയുടെ ഉള്ളിൽ ഒരു വലിയ ശൂന്യതയായിരുന്നു. അവന്റെ അമ്മയും സഹോദരിയും ആ മലനിരകളിൽ എന്നേക്കുമായി ഉറങ്ങുകയാണ്. അവരെ തിരികെ കൊണ്ടുവരാൻ തനിക്ക് കഴിഞ്ഞില്ല എന്ന വേദന അവന്റെ ഉള്ളിൽ ഒരു മുള്ളുപോലെ തറഞ്ഞു നിന്നു. പിതാവിന്റെ കണ്ണുനീർ നാൻഡോയുടെ തോളിൽ വീണു. അത് ചൂടുള്ളതായിരുന്നു. ആ താഴ്വരയിലെ തണുപ്പിൽ നിന്ന് അവൻ മോചിതനായിരിക്കുന്നു. പക്ഷെ അവന്റെ മനസ്സ് ഇപ്പോഴും ആ മഞ്ഞിനുള്ളിൽ തന്നെയായിരുന്നു. ആശുപത്രിയിലെ അന്തരീക്ഷം വളരെ വിചിത്രമായി നാൻഡോയ്ക്ക് തോന്നി. ചുവരുകൾക്ക് വെളുത്ത നിറം, വിരിപ്പുകൾക്ക് വെളുത്ത നിറം, പുറത്തു പെയ്യുന്ന മഞ്ഞിനെ ഓർമ്മിപ്പിക്കുന്ന വെളുപ്പ്. അവൻ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. അവിടെ മരങ്ങളുണ്ട്, പച്ചപ്പുകളുണ്ട്, മനുഷ്യർ നടന്നുപോകുന്നു. എല്ലാം വളരെ വേഗതയിൽ ചലിക്കുന്നതുപോലെ. മലനിരകളിൽ സമയം നിശ്ചലമായിരുന്നു. അവിടെ ഓരോ നിമിഷവും ഒരു യുഗമായിരുന്നു. ഇവിടെയെല്ലാം എത്ര പെട്ടെന്നാണ് മാറുന്നത്. നഴ്സുമാർ വന്നും പോയുമിരുന്നു. അവർ അവനെ തൊടുമ്പോൾ അവനൊന്ന് വിറയ്ക്കും. ഒരു മനുഷ്യന്റെ സ്പർശനം എത്രയോ കാലമായി അവൻ അറിഞ്ഞിട്ടില്ല. പരുക്കനായ മഞ്ഞും തണുത്ത ലോഹങ്ങളും മാത്രമായിരുന്നു അവന്റെ കൂട്ട്. സോപ്പിന്റെയും മരുന്നിന്റെയും മണം അവനെ ശ്വാസം മുട്ടിക്കുന്നതുപോലെ തോന്നി. അവന് വിശക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആഹാരം കാണുമ്പോൾ അവന്റെ ഉള്ളിൽ ഒരു തരം വിമ്മിഷ്ടം പടർന്നു. മറ്റൊരു മുറിയിൽ ബാക്കിയുള്ളവർ തങ്ങളുടെ കുടുംബാംഗങ്ങളെ കാണുകയായിരുന്നു. ആശുപത്രി വരാന്തകളിൽ കരച്ചിലുകളും ചിരികളും ഒരേ സമയം മുഴങ്ങുന്നു. എന്നാൽ ആ സന്തോഷത്തിനിടയിലും ഒരു കറുത്ത നിഴൽ അവിടെ പടർന്നു കിടപ്പുണ്ട്. മരിച്ചുപോയവരുടെ കുടുംബങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവർ ബാക്കിയുള്ളവരോട് ചോദിച്ചു, എന്റെ മകൻ എവിടെ? അവൻ അവസാനമായി എന്താണ് പറഞ്ഞത്? ആ ചോദ്യങ്ങൾക്ക് മുന്നിൽ രക്ഷപ്പെട്ടവർ നിശബ്ദരായി. സത്യം പറയാൻ അവർക്ക് ഭയമായിരുന്നു. ആ മലനിരകളിൽ നടന്ന കാര്യങ്ങൾ പുറം ലോകം എങ്ങനെ സ്വീകരിക്കും? തങ്ങൾ ജീവിച്ചിരിക്കുന്നത് തങ്ങളുടെ സുഹൃത്തുക്കളുടെ മാംസം കഴിച്ചിട്ടാണെന്ന് എങ്ങനെ ഒരു അമ്മയോട് പറയും? ആ രഹസ്യം അവരുടെ ഉള്ളിൽ ഒരു കല്ലുപോലെ ഭാരമായി കിടന്നു. അവർ പരസ്പരം നോക്കി. ആ കണ്ണുകളിൽ ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു. ഈ രഹസ്യം തങ്ങൾക്കിടയിൽ മാത്രം നിൽക്കണം. രാത്രിയായി. ആശുപത്രിയിലെ വിളക്കുകൾ അണഞ്ഞു. നാൻഡോ തന്റെ മൃദുവായ കിടക്കയിൽ കിടന്നു. പക്ഷെ അവൻ ഉറക്കം വന്നില്ല. ശരീരം ആ സുഖസൗകര്യങ്ങളെ നിരസിക്കുകയായിരുന്നു. തറയിൽ കിടക്കാൻ അവൻ ആഗ്രഹിച്ചു. ആ തണുത്ത വിമാനത്തിനുള്ളിൽ തന്റെ സുഹൃത്തുക്കളുടെ ചൂടിൽ ഒതുങ്ങിക്കൂടി കിടന്ന ആ രാത്രികൾ അവൻ ഓർത്തു. അവിടെ ഭയമുണ്ടായിരുന്നു, പക്ഷേ അവിടെ ഒരുമയുമുണ്ടായിരുന്നു. ഇവിടെ അവൻ തനിച്ചാണ്. പെട്ടെന്നൊരു കാറ്റടിച്ചു. ജനാലയുടെ പാളികളൊന്ന് വിറച്ചു. നാൻഡോ ഞെട്ടിയെഴുന്നേറ്റു. അതൊരു മഞ്ഞിടിച്ചിലാണെന്ന് അവൻ കരുതി. ഹൃദയം വല്ലാതെ ഇടിക്കാൻ തുടങ്ങി. ശ്വാസം കിട്ടാതെ അവൻ കിതച്ചു. ചുറ്റും നോക്കിയപ്പോൾ താൻ സുരക്ഷിതനാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. എങ്കിലും അവന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. മലകൾ അവനെ വിട്ടുപോയിട്ടില്ല. അവൻ എവിടെ പോയാലും ആൻഡീസ് മലനിരകൾ അവന്റെ കൂടെയുണ്ടാകും. പിറ്റേന്നു രാവിലെ ആശുപത്രിക്ക് പുറത്ത് പത്രക്കാരുടെ ഒരു വലിയ നിര തന്നെ ഉണ്ടായിരുന്നു. ലോകം മുഴുവൻ ഈ അതിജീവനത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ആൻഡീസിലെ അത്ഭുതമെന്നാണ് അവർ ഇതിനെ വിശേഷിപ്പിച്ചത്. അവർക്ക് ഓരോ ചെറിയ കാര്യവും അറിയണം. എങ്ങനെയാണ് നിങ്ങൾ ആ തണുപ്പിനെ അതിജീവിച്ചത്? എന്തു ഭക്ഷണമാണ് നിങ്ങൾ കഴിച്ചത്? ഈ ചോദ്യങ്ങൾ ഓരോന്നായി ഉയർന്നു വന്നപ്പോൾ രക്ഷപ്പെട്ടവർ വല്ലാതെ ബുദ്ധിമുട്ടി. അവർ കളവു പറയാൻ ശ്രമിച്ചു. ഞങ്ങൾ വിമാനത്തിലുണ്ടായിരുന്ന ഭക്ഷണ സാധനങ്ങൾ കൊണ്ട് പിടിച്ചുനിന്നു എന്നവർ പറഞ്ഞു. പക്ഷേ 72 ദിവസം കൊണ്ട് ആ ചെറിയ ഭക്ഷണങ്ങൾ തീർന്നുപോകുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. സംശയം പതുക്കെ പടരാൻ തുടങ്ങി. ചില പത്രങ്ങളിൽ വാർത്തകൾ വന്നു. അവർ എങ്ങനെയോ ഭക്ഷണം കണ്ടെത്തിയുണ്ടാകണം. പ്രകൃതിയിലില്ലാത്ത ആഹാരം അവർ എവിടെ നിന്ന് കണ്ടെത്തി? വാർത്തകൾ കടുക്കാൻ തുടങ്ങിയപ്പോൾ കത്തോലിക്കാ സഭയും അധികാരികളും ഇതിലിടപെട്ടു. ഒരു വലിയ പത്രസമ്മേളനം വിളിച്ചു ചേർക്കാൻ അവർ തീരുമാനിച്ചു. സത്യം പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. രക്ഷപ്പെട്ട 16 പേരും ഒന്നിച്ച വലിയ ഹാളിന് മുന്നിലെത്തി. 100 കണക്കിന് ക്യാമറകൾ അവർക്ക് നേരെ തിരിഞ്ഞു.
വെളിച്ചം അവരുടെ കണ്ണുകളെ അന്ധമാക്കുന്നുണ്ടായിരുന്നു. അവരുടെ വക്താവ് മുന്നോട്ട് വന്നു. അവൻ പതുക്കെ സംസാരിക്കാൻ തുടങ്ങി. ഓരോ വാക്കും ഒരു ഭാരം പോലെ പുറത്തേക്ക് വന്നു. അവർ ആൻഡീസിൽ ചെയ്ത കാര്യങ്ങൾ അവൻ തുറന്നു പറഞ്ഞു. ആ ഹാൾ നിശ്ചലമായി. ആരും ഒന്നും മിണ്ടിയില്ല. പത്രലേഖകരുടെ പെനകൾ നിശ്ചലമായി. ക്യാമറകൾ നിശ്ചലമായി. മനുഷ്യന്റെ അതിജീവനത്തിന് എത്രത്തോളം ക്രൂരമാകാൻ കഴിയുമെന്ന തിരിച്ചറിവ് അവിടെയുള്ള എല്ലാവരെയും ഞെട്ടിച്ചു. പത്രസമ്മേളനത്തിന് ശേഷം ലോകത്തിന്റെ പ്രതികരണം രണ്ടായിരുന്നു. ചിലർ അവരെ ഹീറോകളായി കണ്ടു. ചിലർ അവരെ വെറുപ്പോടെ നോക്കി. ഇത് പാപമാണെന്ന് ചിലർ വിളിച്ചു പറഞ്ഞു. പക്ഷേ ആ മലനിരകളിൽ ആ തണുപ്പിൽ ഇരുന്നിട്ടില്ലാത്തവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് നാൻഡോയ്ക്ക് അറിയാമായിരുന്നു. ജീവിതവും മരണവും തമ്മിലുള്ള നൂൽപാലത്തിൽ നിൽക്കുമ്പോൾ നീതിയും നിയമവും അപ്രസക്തമാകുന്നു. അവിടെ നിയമം ഒന്നേ ഉള്ളൂ: ജീവിക്കുക. സ്വന്തം കുടുംബാംഗങ്ങൾ പോലും അവരെ നോക്കാൻ മടിച്ചു. ചിലർ അവരെ തൊടാൻ ഭയപ്പെട്ടു. അവർ ആ മലനിരകളിൽ നിന്ന് വന്നത് വെറും മനുഷ്യരായിരുന്നില്ല, മറിച്ച് മരണത്തിന്റെ ഗന്ധം പേറുന്ന പ്രേതങ്ങളായാണ് എന്ന് ലോകം കരുതി. ദിവസങ്ങൾ കടന്നുപോയി. നാൻഡോ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലെത്തി. തന്റെ പഴയ മുറിയിലേക്ക് അവൻ കയറി. അവിടെയെല്ലാം പഴയതുപോലെ തന്നെയുണ്ട്. അവന്റെ പുസ്തകങ്ങൾ, വസ്ത്രങ്ങൾ, ഫോട്ടോകൾ. പക്ഷെ അവൻ പഴയ നാൻഡോ അല്ലായിരുന്നു. അവൻ കണ്ണാടിയിൽ നോക്കി. തന്റെ രൂപം മാറിയിരിക്കുന്നു. കണ്ണിലെ തിളക്കം പോയിരിക്കുന്നു. പകരം ഒരു തരം ശൂന്യത മാത്രം. അവൻ തന്റെ അമ്മയുടെ ഫോട്ടോയിലേക്ക് നോക്കി. അമ്മയുടെ പുഞ്ചിരി അവനെ വേദനിപ്പിച്ചു. അമ്മേ, ഞാൻ ഇവിടെയുണ്ട്, പക്ഷെ അങ്ങ് എവിടെയാണ്? അവൻ പതുക്കെ ചോദിച്ചു. ഉത്തരമായി കാറ്റ് ജനാലയിലൂടെ ഒന്ന് വീശി. ആ കാറ്റിന് മലനിരകളിലെ മഞ്ഞുകാറ്റിന്റെ മണമായിരുന്നു. ബാക്കിയുള്ള 15 പേരും സമാനമായ അവസ്ഥയിലായിരുന്നു. അവർക്ക് മറ്റാരുമായും സംസാരിക്കാൻ കഴിഞ്ഞില്ല. അവർ പരസ്പരം വിളിച്ചു. രാത്രികളിൽ അവർ ഒന്നിച്ചുകൂടി. അവർക്ക് പരസ്പരം മാത്രമേ മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ളൂ. ലോകം അവരെ ഒരു അത്ഭുതമായി നോക്കിക്കണ്ടപ്പോൾ അവർ തങ്ങളുടെ ഉള്ളിലെ മുറിവുകൾ നക്കുകയായിരുന്നു. ആ മലനിരകളിൽ തങ്ങൾ ഉപേക്ഷിച്ചുപോയ സുഹൃത്തുക്കളെക്കുറിച്ച് അവർക്ക് ഓരോ നിമിഷവും ഓർമ്മ വന്നു. അവരുടെ മാംസം തങ്ങളുടെ ശരീരത്തിൽ ഓടുന്നുവെന്ന തിരിച്ചറിവ് അവരെ വേട്ടയാടിക്കൊണ്ടിരുന്നു. അതൊരു നിത്യമായ കടപ്പാടായിരുന്നു. മരിച്ചവരുടെ ജീവിതം തങ്ങളിലൂടെ തുടരുന്നു എന്ന ഭാരമേറിയ സത്യം. ഒരു ദിവസം നാൻഡോ തന്റെ സുഹൃത്തായ റോബർട്ടോയെ കാണാൻ പോയി. റോബർട്ടോ ഒരു വലിയ പുഴയുടെ തീരത്തിരിക്കുകയായിരുന്നു. അവൻ വെള്ളത്തിലേക്ക് നോക്കി നിന്നു. നാൻഡോ അവന്റെ അടുത്ത് ചെന്നിരുന്നു. ആരും ഒന്നും മിണ്ടിയില്ല. ആ പുഴയുടെ ശബ്ദം ആൻഡീസിലെ ആ വലിയ നദിയെ ഓർമ്മിപ്പിച്ചു. നമ്മൾ ശരിക്കും രക്ഷപ്പെട്ടോ റോബർട്ടോ? നാൻഡോ പതുക്കെ ചോദിച്ചു. റോബർട്ടോ അവനെ നോക്കി. അവന്റെ കണ്ണുകളിൽ ഒരു കണ്ണുനീർത്തുള്ളി തിളങ്ങി. നമ്മുടെ ശരീരങ്ങൾ ഇവിടെയുണ്ട് നാൻഡോ, പക്ഷേ നമ്മുടെ ആത്മാക്കൾ ഇപ്പോഴും ആ വിമാനത്തിനുള്ളിൽ തന്നെയാണ്. നമ്മൾ ഒരിക്കലും ആ മലകളിൽ നിന്ന് പൂർണ്ണമായും പുറത്തു കടക്കില്ല. അവന്റെ വാക്കുകൾ ഒരു ശാപം പോലെ അന്തരീക്ഷത്തിൽ മുഴങ്ങി. പെട്ടെന്ന് ആകാശത്തൊരു ഹെലികോപ്റ്ററിന്റെ ശബ്ദം കേട്ടു. അവർ ഇരുവരും ഭയത്തോടെ മുകളിലേക്ക് നോക്കി. ആ ശബ്ദം കേൾക്കുമ്പോൾ ഇപ്പോഴും അവരുടെ ഹൃദയം നിലയ്ക്കുന്നത് പോലെ തോന്നും. അത് വെറുമൊരു സാധാരണ ഹെലികോപ്റ്ററായിരുന്നു. പക്ഷേ അവർക്ക് അതൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു. തങ്ങൾ ഇനിയും പൂർത്തിയാക്കാത്ത ഒരു കടമയുണ്ട്. ആ മലനിരകളിൽ മരിച്ചു കിടക്കുന്ന തങ്ങളുടെ സുഹൃത്തുക്കളെ ലോകത്തിന് വിട്ടുകൊടുക്കാൻ കഴിയില്ല. അവർക്ക് ആദരം നൽകണം. അവർക്കൊരു ശവസംസ്കാരം നൽകണം. ആ മണ്ണിൽ നിന്ന് അവരെ തിരികെ കൊണ്ടുവരണം. അല്ലെങ്കിൽ അവരെ ആ മണ്ണ് സ്വന്തമാക്കും. നാൻഡോ ഒരു തീരുമാനമെടുത്തു. അവന് തിരികെ പോകണം, ആ മലനിരകളിലേക്ക്. ഒരിക്കൽ കൂടി, ഇത്തവണ ഒരു അതിജീവിക്കാരനായല്ല, മറിച്ച് ഒരു മകനായി, ഒരു സുഹൃത്തായി. താൻ എവിടെ നിന്നാണോ രക്ഷപ്പെട്ടത് അവിടേക്ക് വീണ്ടും ഒരു യാത്ര. പക്ഷേ ഇത്തവണ ആ മലകൾ അവനെ സ്വാഗതം ചെയ്യുമോ? അതോ തങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവനെ അവർ വീണ്ടും തടവിലാക്കുമോ? അവൻ തന്റെ പിതാവിനോട് ഇക്കാര്യം പറഞ്ഞു. പിതാവ് അവനെ തടയാൻ ശ്രമിച്ചു. നീ ഒരിക്കൽ വരിച്ചതാണ് നാൻഡോ, ഇനിയും അങ്ങോട്ട് പോകരുത്. പക്ഷേ നാൻഡോയുടെ ഉള്ളിൽ ആ മലകളുടെ വിളി മുഴങ്ങിക്കൊണ്ടിരുന്നു. അവൻ തന്റെ ബാഗ് തയ്യാറാക്കാൻ തുടങ്ങി. ഇത്തവണ അവന്റെ കയ്യിൽ ഭക്ഷണമുണ്ട്, വസ്ത്രങ്ങളുണ്ട്, സഹായത്തിന് ആളുകളുണ്ട്. പക്ഷെ അവന്റെ പേടി പഴയതുപോലെ തന്നെയായിരുന്നു. അവൻ ആ മലകളിലേക്ക് നോക്കി. അവ പതുക്കെ ഇരുട്ടിൽ മറയുകയാണ്. ആ വെളുത്ത സാമ്രാജ്യത്തിനുള്ളിൽ താൻ ഉപേക്ഷിച്ചതെല്ലാം അവനെ കാത്തിരിക്കുകയാണ്. അവൻ പുറപ്പെടാൻ തയ്യാറെടുത്തു. പക്ഷെ വിമാനത്താവളത്തിലെത്തിയപ്പോൾ അവനെ തടയാൻ ഒരാൾ വന്നു. അതൊരു സ്ത്രീയായിരുന്നു. മരിച്ചുപോയ ഒരു സുഹൃത്തിന്റെ അമ്മ. അവളുടെ കയ്യിൽ ഒരു കത്തുണ്ടായിരുന്നു. ആ കത്ത് കണ്ടപ്പോൾ നാൻഡോയുടെ ഉള്ളിൽ ഒരു മിന്നൽ പിണർപ്പാഞ്ഞു. അവൾ ആ കത്ത് അവന് നൽകി. അതിലെന്തോ ഒന്ന് അവനെ കാത്തിരുന്നുണ്ടായിരുന്നു. പർവ്വതങ്ങളിൽ നിന്ന് വന്ന ഒരു രഹസ്യം. ആ കത്ത് കണ്ടപ്പോൾ നാൻഡോയുടെ ഉള്ളിൽ ഒരു മിന്നൽ പിണർപ്പാഞ്ഞു. ആ സ്ത്രീയുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിൽ നിരാശയും ഒപ്പം ഒരുതരം നിഗൂഢമായ ആശ്വാസവും കലർന്നിരുന്നു. അത് ഗുസ്താവോ നിക്കോളിച്ചിന്റെ അമ്മയായിരുന്നു. മലനിരകളിൽ വെച്ച് മരിച്ച തന്റെ മകന്റെ വസ്ത്രങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെടുത്ത ഒരു കത്തായിരുന്നു അത്. മരിക്കുന്നതിന് തൊട്ടുമുൻപ് അവൻ തന്റെ മാതാപിതാക്കൾക്കായി എഴുതിയ അവസാനത്തെ വാക്കുകൾ. നാൻഡോ പതുക്കെ ആ കത്തു വാങ്ങി. മഷി പടർന്ന
മഞ്ഞിന്റെ ഈർപ്പമേറ്റ ആ കടലാസിൽ ഇപ്രകാരം എഴുതിയിരുന്നു: പ്രിയപ്പെട്ട അമ്മേ, അച്ഛാ, എനിക്ക് വിശക്കുന്നു, തണുക്കുന്നു. പക്ഷേ ഞാൻ ഭയപ്പെടുന്നില്ല. എൻ്റെ സുഹൃത്തുക്കൾ ജീവിക്കാൻ വേണ്ടി എന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് സന്തോഷത്തോടെ ഞാൻ അനുവദിക്കുന്നു. നമ്മുടെ സ്നേഹം മരണത്തിനപ്പുറവും നിലനിൽക്കും. നാൻഡോയുടെ ശ്വാസം ഒരു നിമിഷം നിലച്ചു. ആ കത്ത് വെറുമൊരു കടലാസായിരുന്നില്ല. അത് ആ മലനിരകളിലെ ക്രൂരമായ സത്യത്തിനുള്ള അംഗീകാരമായിരുന്നു. ആ അമ്മ തൻ്റെ മകൻ്റെ വാക്കുകൾ വായിച്ചപ്പോൾ കരഞ്ഞില്ല. പകരം അവൾ നാൻഡോയുടെ കൈകളിൽ മുറുകെ പിടിച്ചു. നാൻഡോ, നീ ചെയ്തതിൽ തെറ്റില്ല. എൻ്റെ മകൻ നിനക്ക് നൽകിയ അനുഗ്രഹമാണത്. അവൾ മന്ത്രിച്ചു. ആ വാക്കുകൾ നാൻഡോയുടെ ഉള്ളിലെ കുറ്റബോധത്തിൻ്റെ ഭാരത്തെ അല്പം കുറച്ചു. പക്ഷേ ലോകം ഇപ്പോഴും പുറത്ത് അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ചില പത്രങ്ങൾ അവരെ നരഭോജികൾ എന്ന് വിളിച്ചു. ആ വിളിപ്പേര് അവൻ്റെ കാതുകളിൽ ഒരു ഇരമ്പലായി മുഴങ്ങിക്കൊണ്ടിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം ആ വലിയ ദൗത്യം ആരംഭിച്ചു. ആൻഡീസ് മലനിരകളിലേക്ക് ഒരിക്കൽ കൂടി മടങ്ങുക. ഇത്തവണ തനിച്ചല്ല. ഒരു പുരോഹിതനും സൈനികരും അത്യാധുനിക ഹെലികോപ്റ്ററുകളും കൂടെയുണ്ട്. വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ മരിച്ചു കിടക്കുന്ന തങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മാന്യമായ ഒരു ശവസംസ്കാരം നൽകണം. നാൻഡോ ഹെലികോപ്റ്ററിലിരുന്നു. അതിൻ്റെ ചിറകുകൾ വായുവിനെ കീറിമുറിക്കുന്ന ശബ്ദം അവനെ പഴയ ഓർമ്മകളിലേക്ക് വലിച്ചിഴച്ചു. താഴെ മഞ്ഞു പുതച്ച കൊടുമുടികൾ വീണ്ടും തെളിഞ്ഞു വന്നു. ആ വെളുത്ത ശൂന്യത തന്നെ നോക്കി ചിരിക്കുന്നത് പോലെ അവന് തോന്നി. നീ വീണ്ടും വന്നോ എന്ന് മലകൾ ചോദിക്കുന്നത് പോലെ. ഹെലികോപ്റ്റർ പതുക്കെ താഴ്ന്നു. താഴെ ആ തകർന്ന വിമാനത്തിൻ്റെ ഉടൽ കണ്ടു. 72 ദിവസത്തോളം തങ്ങളുടെ അഭയസ്ഥാനമായിരുന്ന ആ വെളുത്ത ലോഹക്കൂട് ഇപ്പോൾ ഒരു പഴയ ശവം പോലെ കിടക്കുന്നു. മഞ്ഞ് അതിൻ്റെ പകുതിയോളം വിഴുങ്ങിയിരിക്കുന്നു. നാൻഡോ ഹെലികോപ്റ്ററിൽ നിന്ന് താഴേക്ക് ചാടി. കാലുകൾ മഞ്ഞിൽ താഴ്ന്നു പോയപ്പോൾ അവനൊന്ന് വിറച്ചു. ആ തണുപ്പ്, അത് പഴയതുപോലെ തന്നെ ക്രൂരമാണ്. പക്ഷേ ഇത്തവണ അവൻ്റെ കയ്യിൽ കട്ടിയുള്ള വസ്ത്രങ്ങളുണ്ട്. അവൻ്റെ വയറ് നിറഞ്ഞിരിക്കുന്നു. ആ സുരക്ഷിതത്വം അവനൊരു തരം ലജ്ജ തോന്നിപ്പിച്ചു. തൻ്റെ സുഹൃത്തുക്കൾ ഇതേ മഞ്ഞിൽ നഗ്നരായി പട്ടിണി കിടന്നാണ് മരിച്ചത്. സൈനികർ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ പരിശോധിക്കാൻ തുടങ്ങി. പുരോഹിതൻ തൻ്റെ പ്രാർത്ഥനാ പുസ്തകം തുറന്നു. വായുവിലൊരു വല്ലാത്ത ഭാരമുണ്ടായിരുന്നു. നാൻഡോ പതുക്കെ വിമാനത്തിനുള്ളിലേക്ക് നോക്കി. അവിടെ തങ്ങളിരുന്ന സീറ്റുകൾ, തങ്ങൾ തുന്നിയ സ്ലീപ്പിംഗ് ബാഗുകൾ എല്ലാം പഴയതുപോലെ തന്നെയുണ്ട്. പക്ഷേ അവിടെ ഇപ്പോൾ ആരുമില്ല. നിശബ്ദത മാത്രം. ആ നിശബ്ദതയിൽ തൻ്റെ സുഹൃത്തുക്കളുടെ സംഭാഷണങ്ങൾ അവൻ കേൾക്കുന്നത് പോലെ തോന്നി. പെട്ടെന്ന് കാറ്റിലൊരു വലിയ ശബ്ദം കേട്ടു. മുകളിൽ നിന്നൊരു ചെറിയ മഞ്ഞുപാളി താഴേക്ക് പതിച്ചു. എല്ലാവരും ഭയത്തോടെ മുകളിലേക്ക് നോക്കി. ആൻഡീസ് ഇപ്പോഴും അപകടകാരിയാണ്. അതെപ്പോഴും ഇരയെ കാത്തിരിക്കുകയാണ്. അവർ മൃതദേഹങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി. മഞ്ഞിനടിയിൽ നിന്ന് ഓരോരുത്തരായി പുറത്തെടുക്കുമ്പോൾ നാൻഡോയ്ക്ക് മുഖം തിരിക്കേണ്ടി വന്നു. തങ്ങൾ ജീവിക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളുടെ അടയാളങ്ങൾ അവിടെ ചിതറിക്കിടക്കുന്നു. സൈനികർ നിശബ്ദരായി തങ്ങളുടെ ജോലി തുടർന്നു. അവർക്ക് ഈ ദൃശ്യങ്ങൾ താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഓരോ മൃതദേഹവും ഒരു പ്രത്യേക സ്ഥലത്തേക്ക് മാറ്റി. വിമാനത്തിന് അല്പം അകലെയായി ഒരു വലിയ കുഴിയെടുത്തു. അതവരുടെ അന്ത്യവിശ്രമ സ്ഥലമായിരിക്കും. ആ മഞ്ഞുകാറ്റിൽ കൊടുമുടികൾക്ക് താഴെ ഒരു പൊതുശ്മശാനം പതുക്കെ രൂപം കൊണ്ടു. പുരോഹിതൻ പ്രാർത്ഥന തുടങ്ങി. ലാറ്റിൻ ഭാഷയിലുള്ള മന്ത്രങ്ങൾ ആ മലനിരകളിൽ പ്രതിധ്വനിച്ചു. നാൻഡോ ഒരു വലിയ കല്ലിനടുത്ത് നിന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആ കല്ലിൽ അവൻ തൻ്റെ സഹോദരിയുടെ പേര് കൊത്തിവെക്കാൻ ശ്രമിച്ചു. അവളുടെ ചിരി, അവളുടെ അവസാന നിമിഷങ്ങൾ എല്ലാം അവൻ്റെ ഉള്ളിൽ ഒരു ചലച്ചിത്രം പോലെ മിന്നിമറിഞ്ഞു. ക്ഷമിക്കണം, അവൻ മന്ത്രിച്ചു. ആരെങ്കിലും കേൾക്കാൻ വേണ്ടിയായിരുന്നില്ല, മറിച്ച് തൻ്റെ ഉള്ളിലെ ആത്മാവിനെ ശാന്തമാക്കാൻ വേണ്ടിയായിരുന്നു. ശവസംസ്കാരം കഴിഞ്ഞ് അവർ അവിടെ ഒരു വലിയ ഇരുമ്പ് കുരിശ് സ്ഥാപിച്ചു. ആ കുരിശ് ആ വെളുത്ത മഞ്ഞിൽ ഒരു കറുത്ത വര പോലെ വേറിട്ട് നിന്നു. ലോകത്തോടവർ വിളിച്ചു പറയുകയായിരുന്നു, ഇവിടെ കുറച്ചു മനുഷ്യർ ജീവിക്കാൻ വേണ്ടി പോരാടി വീണുപോയിരിക്കുന്നു. പെട്ടെന്ന് കാറ്റ് ശക്തമായി. വായുവിൽ മഞ്ഞുതുള്ളികൾ പാറി നടക്കാൻ തുടങ്ങി. ആകാശത്തിൻ്റെ നിറം മാറി. ഒരു കൊടുങ്കാറ്റ് വരാൻ പോകുകയാണ്. നമുക്ക് വേഗത്തിൽ പോകണം, സൈനിക തലവൻ വിളിച്ചു പറഞ്ഞു. അവർ ഹെലികോപ്റ്ററിലേക്ക് ഓടി. നാൻഡോ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങളിലേക്ക് അവസാനമായി ഒന്നുകൂടി നോക്കി. ആ വെളുത്ത ലോഹക്കൂട് പതുക്കെ മഞ്ഞിനടിയിൽ മറയുകയാണ്. ഇനി അധികം വൈകാതെ മലകൾ അതിനെ പൂർണ്ണമായും വിഴുങ്ങും. മനുഷ്യൻ്റെ അടയാളങ്ങൾ ഒന്നൊന്നായി മായും. ഹെലികോപ്റ്റർ ഉയർന്നു. നാൻഡോ താഴേക്ക് നോക്കി.
ആ കുരിശു പതുക്കെ ചെറുതായി വന്നു, ഒരു ബിന്ദു പോലെ. ചുറ്റും ഭീമാകാരമായ മലനിരകൾ. ആ കാഴ്ചയിൽ ഒരു വലിയ സത്യമുണ്ടായിരുന്നു. മനുഷ്യൻ എത്ര ശ്രമിച്ചാലും പ്രകൃതിയുടെ മുൻപിൽ അവൻ വെറുമൊരു നിസ്സാരനാണ്. തങ്ങൾ രക്ഷപ്പെട്ടത് തങ്ങളുടെ കഴിവുകൊണ്ടല്ല, മറിച്ച് പ്രകൃതിയുടെ ഒരു നിമിഷത്തെ ദയ കൊണ്ടാണ്. ആ ദയ എപ്പോൾ വേണമെങ്കിലും മാറാം. ഹെലികോപ്റ്ററിനുള്ളിൽ എല്ലാവരും നിശബ്ദരായിരുന്നു. ആർക്കും ഒന്നും സംസാരിക്കാനില്ലായിരുന്നു. അവർ കണ്ട ദൃശ്യങ്ങൾ അവരുടെ ഉള്ളിൽ ഉറച്ചുപോയിരിക്കുന്നു. തിരികെ നഗരത്തിലെത്തിയപ്പോൾ നാൻഡോയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. അവൻ തൻ്റെ പഴയ ജീവിതത്തിലേക്ക് ഇനി ഒരിക്കലും മടങ്ങാൻ കഴിയില്ല. അവനിപ്പോൾ ഒരു പുതിയ മനുഷ്യനാണ്. ജീവിതത്തിൻ്റെ മൂല്യം മരണത്തിൻ്റെ വക്കിൽ നിന്നറിഞ്ഞവൻ. അവൻ സാധാരണ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ തുടങ്ങി. ഒരു ഗ്ലാസ് വെള്ളം, സൂര്യപ്രകാശം, ഒരു ചെറിയ സംഭാഷണം, ഇതെല്ലാം ഓരോ അത്ഭുതങ്ങളായി അവന് തോന്നി. പക്ഷേ രാത്രികൾ അവനെ ഇപ്പോഴും ഭയപ്പെടുത്തി. കണ്ണുകൾ അടയ്ക്കുമ്പോൾ ആ വെളുത്ത മഞ്ഞ് സാമ്രാജ്യം വീണ്ടും അവൻ്റെ മുന്നിൽ തെളിഞ്ഞു വരും. മാസങ്ങൾ കടന്നുപോയി. രക്ഷപ്പെട്ട 16 പേരും ഇടയ്ക്കിടെ കണ്ടുമുട്ടാറുണ്ടായിരുന്നു. അവർക്കിടയിൽ ഒരു അദൃശ്യമായ ബന്ധമുണ്ടായിരുന്നു. ലോകത്തിലെ മറ്റാർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു രഹസ്യം പങ്കിടുന്നവർ. അവർ തങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ തുടങ്ങി. ചിലർ വിവാഹിതരായി, ചിലർ യാത്രകൾ തുടർന്നു. പക്ഷേ ആൻഡീസ് അവരെ എന്നും പിന്തുടർന്നു. പത്രക്കാരും എഴുത്തുകാരും അവരുടെ പിന്നാലെ നടന്നു. അവരുടെ കഥകൾ സിനിമകളായി, പുസ്തകങ്ങളായി. ലോകം ആ കഥകൾ വായിച്ച് അത്ഭുതപ്പെട്ടു. പക്ഷേ നാൻഡോയ്ക്ക് അതൊന്നും വലിയ കാര്യമായി തോന്നിയില്ല. അവൻ അറിയാമായിരുന്നു, യഥാർത്ഥ കഥ ആ മഞ്ഞിൽ ഉറങ്ങിക്കിടക്കുകയാണെന്ന്. ഒരു ദിവസം നാൻഡോ ഒരു കുന്നിൻ മുകളിൽ ഇരിക്കുകയായിരുന്നു. താഴെ കടൽ ശാന്തമായി കിടക്കുന്നു. തിരമാലകളുടെ ശബ്ദം അവനെ ആശ്വസിപ്പിച്ചു. പെട്ടെന്ന് അവൻ്റെ അരികിലേക്കൊരു ചെറിയ കുട്ടി ഓടി വന്നു. അവൻ്റെ കയ്യിൽ ഒരു കളിപ്പാട്ട് വിമാനമുണ്ടായിരുന്നു. അവനത് വായുവിൽ പറത്താൻ ശ്രമിക്കുകയായിരുന്നു. നാൻഡോ അവനെ നോക്കി ചിരിച്ചു. അത് സൂക്ഷിച്ചു പറത്തണം, അവൻ പതുക്കെ പറഞ്ഞു. ആ കുട്ടി അവനെ ഒന്ന് നോക്കി, എന്നിട്ട് വീണ്ടും കളിക്കാൻ തുടങ്ങി. നാൻഡോയുടെ മനസ്സിൽ ഒരു നിമിഷം ആ പഴയ വിമാനം ഓർമ്മ വന്നു. ചങ്ങല പൊട്ടിച്ചുപോയ ആ നിമിഷം. പെട്ടെന്ന് ആകാശത്തൊരു കറുത്ത പക്ഷി വട്ടമിട്ട് പറക്കുന്നു. അതൊരു വലിയ കഴുകനായിരുന്നു. അത് താഴേക്ക് നോക്കി ചിറകുകൾ അനക്കാതെ ഒഴുകി നടക്കുന്നു. നാൻഡോയുടെ ഉള്ളിലൊരു ചെറിയ പേടി പടർന്നു. ആ പക്ഷിയുടെ നോട്ടം മലനിരകളിലെ ആ പഴയ നോട്ടം പോലെ തോന്നി. മരണം എപ്പോഴും തൊട്ടടുത്തുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ. അവൻ എഴുന്നേറ്റു. തൻ്റെ വസ്ത്രങ്ങൾ തട്ടിക്കുടഞ്ഞു. അവന് വീട്ടിലേക്ക് പോകണം. അവൻ നടക്കാൻ തുടങ്ങുമ്പോൾ ദൂരെ നിന്നൊരു ശബ്ദം കേട്ടു. കാറ്റിൻ്റെ മൂളലല്ല, അത് തൻ്റെ പേര് വിളിക്കുന്ന ഒരു ശബ്ദമായിരുന്നു. അവൻ തിരിഞ്ഞു നോക്കി. അവിടെ ആരുമില്ല. ശൂന്യമായ കുന്നിൻ പ്രദേശം. പക്ഷെ ആ ശബ്ദം അവൻ്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അത് മലകളിൽ ഉപേക്ഷിക്കപ്പെട്ടവരുടെ വിളിയാണോ, അതോ അവൻ്റെ സ്വന്തം മനസ്സിൻ്റെ ഭ്രമമാണോ? അവൻ നടത്തം നിർത്തി. അവൻ്റെ ഹൃദയമിടിപ്പ് കൂടി വന്നു. താൻ എത്ര ദൂരം ഓടിയാലും, എത്ര വലിയ കടലുകൾ കടന്നാലും ആ മലകൾ തന്നെ വിടില്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ തൻ്റെ പോക്കറ്റിൽ കൈയിട്ടു. അവിടെ ഒരു ചെറിയ ലോഹ കഷ്ണമുണ്ടായിരുന്നു. വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് അവനെടുത്ത ഒരു ചെറിയ ലോഹ കഷ്ണം. അവനത് മുറുകെ പിടിച്ചു. പെട്ടെന്ന് അവൻ്റെ മുന്നിലെ മണ്ണിലൊരു മാറ്റം. ഒരു ചെറിയ കുഴി രൂപം കൊള്ളുന്നത് പോലെ. മണ്ണ് പതുക്കെ താഴേക്കിടിയുന്നു. അവൻ ഭയത്തോടെ ഒരടി പിന്നോട്ട് വെച്ചു. അതൊരു മണ്ണിടിച്ചിലല്ല, പക്ഷെ അവൻ്റെ കാലുകൾക്ക് താഴെയുള്ള ഭൂമി വിറയ്ക്കാൻ തുടങ്ങി. ചുറ്റുമുള്ള കാഴ്ചകൾ മങ്ങുന്നു. കടലിൻ്റെ ശബ്ദം അകന്നു പോകുന്നു. താൻ വീണ്ടും ആ മലനിരകളിൽ എത്തിപ്പെട്ടു. ഇരുട്ട് പടരുകയാണ്. അവൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ വെളുത്ത നിറം മാത്രം. അവൻ ഉറക്കെ വിളിക്കാൻ ശ്രമിച്ചു, പക്ഷേ ശബ്ദം പുറത്തു വന്നില്ല. അവൻ കണ്ണുകൾ തുറന്നു. അവൻ തൻ്റെ മുറിയിലായിരുന്നു. തണുത്ത വിയർപ്പിൽ അവൻ കുളിച്ചിരിക്കുന്നു. അതൊരു സ്വപ്നമായിരുന്നു. പക്ഷേ ആ സ്വപ്നത്തിൽ കണ്ട ആ ശബ്ദം, അതെപ്പോഴും ആ മുറിയിൽ തങ്ങിക്കിടന്നിരുന്നു. മുറിയുടെ ഒരു മൂലയിൽ ഒരു നിഴൽ അനങ്ങി. അതൊരു മനുഷ്യരൂപമായിരുന്നു. മുറിയുടെ ആ മൂലയിൽ ഒരു നിഴൽ അനങ്ങി. അതൊരു മനുഷ്യരൂപമായിരുന്നു. നാൻഡോയുടെ ഹൃദയം വല്ലാതെ ഇടിച്ചു. അവൻ്റെ തൊണ്ടയിൽ നിന്ന് ഒരു ശബ്ദം പോലും പുറത്തു വന്നില്ല. ആ നിഴൽ പതുക്കെ വെളിച്ചത്തിലേക്ക് നീങ്ങി. അത് അവനായിരുന്നു. അവൻ്റെ സുഹൃത്ത് മാർസലോ. മലനിരകളിൽ വെച്ച് മഞ്ഞിടിച്ചിലിൽ മരിച്ചുപോയ ആ പഴയ സുഹൃത്ത്. അവൻ്റെ മുഖം മഞ്ഞുകൊണ്ട് മൂടപ്പെട്ടിരുന്നു. അവൻ്റെ കണ്ണുകൾ ശൂന്യമായിരുന്നു. അവൻ നാൻഡോയെ നോക്കി ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ ഒരു ശബ്ദവുമില്ലായിരുന്നു. നാൻഡോ കണ്ണുകൾ മുറുക്കെ അടച്ചു. "നീ ഇവിടെ ഇല്ല, നീ മരിച്ചുപോയി," അവൻ തന്നെത്താൻ മന്ത്രിച്ചു. അവൻ വീണ്ടും കണ്ണുകൾ തുറന്നപ്പോൾ അവിടെ ആരുമില്ലായിരുന്നു.
ജനാലയിലൂടെ അരിച്ചെത്തുന്ന വെളിച്ചത്തിൽ പൊടിപടലങ്ങൾ വായുവിൽ നൃത്തം ചെയ്യുന്നു. അത് വെറുമൊരു തോന്നലായിരുന്നു, പക്ഷെ ആ തോന്നൽ അവനെ വിയർപ്പിൽ കുളിപ്പിച്ചു. ആൻഡീസ് മലനിരകൾ അവനെ ഓരോ നിമിഷവും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. മരിച്ചവർ അവനെ വിട്ടുപോകാൻ തയ്യാറല്ല. ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തിയ ശേഷമുള്ള ആദ്യത്തെ ആഴ്ചകൾ നരകതുല്യമായിരുന്നു. ഓരോ തവണ ഭക്ഷണം കഴിക്കുമ്പോഴും നാൻഡോയുടെ ഉള്ളിൽ ഒരു വിമ്മിഷ്ടം പടർന്നു. തളികയിലെ മാംസത്തിലേക്ക് നോക്കുമ്പോൾ അവന് തൻ്റെ സുഹൃത്തുക്കളുടെ മുഖം ഓർമ്മ വരും. ആ മലനിരകളിൽ വെച്ച് തങ്ങളെടുത്ത ആ ക്രൂരമായ തീരുമാനം, ജീവിക്കാൻ വേണ്ടി മറ്റൊരാളെ ഭക്ഷിക്കുക. ആ സത്യം ലോകത്തോട് തുറന്നു പറഞ്ഞിട്ടും അവൻ്റെ ഉള്ളിലെ കുറ്റബോധം മാറിയിരുന്നില്ല. അവൻ്റെ പിതാവ് അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. നാൻഡോ, നീ ചെയ്തത് പാപമല്ല, അതൊരു അതിജീവനമായിരുന്നു. പക്ഷെ നാൻഡോയ്ക്ക് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അവൻ തൻ്റെ മുറിയിൽ വാതിലടച്ചിരുന്നു. പുറത്തെ വെളിച്ചത്തെ അവൻ ഭയപ്പെട്ടു. മലനിരകളിലെ ആ നിശബ്ദത അവന് സുരക്ഷിതമായി തോന്നി. അവിടെ നിയമങ്ങളില്ലായിരുന്നു. അവിടെ വിശപ്പും അതിജീവനവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ, ഈ സാധാരണ ലോകത്ത്, അവനൊരു അത്ഭുത ജീവിയെപ്പോലെ എല്ലാവരാലും നോക്കപ്പെട്ടു. ഒരു ദിവസം വൈകുന്നേരം അവൻ റോബർട്ടോയെ കാണാൻ പോയി. റോബർട്ടോയുടെ വീട്ടിലെ അവസ്ഥയും സമാനമായിരുന്നു. അവൻ തൻ്റെ വീടിൻ്റെ പിന്നിലെ തോട്ടത്തിൽ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. ചെടികൾക്കിടയിൽ അവൻ എന്തോ തിരയുന്നതുപോലെ തോന്നി. നാൻഡോ അവൻ്റെ അരികിൽ ചെന്നിരുന്നു. റോബർട്ടോ അവനെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ പഴയ ആ തിളക്കമില്ല. നാൻഡോ, എനിക്ക് രാത്രിയിൽ ഉറങ്ങാൻ കഴിയുന്നില്ല, റോബർട്ടോ പതുക്കെ പറഞ്ഞു. കാറ്റിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ ഇപ്പോഴും ആ വിമാനത്തിനുള്ളിലാണെന്ന് കരുതും. ആരോ എന്നെ വിളിക്കുന്നത് പോലെ തോന്നും. നാൻഡോ അവൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു. അവർക്കിടയിൽ വാക്കുകൾക്ക് സ്ഥാനമില്ലായിരുന്നു. ആ പർവ്വതങ്ങളിൽ വെച്ച് അവർക്കിടയിലുണ്ടായ ആ രഹസ്യ ഉടമ്പടി ഇന്നും നിലനിൽക്കുന്നു. രക്ഷപ്പെട്ട 16 പേരും ഇപ്പോൾ ഒരു കുടുംബം പോലെയാണ്. ലോകത്തിനവർ 16 പേർ മാത്രമാണ്, പക്ഷെ അവരുടെ ഉള്ളിൽ ആ 29 പേരുടെ ആത്മാക്കളും ഉണ്ടായിരുന്നു. പെട്ടെന്ന് തോട്ടത്തിന് പുറത്തൊരു വലിയ ശബ്ദം കേട്ടു. ഒരു പടക്കം പൊട്ടുന്ന ശബ്ദം. നാൻഡോയും റോബർട്ടോയും ഞെട്ടി എഴുന്നേറ്റു. അവർ ഉടനെ തറയിൽ കമിഴ്ന്നു കിടന്നു. അതൊരു വെടിയൊച്ചയാണെന്നോ അതോ വിമാനത്തിന്റെ ചിറക് തകരുന്ന ശബ്ദമാണെന്നോ അവർ കരുതി. കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം അവർ പരസ്പരം നോക്കി. അവർക്ക് ചിരി വന്നു. ഒരു ചെറിയ ശബ്ദം പോലും അവരെ പഴയ ആ ഭീകരതയിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷെ ആ ചിരിയിൽ ഒരു സങ്കടമുണ്ടായിരുന്നു. സാധാരണ മനുഷ്യരെപ്പോലെ ഇനി ഒരിക്കലും അവർക്ക് ജീവിക്കാൻ കഴിയില്ല. ഓരോ ചെറിയ ചലനവും ഓരോ ഗന്ധവും അവരെ ആൻഡീസിലേക്ക് തിരികെ കൊണ്ടുപോകും. അവർ പതുക്കെ എഴുന്നേറ്റ് വിളന്നു. വസ്ത്രങ്ങൾ തട്ടിക്കുടഞ്ഞു. നമ്മൾ ഒരിക്കലും പൂർണ്ണമായി തിരിച്ചു വരില്ല അല്ലേ? നാൻഡോ ചോദിച്ചു. റോബർട്ടോ ഒന്നും മിണ്ടിയില്ല. അവൻ ദൂരെ ആകാശത്തേക്ക് നോക്കി നിന്നു. ലോകം അവരെ നരഭോജികൾ എന്ന് വിളിക്കാൻ തുടങ്ങി. ചില പത്രങ്ങളിൽ ഭീകരമായ തലക്കെട്ടുകൾ വന്നു. മനുഷ്യമാംസം കഴിച്ചവർ, പാപികളായ അതിജീവികൾ. ഈ വാക്കുകൾ ഓരോന്നായി നാൻഡോയുടെ കാതുകളിൽ പതിച്ചു. അവൻ പള്ളിയിൽ പോകാൻ ഭയപ്പെട്ടു. ദൈവത്തിൻ്റെ മുൻപിൽ താനൊരു കുറ്റവാളിയാണെന്ന് അവൻ കരുതി. പക്ഷെ ഒരു ഞായറാഴ്ച അവൻ പള്ളിയിലെത്തി. അവിടെ വെച്ച് അവനൊരു പുരോഹിതനെ കണ്ടു. ആ പുരോഹിതൻ നാൻഡോയുടെ അരികിൽ വന്നിരുന്നു. നാൻഡോ, ദൈവം സ്നേഹമാണ് നാൻഡോ. അവൻ നിങ്ങളെ അവിടെ കണ്ടിരുന്നു. നിങ്ങൾ ചെയ്തത് ജീവൻ നിലനിർത്താനുള്ള പോരാട്ടമാണ്. അത് വിശുദ്ധമാണ്. ആ വാക്കുകൾ നാൻഡോയുടെ ഉള്ളിൽ ഒരു ചെറിയ ആശ്വാസം നൽകി. എങ്കിലും ആ മരിച്ചവരുടെ മാതാപിതാക്കളുടെ കണ്ണുകളിലേക്ക് നോക്കാൻ അവന് ധൈര്യമില്ലായിരുന്നു. അവരുടെ ജീവൻ കൊണ്ടാണ് താൻ ഇന്നീ വായു ശ്വസിക്കുന്നത് എന്ന സത്യം അവനെ പൊള്ളിച്ചു. നാൻഡോ തൻ്റെ ഡയറിയിൽ എഴുതാൻ തുടങ്ങി. വാക്കുകൾ പതുക്കെ കടലാസിലേക്ക് ഒഴുകി. അവൻ ആ മലനിരകളിലെ ഓരോ നിമിഷവും രേഖപ്പെടുത്തി. തണുപ്പ്, വിശപ്പ്, ഭയം, എല്ലാം. എഴുതുമ്പോൾ അവൻ്റെ വിരലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. വിരലുകളിലെ ആ പഴയ മുറിവുകൾ ഇപ്പോഴും വേദനിക്കുന്നുണ്ട്. മരവിച്ച ചർമ്മം ഇപ്പോഴും കറുത്ത നിറത്തിലാണ്. ഡോക്ടർമാർ പറഞ്ഞു അത് പതുക്കെ മാറുമെന്ന്. പക്ഷെ ആ പാടുകൾ അവൻ്റെ ആത്മാവിൽ എന്നേക്കുമായി പതിഞ്ഞു കഴിഞ്ഞു. അവൻ എഴുതിക്കൊണ്ടിരിക്കെ അവൻ്റെ മുറിയിലേക്ക് അവൻ്റെ ചെറിയ സഹോദരൻ കടന്നുവന്നു. അവൻ നാൻഡോയെ അത്ഭുതത്തോടെ നോക്കി. ചേട്ടാ, അവിടെ ശരിക്കും എന്താണ് നടന്നത്? ആ ചോദ്യത്തിനു മുൻപിൽ അവനൊന്ന് തറഞ്ഞുപോയി. ഒരു കുഞ്ഞിനോട് എങ്ങനെ ഈ കഥ പറയും? അവൻ അവനെ ചേർത്ത് പിടിച്ചു. അവിടെ സ്നേഹമുണ്ടായിരുന്നു മോനെ, ഒരുപാട് സ്നേഹം. മാസങ്ങൾ കടന്നുപോയി. രക്ഷപ്പെട്ട 16 പേരും ചേർന്ന് ഒരു സംഘടന രൂപീകരിച്ചു. തങ്ങളെ സഹായിച്ച ആ കുതിരക്കാരനെ കാണാൻ അവർ തീരുമാനിച്ചു. അവർ വീണ്ടും ചിലിയിലെ ആ താഴ്വാരയിലേക്ക് പോയി. കുതിരക്കാരനായ സെർജിയോ കാറ്റലാൻ അവരെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് വിറച്ചു. അവൻ അവരെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അവിടെ ഇരുന്ന് അവർ ഭക്ഷണം കഴിച്ചു. ഇത്തവണ ഭക്ഷണത്തിന് പഴയ രുചിയുണ്ടായിരുന്നു. നാൻഡോ ആ നദിയിലേക്ക് നോക്കി നിന്നു.
താൻ കല്ലെറിഞ്ഞ ആ നദിക്കപ്പുറം മരണമായിരുന്നു, ഇപ്പുറം ജീവിതം. ഈ നദി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അതിർവരമ്പാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. സെർജിയോ അവരോട് പറഞ്ഞു, നിങ്ങൾ വരുന്നത് ഞാൻ കണ്ടപ്പോൾ ഞാൻ കരുതി അതൊരു സ്വപ്നമാണെന്ന്. ആ മലകളിൽ നിന്ന് ആരും മടങ്ങിവരില്ല. തിരികെ വരുമ്പോൾ വിമാനത്തിലിരിക്കുമ്പോൾ നാൻഡോയ്ക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. വിമാനമൊന്ന് വിറയ്ക്കുമ്പോൾ അവൻ സീറ്റിൽ മുറുകെ പിടിക്കും. ജനാലയിലൂടെ താഴേക്ക് നോക്കാൻ അവന് ഭയമായിരുന്നു. താഴെ കാണുന്ന മേഘങ്ങൾ ആ പഴയ മഞ്ഞുപാളികളെ ഓർമ്മിപ്പിച്ചു. പക്ഷെ അവൻ തൻ്റെ ഭയത്തെ നേരിടാൻ തീരുമാനിച്ചു. അവൻ ജനാലയിലൂടെ താഴേക്ക് നോക്കി. അവിടെ ആൻഡീസ് മലനിരകൾ തല ഉയർത്തി നിൽക്കുന്നു. ഇത്തവണ അവൻ അവയെ നോക്കി പുഞ്ചിരിച്ചു. നീ എന്നെ കൊന്നില്ല, നീ എന്നെ ജീവിക്കാൻ പഠിപ്പിച്ചു, അവൻ മന്ത്രിച്ചു. ആ മലകൾ അവനൊരു വലിയ പാഠം നൽകിയിരുന്നു. ജീവിതം എത്രമാത്രം വിലപ്പെട്ടതാണെന്നും സ്നേഹം എത്രമാത്രം കരുത്തുള്ളതാണെന്നും അവൻ അവിടെ നിന്നാണ് പഠിച്ചത്. വീട്ടിലെത്തിയപ്പോൾ നാൻഡോയ്ക്കൊരു കത്ത് വന്നു. അതൊരു അപരിചിതനായ മനുഷ്യനിൽ നിന്നായിരുന്നു. അവൻ്റെ മകൻ മറ്റൊരു അപകടത്തിൽ മരിച്ചുപോയിരുന്നു. അവൻ എഴുതി, നിങ്ങളുടെ കഥ വായിച്ചപ്പോൾ എനിക്ക് ജീവിക്കാൻ ഒരു പ്രചോദനം ലഭിച്ചു. എൻ്റെ മകൻ പോയി, പക്ഷെ നിങ്ങളുടെ അതിജീവനം എന്നെ മുന്നോട്ട് നയിക്കുന്നു. ആ കത്ത് വായിച്ചപ്പോൾ നാൻഡോ കരഞ്ഞു. ആദ്യമായി അവൻ ശബ്ദമുയർത്തി കരഞ്ഞു. തൻ്റെ ദുരന്തം മറ്റൊരാൾക്ക് പ്രതീക്ഷ നൽകുന്നു എന്ന തിരിച്ചറിവ് അവൻ്റെ ഉള്ളിലെ മുറിവുകളെ സുഖപ്പെടുത്താൻ തുടങ്ങി. താൻ രക്ഷപ്പെട്ടതിനൊരു കാരണമുണ്ടെന്ന് അവൻ വിശ്വസിക്കാൻ തുടങ്ങി. തൻ്റെ സുഹൃത്തുക്കളുടെ മരണം വെറുതെയാവില്ല. അവരുടെ കഥയിലൂടെ ലോകം ജീവിതത്തിൻ്റെ വിലയറിയും. രാത്രിയിൽ നാൻഡോ വീണ്ടും ആ പഴയ മുറിയിൽ കിടന്നു. ഇത്തവണ അവൻ ലൈറ്റ് അണച്ചു. ഇരുട്ടിനെ അവനിപ്പോൾ പേടിയില്ല. മുറിയുടെ മൂലയിൽ ആ പഴയ നിഴൽ കണ്ടില്ല, പകരം ഒരു ശാന്തി മാത്രം. അവൻ കണ്ണുകൾ അടച്ചു. അവൻ ആ മലനിരകളെ സങ്കൽപ്പിച്ചു. അവിടെ ഇപ്പോൾ മഞ്ഞ് പെയ്യുന്നുണ്ടാവും. തങ്ങൾ ഉപേക്ഷിച്ചു പോയ വിമാനം ഇപ്പോൾ മഞ്ഞിനടിയിൽ പൂർണ്ണമായും മറഞ്ഞിരിക്കുന്നുണ്ടാവും. തങ്ങളുടെ സുഹൃത്തുക്കൾ അവിടെ സമാധാനമായി ഉറങ്ങുന്നുണ്ടാവും. അവരുടെ ആത്മാക്കൾ മലനിരകളിൽ സ്വതന്ത്രമായി പറക്കുന്നുണ്ടാവും. നാൻഡോ പതുക്കെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. മാസങ്ങൾക്ക് ശേഷം ആദ്യമായി അവൻ ശാന്തമായി ഉറങ്ങി. പക്ഷെ ഉറക്കത്തിൻ്റെ പകുതിയിൽ അവനൊരു ശബ്ദം കേട്ടു. ആരോ വാതിലിൽ മുട്ടുന്ന ശബ്ദം. അത് വളരെ പതുക്കെയായിരുന്നു. അവൻ എഴുന്നേറ്റ് ലൈറ്റിട്ടു. വാതിൽ തുറന്നു. അവിടെ ആരുമില്ല. വരാന്തയിൽ ഇരുട്ടു മാത്രം. പക്ഷെ തറയിൽ ഒരു ചെറിയ വസ്തു കിടക്കുന്നത് അവൻ കണ്ടു. അവനത് കയ്യിലെടുത്തു. അതൊരു ചെറിയ മഞ്ഞുകട്ടയായിരുന്നു. ഈ ചൂടുള്ള രാത്രിയിൽ മുറിക്കുള്ളിൽ ഒരു മഞ്ഞുകട്ട എങ്ങനെ വന്നു? നാൻഡോയുടെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. അവൻ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. പുറത്ത് മഞ്ഞ് പെയ്യുന്നുണ്ടോ? ഇല്ല. അവിടെ നക്ഷത്രങ്ങൾ തെളിഞ്ഞു നിൽക്കുന്നു. അവൻ ആ മഞ്ഞുകട്ടയിലേക്ക് നോക്കി. അത് ഉരുകുന്നില്ല. അത് അവൻ്റെ കയ്യിലിരുന്ന് തിളങ്ങുന്നു. വായുവിൽ ഒരു നേർത്ത തണുപ്പ് പടരുന്നത് അവൻ അറിഞ്ഞു. ആ തണുപ്പിന് ആൻഡീസിലെ മഞ്ഞിൻ്റെ മണമായിരുന്നു. മുറിക്കുള്ളിലെ വായു നിശ്ചലമായി. പെട്ടെന്ന് അവൻ്റെ പിന്നിൽ ഒരു തണുത്ത ശ്വാസം അവൻ അറിഞ്ഞു. ആരോ അവൻ്റെ കാതിൽ മന്ത്രിച്ചു, നാൻഡോ, നീ ഇനിയും ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നാൻഡോ തിരിഞ്ഞു നോക്കി. അവൻ്റെ കണ്ണുകൾ ഭയം കൊണ്ട് വികസിച്ചു. അവിടെ നിൽക്കുന്നത് മരിച്ചുപോയ ആളല്ലായിരുന്നു. അത് അവൻ്റെ മറ്റൊരു രൂപമായിരുന്നു. ആ മലകളിൽ വെച്ച് അവൻ ഉപേക്ഷിച്ച ആ പഴയ നാൻഡോ. അവൻ തൻ്റെ കൈ നീട്ടി നിൽക്കുകയാണ്. ആ രൂപം അത് അവനായിരുന്നു. മലനിരകളിൽ വെച്ച് അവൻ ഉപേക്ഷിച്ചു പോന്ന ആ പഴയ നാൻഡോ. 72 ദിവസങ്ങൾ മരണത്തോട് മല്ലിട്ട് എല്ലും തോലുമായി മാറിയ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച ആ രൂപം. അവൻ്റെ കണ്ണുകൾ കുഴിഞ്ഞിരുന്നു. പക്ഷേ അതിലൊരു വല്ലാത്ത തിളക്കമുണ്ടായിരുന്നു. ആ തിളക്കം ജീവിക്കാനുള്ള ആഗ്രഹമായിരുന്നില്ല, മറിച്ച് കണ്ടു തീർത്ത ഭീകരതകളുടെ നിഴലായിരുന്നു. ആ പഴയ നാൻഡോ തൻ്റെ കൈ പതുക്കെ നീട്ടി. അവൻ്റെ വിരലുകൾ മരവിച്ച് നീല നിറമായിരുന്നു. നാൻഡോയുടെ മുറിക്കുള്ളിലെ വായു പെട്ടെന്ന് തണുത്തുറഞ്ഞു. ശ്വാസം വിടുമ്പോൾ വായുവിൽ വെളുത്ത പുക പടരുന്നത് അവൻ കണ്ടു. താൻ ഇപ്പോഴും ആ വിമാനത്തിനുള്ളിലാണോ? ഈ സുരക്ഷിതമായ മുറി, ഈ കിടക്ക, ഈ വെളിച്ചം, ഇതെല്ലാം ഒരു നിമിഷത്തെ സ്വപ്നം മാത്രമായിരുന്നു. അവൻ കയ്യിലുണ്ടായിരുന്ന ആ മഞ്ഞുകട്ടയിലേക്ക് നോക്കി. അത് ഉരുകുന്നില്ല. അത് അവൻ്റെ ഉള്ളിലെ തണുപ്പിൻ്റെ ഒരു കഷണമായിരുന്നു. ആ പഴയ രൂപം പതുക്കെ സംസാരിച്ചു. അതിൻ്റെ ശബ്ദം കാറ്റിൻ്റെ മൂളൽ പോലെയായിരുന്നു. നീ എന്നെ ഇവിടെ തനിച്ചാക്കിപ്പോയി നാൻഡോ. നീ ലോകത്തിലേക്ക് മടങ്ങിപ്പോയി. പക്ഷെ നിന്റെ ഒരു ഭാഗം ഇപ്പോഴും ആ മഞ്ഞിലുണ്ട്. ആ വാക്കുകൾ നാൻഡോയുടെ ഹൃദയത്തിൽ ഒരാണി തറയ്ക്കുന്നത് പോലെ പതിച്ചു. അവൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷെ അവൻ്റെ കാലുകൾ ചലിക്കുന്നില്ല. മഞ്ഞിൽ പുതഞ്ഞുപോയതുപോലെ ഒരു ഭാരം. അവൻ കണ്ണുകൾ അടച്ച് ഉറക്കെ നിലവിളിക്കാൻ ശ്രമിച്ചു. ഇല്ല, ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ ജീവനോടെയുണ്ട്. പക്ഷേ അവൻ്റെ ശബ്ദം ആ തണുത്ത വായുവിൽ അലിഞ്ഞുപോയി. പെട്ടെന്ന് ആ രൂപം അപ്രത്യക്ഷമായി. മുറിക്കുള്ളിലെ താപനില സാധാരണ നിലയിലായി. നാൻഡോയുടെ കയ്യിലെ മഞ്ഞുകെട്ട ഒരു തുള്ളി വെള്ളമായി മാറി തറയിൽ വീണു. അവൻ വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു.
നെറ്റിയിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ ഒലിച്ചിറങ്ങി. അതൊരു ദർശനമായിരുന്നോ അതോ തൻ്റെ മനസ്സിൻ്റെ തകർച്ചയോ? അവൻ ജനാലയ്ക്കൽ ചെന്ന് പുറത്തേക്ക് നോക്കി. പുലർച്ചെയാകുന്നു. ആകാശം പതുക്കെ ചുവക്കുന്നു. ആൻഡീസ് മലനിരകളിലെ ആ ചുവന്ന പുലരികളെ അതവനെ ഓർമ്മിപ്പിച്ചു. ഓരോ പുലരിയും അവിടെ മരണത്തിൻ്റേതായിരുന്നു. ഇവിടെ അത് ജീവിതത്തിൻ്റേതാണ്. എങ്കിലും ആ പഴയ രൂപം പറഞ്ഞ ആ വാചകം അവൻ്റെ ഉള്ളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. നീ ഇനിയും ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. എന്താണ് ആ കാര്യം? താൻ എന്താണ് ഇനിയും പൂർത്തിയാക്കാത്തത്? അവൻ തൻ്റെ പഴയ സുഹൃത്തുക്കളെ ഓരോരുത്തരായി ഓർത്തു. റോബർട്ടോ, ഗുസ്താവോ, കാർലിറ്റോസ്. അവർക്കെല്ലാം സമാനമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? അവർക്കും ഈ പഴയ നിഴലുകൾ കാണാൻ കഴിയുന്നുണ്ടോ? നാൻഡോ അന്ന് തന്നെ റോബർട്ടോയെ കാണാൻ തീരുമാനിച്ചു. റോബർട്ടോ ഒരു ഡോക്ടറായി തൻ്റെ ജീവിതം തുടങ്ങിയിരുന്നു. അവൻ മനുഷ്യജീവൻ രക്ഷിക്കുന്ന തിരക്കിലാണ്. ഒരുപക്ഷെ ആ മലകളിൽ കണ്ട മരണത്തെ തോൽപ്പിക്കാനായിരിക്കും അവൻ ഈ വഴി തിരഞ്ഞെടുത്തത്. നാൻഡോ അവൻ്റെ ക്ലിനിക്കിലെത്തി. റോബർട്ടോ രോഗികളെ നോക്കുന്ന തിരക്കിലായിരുന്നു. അവൻ്റെ മുഖത്തൊരു ഗൗരവമുണ്ടായിരുന്നു. പക്ഷെ നാൻഡോയെ കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകളിൽ ഒരു തിളക്കം വന്നു. അവർ രണ്ടുപേരും ഒരു ചായക്കടയിലിരുന്നു. പുറത്തു മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഴത്തുള്ളികൾ ജനാലയിൽ തട്ടുന്ന ശബ്ദം കേൾക്കുമ്പോൾ നാൻഡോ ഒന്ന് വിറച്ചു. അത് മഞ്ഞു വീഴുന്ന ശബ്ദം പോലെയുണ്ട്. റോബർട്ടോ, നീ അവരെ കാണാറുണ്ടോ? നാൻഡോ പതുക്കെ ചോദിച്ചു. റോബർട്ടോ തൻ്റെ ചായ ഗ്ലാസ്സിലേക്ക് നോക്കി നിന്നു. അവനൊന്നും മിണ്ടിയില്ല. പതുക്കെ അവൻ തലയുയർത്തി. ഉണ്ട് നാൻഡോ, ഓരോ രാത്രിയും അവർ എൻ്റെ മുറിയിൽ വരും. ഒന്നും സംസാരിക്കില്ല, വെറുതെ എന്നെ നോക്കി നിൽക്കും. ചിലപ്പോൾ എനിക്ക് തോന്നും നമ്മൾ ചെയ്തത് വലിയൊരു തെറ്റാണെന്ന്. പക്ഷെ മറുനിമിഷം എനിക്ക് തോന്നും അവരാണ് നമുക്ക് ജീവൻ നൽകിയതെന്ന്. ആ കുറ്റബോധം ഇനി എന്നും നമ്മുടെ കൂടെയുണ്ടാകും. ആ വാക്കുകൾ കേട്ടപ്പോൾ നാൻഡോയ്ക്ക് ആശ്വാസം തോന്നി. താൻ തനിച്ചല്ല ഈ ഭാരം പേറുന്നത്. രക്ഷപ്പെട്ട 16 പേരും ഈ നിശബ്ദ വേദനയുടെ പങ്കുകാരാണ്. നമുക്കിനിയും ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് റോബർട്ടോ, നാൻഡോ പറഞ്ഞു. നമുക്ക് ആ സത്യം ലോകത്തോട് കൂടുതൽ വ്യക്തമായി പറയണം. അത് നരഭോജിത്വത്തെക്കുറിച്ചല്ല, മറിച്ച് സ്നേഹത്തെക്കുറിച്ചായിരുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തണം. നമ്മൾ പരസ്പരം നൽകിയ വാഗ്ദാനത്തെക്കുറിച്ച് അവരറിയണം. റോബർട്ടോ അവൻ്റെ കൈകളിൽ പിടിച്ചു. അവർക്കത് മനസ്സിലാകില്ല നാൻഡോ. അത് അവർക്ക് വെറുമൊരു കഥ മാത്രമാണ്. പക്ഷെ നമുക്കത് ജീവിതമായിരുന്നു. നീ ആ കഥ എഴുതണം. ലോകത്തിനു വേണ്ടിയല്ല, നമുക്ക് വേണ്ടി. ആ മലകളിൽ ഉറങ്ങുന്ന 29 പേർക്ക് വേണ്ടി. നാൻഡോ വീട്ടിലെത്തി തൻ്റെ മേശയ്ക്ക് മുന്നിലിരുന്നു. അവൻ പേനയെടുത്തു. പക്ഷെ വാക്കുകൾ വരാൻ മടിച്ചു. എവിടെ നിന്ന് തുടങ്ങണം? ആ വിമാനം പറന്നുയർന്ന നിമിഷത്തിൽ നിന്നോ അതോ ആദ്യത്തെ മഞ്ഞുകട്ട വായിൽ വെച്ച നിമിഷത്തിൽ നിന്നോ? അവൻ കണ്ണുകൾ അടച്ച് വീണ്ടും ആ തണുപ്പിലേക്ക് മടങ്ങിപ്പോയി. അവൻ തൻ്റെ അമ്മയുടെ മുഖമോർത്തു. അവളുടെ അവസാനത്തെ ശ്വാസം, തൻ്റെ സഹോദരിയുടെ മരവിച്ച കൈകൾ. അവൻ എഴുതാൻ തുടങ്ങി. ഓരോ വരിയും അവൻ്റെ ഉള്ളിലെ മുറിവുകളെ തുറന്നാക്കി. രക്തത്തിനു പകരം അതിൽ നിന്ന് ഓർമ്മകൾ ഒഴുകി വന്നു. രാത്രി മുഴുവൻ അവൻ എഴുതി. ജനാലയ്ക്കിലൂടെ തണുത്ത കാറ്റ് അകത്തേക്ക് വന്നുകൊണ്ടിരുന്നു. പക്ഷെ ഇത്തവണ അവൻ ഭയപ്പെട്ടില്ല. അവൻ ആ കാറ്റിനെ തൻ്റെ കഥയിലേക്ക് ക്ഷണിച്ചു. പതുക്കെ ലോകം ആ കഥ കേട്ടു തുടങ്ങി. പുസ്തകങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും നാൻഡോ തൻ്റെ അനുഭവം പങ്കുവച്ചു. ആളുകൾ അവനെ അത്ഭുതത്തോടെ കേട്ടിരുന്നു. ചിലർ കരഞ്ഞു, ചിലർ നിശബ്ദരായി. പക്ഷെ നാൻഡോയ്ക്ക് വേണ്ടത് ആരുടെയും സഹതാപമായിരുന്നില്ല. അവനു വേണ്ടത് ഒരു അംഗീകാരമായിരുന്നു. തൻ്റെ സുഹൃത്തുക്കളുടെ ജീവൻ വെറുതെയായില്ല എന്നൊരു ഉറപ്പ്. ഒരു പ്രസംഗത്തിനിടയിൽ ഒരു വൃദ്ധൻ എഴുന്നേറ്റ് നിന്നു. അവൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. നാൻഡോ, നിങ്ങൾ ചെയ്തത് ഏറ്റവും വലിയ സ്നേഹപ്രകടനമാണ്. ഒരാൾക്ക് തൻ്റെ സുഹൃത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ത്യാഗം. ആ വാക്കുകൾ കേട്ടപ്പോൾ നാൻഡോയുടെ ഉള്ളിലെ ആ പഴയ രൂപം പതുക്കെ പുഞ്ചിരിക്കുന്നത് അവൻ കണ്ടു. എങ്കിലും ഒരു ചോദ്യം അവനെ വിടാതെ പിന്തുടർന്നു. ദൈവം എവിടെയായിരുന്നു? ആ 72 ദിവസങ്ങളിൽ ദൈവം എവിടെയായിരുന്നു? അവൻ പള്ളികളിൽ പോയി വലിയ ഗോപുരങ്ങളിലേക്ക് നോക്കി. പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്നത് ആകാശത്തെ ഒരു രൂപമായിരുന്നില്ല. ദൈവം എന്നത് തൻ്റെ സുഹൃത്ത് തനിക്ക് നൽകിയ ആ ഒരു കഷണം മാംസമായിരുന്നു. ദൈവം എന്നത് തണുപ്പിൽ മറ്റൊരാൾക്ക് നൽകിയ തൻ്റെ ശരീരത്തിൻ്റെ ചൂടായിരുന്നു. സ്നേഹം എവിടെയുണ്ടോ അവിടെ ദൈവമുണ്ട് എന്നവൻ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവ് അവനെ ഒരു പുതിയ മനുഷ്യനാക്കി. അവൻ മതങ്ങൾക്കും ആചാരങ്ങൾക്കും അപ്പുറം മനുഷ്യത്വത്തെ സ്നേഹിക്കാൻ തുടങ്ങി. വർഷങ്ങൾ 10 കഴിഞ്ഞു. നാൻഡോയും മറ്റു രക്ഷപ്പെട്ടവരും ചേർന്ന് ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു. ആൻഡീസ് മലനിരകളുടെ താഴെയുള്ള ഒരു താഴ്വരയിലേക്ക്. അവരവിടെ ഒരു സ്മാരകം പണിതു. ഓരോ വർഷവും അവരവിടെ ഒത്തുകൂടും. മരിച്ചവരുടെ കുടുംബാംഗങ്ങളും അവരുടെ കൂടെയുണ്ടാകും. അതൊരു സങ്കടത്തിൻ്റെ കൂട്ടായ്മയായിരുന്നില്ല, മറിച്ച് ജീവിതത്തിൻ്റെ ആഘോഷമായിരുന്നു. മരിച്ചവരുടെ മക്കളും കൊച്ചുമക്കളും അവിടെ ഓടി നടന്നു. നാൻഡോ അവരെ നോക്കി നിന്നു. ഈ കുട്ടികൾ ഇന്നിവിടെ ജീവനോടെയുണ്ടെങ്കിൽ അതിന് കാരണം ആ മലകളിൽ നടന്ന പോരാട്ടമാണ്. ആ മരിച്ച 29 പേരുടെ ജീവനാണ് ഈ കുഞ്ഞുങ്ങളിലൂടെ തളിർക്കുന്നത്. ഒരു ദിവസം സന്ധ്യയ്ക്ക് നാൻഡോ ആ താഴ്വരയിൽ ഒറ്റയ്ക്ക് നടക്കുകയായിരുന്നു. ദൂരെ ആൻഡീസ് മലനിരകൾ സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്നു.
ആ കാഴ്ചയിൽ ഇപ്പോൾ ഭയമില്ല, ഒരു വലിയ ശാന്തത മാത്രം. അവനൊരു പാറപ്പുറത്തിരുന്നു. പെട്ടെന്ന് അവൻ്റെ അരികിലൊരു നിഴൽ വന്നു നിന്നു. അവൻ ഞെട്ടിയില്ല. അവൻ പതുക്കെ തിരിഞ്ഞു നോക്കി. അത് ആ പഴയ രൂപമായിരുന്നു. പക്ഷേ ഇത്തവണ അവൻ്റെ മുഖത്ത് മുറിവുകളില്ല. അവൻ്റെ വസ്ത്രങ്ങൾ വൃത്തിയുള്ളതായിരുന്നു. അവൻ നാൻഡോയെ നോക്കി തലയാട്ടി. നീ നിന്റെ ജോലി പൂർത്തിയാക്കി നാൻഡോ, ഇനി നിനക്ക് സമാധാനമായിരിക്കാം. ആ രൂപം പതുക്കെ വായുവിൽ അലിഞ്ഞു ചേർന്നു. നാൻഡോ ഒരു വലിയ ശ്വാസമെടുത്തു. അവൻ്റെ ഉള്ളിലെ ആ പഴയ തണുപ്പ് എന്നേക്കുമായി മാഞ്ഞുപോയിരിക്കുന്നു. അവൻ ആ താഴ്വരയിൽ നിന്ന് താഴേക്ക് നടന്നു. താഴെ സുഹൃത്തുക്കൾ തീ കൂട്ടിയിരിക്കുന്നുണ്ട്. അവരുടെ ചെറിയും സംഭാഷണങ്ങളും അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നു. നാൻഡോ അവരുടെ അടുത്തേക്ക് ചെന്നു. അവൻ തീയുടെ അരികിലിരുന്നു. തീയുടെ ചൂട് അവൻ്റെ മുഖത്തടിച്ചു. ആ ചൂടിനൊരു പ്രത്യേക സുഖമുണ്ടായിരുന്നു, ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ സുഖം. അവൻ ആകാശത്തേക്ക് നോക്കി. നക്ഷത്രങ്ങൾ തിളങ്ങുന്നുണ്ട്. അവ ഇപ്പോൾ വളരെ അടുത്താണെന്ന് അവന് തോന്നി. ഓരോ നക്ഷത്രവും തൻ്റെ ഓരോ സുഹൃത്താണെന്ന് അവൻ സങ്കൽപ്പിച്ചു. അവർ മുകളിലിരുന്ന് തന്നെ നോക്കി ചിരിക്കുകയാണ്. രാത്രി കനത്തു. എല്ലാവരും ഉറക്കത്തിലേക്ക് വഴുതിപ്പോയി. പക്ഷെ നാൻഡോയ്ക്ക് ഉറക്കം വന്നില്ല. അവൻ ആ തീയിലേക്ക് തന്നെ നോക്കിയിരുന്നു. താൻ ഒരുപാട് ദൂരം സഞ്ചരിച്ചിരിക്കുന്നു, മരണത്തിൻ്റെ താഴ്വരയിൽ നിന്ന് ജീവിതത്തിൻ്റെ കൊടുമുടി വരെ. ഇനിയൊരു യാത്ര ബാക്കിയുണ്ടോ? അവൻ തൻ്റെ ഉള്ളിലേക്ക് നോക്കി. അവിടെ ഇപ്പോൾ നിശബ്ദതയാണ്. ആ പഴയ കാറ്റിൻ്റെ ഇറമ്പലില്ല, മഞ്ഞിൻ്റെ ഭയമില്ല. അവൻ തൻ്റെ കൈപ്പത്തിയിലേക്ക് നോക്കി. അവിടെ പഴയ തഴുമ്പുകളുണ്ട്. അവ അവനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും, നീ ഒരു അതിജീവനമായിരുന്നു. പെട്ടെന്ന് ദൂരം മലനിരകളിൽ നിന്ന് ഒരു വലിയ വെളിച്ചം അവൻ കണ്ടു. ഒരു നക്ഷത്രം താഴെ വീഴുന്നത് പോലെ. അതോ ആരെങ്കിലും തങ്ങളെ വിളിക്കുന്നതാണോ? അവൻ എഴുന്നേറ്റ് നിന്നു. ആ വെളിച്ചം അടുത്തേക്ക് വരികയാണ്. അതൊരു ഹെലികോപ്റ്ററിൻ്റെ വെളിച്ചമായിരുന്നില്ല. അതൊരു വിചിത്രമായ വെളിച്ചമായിരുന്നു. അത് താഴ്വരയെ മുഴുവൻ പ്രകാശിപ്പിച്ചു. നാൻഡോയുടെ ഹൃദയം വീണ്ടും വല്ലാതെ ഇടിക്കാൻ തുടങ്ങി. ഇത് അവസാനത്തിൻ്റെ തുടക്കമാണോ, അതോ മറ്റൊരു അത്ഭുതമാണോ? വെളിച്ചം അവൻ്റെ തൊട്ടടുത്തെത്തി. അവൻ്റെ കണ്ണുകൾക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ആ വെളിച്ചത്തിനുള്ളിൽ നിന്നൊരു ശബ്ദം കേട്ടു. അതൊരു മനുഷ്യൻ്റേതായിരുന്നില്ല. അത് മലനിരകളുടെ മൊത്തത്തിലുള്ള ഒരു ശബ്ദമായിരുന്നു. നാൻഡോ, അവസാനത്തെ വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. നാൻഡോ ആ വെളിച്ചത്തിലേക്ക് ഒരടി മുന്നോട്ട് വെച്ചു. അവന് ഭയം തോന്നിയില്ല, പകരം ഒരു വലിയ കൗതുകം മാത്രം. അവൻ ആ വെളിച്ചത്തിലേക്ക് മറഞ്ഞുപോയി. ചുറ്റുമുള്ള ലോകം നിശ്ചലമായി. ആ വെളിച്ചം അത് കണ്ണുകളെ അന്ധമാക്കുന്ന ഒന്നായിരുന്നില്ല, മറിച്ച് അതൊരു വലിയ തിരിച്ചറിവായിരുന്നു. നാൻഡോ ആ വെളിച്ചത്തിലേക്ക് ഒരടി കൂടി വെച്ചു. അപ്പോൾ കണ്ട കാഴ്ച അവനെ വിസ്മയിപ്പിച്ചു. ആ വെളിച്ചത്തിനുള്ളിൽ 1000 മുഖങ്ങൾ. തങ്ങൾ ആ മലനിരകളിൽ ഉപേക്ഷിച്ചു പോന്ന ആ 29 പേർ, അവരവിടെയുണ്ട്. പക്ഷെ അവർക്ക് പഴയ ആ സങ്കടമില്ല. അവർ വെളിച്ചത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു. നാൻഡോ തൻ്റെ കൈ നീട്ടി. അവരവനെ നോക്കി പുഞ്ചിരിച്ചു. അതൊരു വിടവാങ്ങലായിരുന്നില്ല, മറിച്ച് ഒരു കൂടിച്ചേരലായിരുന്നു. പെട്ടെന്ന് ആ വെളിച്ചം പതുക്കെ മാഞ്ഞുപോയി. നാൻഡോ വീണ്ടും ആ താഴ്വരയിൽ തൻ്റെ സുഹൃത്തുക്കൾക്കിടയിലിരിക്കുന്നു. തീ അപ്പോഴും കത്തുന്നുണ്ട്. ചുറ്റുമുള്ളവർ ഉറക്കത്തിലാണ്. ആ വെളിച്ചം തൻ്റെ ഉള്ളിലെ ഇരുട്ടിനെ എന്നേക്കുമായി കഴുകിക്കളഞ്ഞതായി അവന് തോന്നി. അവൻ്റെ ഉള്ളിലെ ആ അവസാനത്തെ വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. അത് ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും വാതിലായിരുന്നു. രാവിലെ ആയപ്പോൾ താഴ്വരയിൽ ഒരു പുതിയ ഉണർവ് അനുഭവപ്പെട്ടു. രക്ഷപ്പെട്ട 16 പേരും ആ വലിയ കുരിശിനു മുന്നിൽ ഒത്തുകൂടി. എല്ലാവരുടെയും തലമുടി നരച്ചിരിക്കുന്നു, മുഖത്ത് കാലം വരുത്തിയ ചുളിവുകൾ. പക്ഷേ അവരുടെ കണ്ണുകളിൽ ആ പഴയ റഗ്ബി കളിക്കാരുടെ കരുത്ത് ഇപ്പോഴുമുണ്ട്. അവരോരോരുത്തരായി ആ കുരിശിൽ തൊട്ടു. വാക്കുകളില്ലാത്ത ഒരു പ്രാർത്ഥന. ആ മലനിരകളിൽ മഞ്ഞ് വീണ്ടും പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. വെളുത്ത പുക പോലെ മഞ്ഞ് ആകാശത്തു നിന്ന് ഇറങ്ങി വരുന്നു. അതൊരു ഭീഷണിയായി അവർക്ക് തോന്നിയില്ല, മറിച്ച് മരിച്ചുപോയ തങ്ങളുടെ സുഹൃത്തുക്കൾ തങ്ങളെ പുതപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പുതപ്പായിട്ടാണ് അവർക്ക് തോന്നിയത്. നാൻഡോ ആ മഞ്ഞിലേക്ക് നോക്കി നിന്നു. തൻ്റെ അമ്മയും സഹോദരിയും ആ മഞ്ഞിനടിയിൽ സമാധാനമായി ഉറങ്ങുന്നു. അവർക്ക് താൻ നൽകിയ വാക്ക് അവൻ പാലിച്ചിരിക്കുന്നു. അവൻ ജീവിച്ചു. അവൻ ലോകത്തോട് അവരുടെ കഥ പറഞ്ഞു. പെട്ടെന്ന് ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഒരു കാറ്റടിച്ചു. ആ കാറ്റിന് പഴയ ആ ക്രൂരതയില്ലായിരുന്നു. അത് വായുവിൽ ഒരു സംഗീതം പോലെ മുഴങ്ങി. നാൻഡോ തൻ്റെ കണ്ണുകൾ അടച്ചു. അവൻ ആ വിമാനത്തിനുള്ളിലെ ആ ആദ്യ നിമിഷം ഓർത്തു. ചിരിയും കളികളും നിറഞ്ഞ ആ യാത്ര, പെട്ടെന്നുണ്ടായ ആ ആഘാതം, പിന്നെ 72 ദിവസത്തെ നരകം, ആ പട്ടിണി, ആ തണുപ്പ്, ആ മരണം. ഇതെല്ലാം തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് അവനിപ്പോൾ പൂർണ്ണമായും അംഗീകരിക്കുന്നു. ദുരന്തമില്ലെങ്കിൽ ജീവിതത്തിന് ഇത്രയും തിളക്കമുണ്ടാവില്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഇരുട്ടുണ്ടെങ്കിൽ മാത്രമേ വെളിച്ചത്തിന് വിലയുള്ളൂ. തങ്ങൾ ആ മലകളിൽ വെച്ച് കണ്ടത് മരണത്തെ ആയിരുന്നില്ല, മറിച്ച്
ജീവിതത്തിന്റെ അതിരുകളില്ലാത്ത കരുത്തിനെയായിരുന്നു. അവർ താഴ്വരയിൽ നിന്ന് താഴേക്കിറങ്ങാൻ തുടങ്ങി. പതുക്കെ ഓരോരുത്തരായി ആ കുന്നിറങ്ങി. നാൻഡോ അവസാനമായി ഒന്ന് തിരിഞ്ഞു നോക്കി. അങ്ങ് ദൂരെ ആൻഡീസ് മലനിരകൾ ആകാശത്തോട് മുട്ടി നിൽക്കുന്നു. അവ എന്നും അവിടെ ഉണ്ടാകും. തങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ മലകൾ ഇനിയും മഞ്ഞു പുതച്ചു നിൽക്കും. മനുഷ്യന്റെ എല്ലാ അഹങ്കാരങ്ങളും ആ മലകളുടെ മുൻപിൽ നിസ്സാരമാണ്. പക്ഷേ ആ മലകൾക്ക് തോൽപ്പിക്കാൻ കഴിയാത്ത ഒന്നാണ് മനുഷ്യന്റെ ആത്മാവ്. മരണം മുന്നിൽ നിൽക്കുമ്പോഴും മറ്റൊരാൾക്ക് വേണ്ടി തന്റെ ശരീരം നൽകാൻ തയ്യാറായ ആ സുഹൃത്തുക്കളുടെ ആത്മാവ്. ആ സ്നേഹം ആ മലകളേക്കാൾ ഉയരമുള്ളതാണ്. നാൻഡോ പതുക്കെ നടന്നു. അവന്റെ ഓരോ ചുവടും ഇപ്പോൾ ഭാരമില്ലാത്തതായിരുന്നു. അവൻ ഭൂമിയിലേക്ക് മടങ്ങുകയാണ്. വർഷങ്ങൾ പിന്നെയും കടന്നുപോയി. നാൻഡോയുടെയും റോബർട്ടോയുടെയും കഥകൾ ലോകത്തിലെ എല്ലാ കോണുകളിലുമെത്തി. അവരെഴുതിയ പുസ്തകങ്ങൾ ദശലക്ഷക്കണക്കിന് ആളുകൾ വായിച്ചു. ആളുകൾ അവരെ കാണാൻ വരും. അവർക്ക് അവരോട് ചോദിക്കാൻ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ: നിങ്ങൾ എങ്ങനെ അത് ചെയ്തു? നാൻഡോ അവർക്ക് നൽകിയ ഉത്തരം ലളിതമായിരുന്നു: ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചു. സ്നേഹമുള്ളിടത്ത് മരണം തോറ്റുപോകുമായിരുന്നു. ആ ലളിതമായ സത്യം ലോകം പതുക്കെ മനസ്സിലാക്കി. അതൊരു നരഭോജിത്വത്തിന്റെ കഥയായിരുന്നില്ല. അതൊരു വിശുദ്ധമായ ബലിയുടെ കഥയായിരുന്നു. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി തന്റെ ശരീരം നൽകിയ കഥ. ക്രിസ്തുവിന്റെ അന്ത്യത്താഴം പോലെ വിശുദ്ധമായ ഒരു നിമിഷമായിരുന്നു ആ മലകളിൽ നടന്നത്. നാൻഡോയുടെ പേരക്കുട്ടികൾ അവന്റെ അരികിൽ വന്നിരുന്നു. അവർ അവനോട് കഥകൾ ചോദിച്ചു. പക്ഷെ അവൻ ആ ക്രൂരമായ കഥകൾ അവരോട് പറഞ്ഞില്ല. അവൻ അവരോട് പറഞ്ഞത് ആകാശത്തെ നക്ഷത്രങ്ങളെക്കുറിച്ചായിരുന്നു, മഞ്ഞിലെ വെളിച്ചത്തെക്കുറിച്ചായിരുന്നു. അപ്പൂപ്പ, അവിടെ തണുപ്പായിരുന്നു? അവർ ചോദിക്കും. ഉണ്ടായിരുന്നു മക്കളെ, പക്ഷേ ഞങ്ങൾക്കിടയിൽ ഒരു തീ കത്തുന്നുണ്ടായിരുന്നു. ആ തീ ഞങ്ങളെ ചൂടുള്ളവരാക്കി മാറ്റി. ആ തീ സ്നേഹമായിരുന്നുവെന്ന് ആ കുട്ടികൾക്ക് പിന്നീട് മനസ്സിലാകും. നാൻഡോ ആ കുട്ടികളെ കെട്ടിപ്പിടിച്ചു. അവരുടെ ശരീരത്തിന്റെ ചൂട് അവന് വലിയൊരു ആശ്വാസം നൽകി. താൻ ആ മലകളിൽ നിന്ന് മടങ്ങി വന്നത് ഈ കുഞ്ഞുങ്ങളുടെ ചിരി കാണാൻ വേണ്ടിയായിരുന്നുവെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. ഒരു വൈകുന്നേരം നാൻഡോ തന്റെ വീടിന്റെ ജനാലക്കൽ ഇരിക്കുകയായിരുന്നു. ആകാശം പർപ്പിൾ നിറമായി മാറുന്നു. ദൂരെ പർവ്വതങ്ങൾ നിഴലുകൾ പോലെ കാണാം. അവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ആ പഴയ ഫോട്ടോയിലേക്ക് നോക്കി. വിമാനം തകരുന്നതിന് മുൻപെടുത്ത ഫോട്ടോ. എല്ലാവരും ചിരിച്ചു നിൽക്കുന്നു. അവൻ ആ മുഖങ്ങളിലൂടെ വിരലോടിച്ചു. നമ്മൾ ജയിച്ചു, അവൻ പതുക്കെ മന്ത്രിച്ചു. തങ്ങൾ എല്ലാവരും ജയിച്ചു. മരിച്ചവരും രക്ഷപ്പെട്ടവരും ഒരുപോലെ. അവർ കാണിച്ചു കൊടുത്തത് മനുഷ്യൻ എത്രത്തോളം ഉയരത്തിൽ പറക്കാൻ കഴിയുമെന്നാണ്. വീഴ്ചകളല്ല, മറിച്ച് വീണെടുത്തു നിന്ന് എഴുന്നേൽക്കുന്നതാണ് ജീവിതമെന്ന് അവർ ലോകത്തിന് കാണിച്ചു കൊടുത്തു. പെട്ടെന്ന് മുറിക്കുള്ളിൽ ഒരു ചെറിയ കാറ്റ് വീശി. ആ കാറ്റിന് മഞ്ഞിന്റെ ഗന്ധമായിരുന്നു. നാൻഡോ ഒന്ന് വിറച്ചു. പക്ഷേ ഇത്തവണ അവൻ ലൈറ്റിട്ടില്ല. അവൻ ഇരുട്ടിലിരുന്നു. ആ ഇരുട്ടിൽ അവൻ ആരെയും പേടിയില്ലായിരുന്നു. മുറിയുടെ മൂലയിൽ ആ രൂപം കണ്ടില്ല. പകരം അവിടെ ഒരു വലിയ ശാന്തതയായിരുന്നു. അവൻ പതുക്കെ തന്റെ കണ്ണുകൾ അടച്ചു. അവന്റെ ഉള്ളിൽ ആ മലനിരകളുടെ നിശബ്ദത പടർന്നു. ആ നിശബ്ദത ഭയപ്പെടുത്തുന്നതായിരുന്നില്ല. അതൊരു താരാട്ടുപാട്ട് പോലെ ശാന്തമായിരുന്നു. നാൻഡോ പതുക്കെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അവന്റെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി ഉണ്ടായിരുന്നു. മലനിരകളിൽ അപ്പോഴും മഞ്ഞ് പെയ്തുകൊണ്ടിരുന്നു. ആ പഴയ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും മഞ്ഞിനടിയിൽ മറഞ്ഞിരിക്കുന്നു. ആ ഇരുമ്പ് കുരിശു മാത്രം വെളുത്ത മഞ്ഞിൽ ഉയർന്നു നിൽക്കുന്നു. കാറ്റതിൽ തട്ടി ഒരു പ്രത്യേക ശബ്ദമുണ്ടാക്കുന്നു. ആ ശബ്ദം ആകാശത്തേക്ക് ഉയർന്നു പോകുന്നു. ആകാശത്ത് നക്ഷത്രങ്ങൾ തിളങ്ങുന്നു. ആ നക്ഷത്രങ്ങൾ ആ മലകളെ നോക്കിച്ചിരിക്കുന്നു. ലോകം ഉറങ്ങുകയാണ്. പക്ഷേ ആൻഡീസ് മലനിരകൾ ഉണർന്നിരിക്കുന്നു. അവ സാക്ഷ്യം വഹിച്ച ആ വലിയ പോരാട്ടത്തിന്റെ കഥ അവ ഇന്നും ഓർക്കുന്നുണ്ടാകാം. കാറ്റിന്റെ ഓരോ മൂളലിലും മഞ്ഞിന്റെ ഓരോ വീഴ്ചയിലും ആ കഥ ഇന്നും അവിടെ മുഴങ്ങുന്നുണ്ട്. മനുഷ്യൻ നിസ്സാരനാണ്, പ്രകൃതി ഭീമാകാരമാണ്. പക്ഷെ ആ പ്രകൃതിയേക്കാൾ വലിയൊരു ശക്തി മനുഷ്യന്റെ ഉള്ളിലുണ്ട്. മരണത്തെപ്പോലും സ്നേഹം കൊണ്ട് തോൽപ്പിക്കാൻ കഴിയുന്ന ആ ശക്തി. ആൻഡീസിലെ ആ 16 പേർ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സന്ദേശം അതായിരുന്നു. ജീവിതം ഒരു പോരാട്ടമാണ്. പക്ഷെ ആ പോരാട്ടത്തിൽ നീ ഒറ്റയ്ക്കല്ല. നിന്റെ സുഹൃത്തിന്റെ കൈ നിന്റെ കയ്യിലുണ്ടെങ്കിൽ നിനക്ക് ഏതൊരു മലയും കീഴടക്കാം. എത്ര വലിയ മഞ്ഞും നിന്നെ തളർത്തില്ല. എത്ര വലിയ ഇരുട്ടും നിന്നെ വഴിതെറ്റിക്കില്ല. ആൻഡീസിലെ ആ രാത്രികൾ അവസാനിച്ചിരിക്കുന്നു. പക്ഷേ ആ കഥ അവസാനിക്കില്ല. ഓരോ തവണയും ഒരു മനുഷ്യൻ ജീവിതത്തിന് മുന്നിൽ തളർന്നു വീഴുമ്പോൾ അവൻ നാൻഡോയെ ഓർക്കും. അവൻ റോബർട്ടോയെ ഓർക്കും. അവൻ ആ 29 പേരുടെ ത്യാഗത്തെ ഓർക്കും. അപ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു കനലെരിയും. അവൻ എഴുന്നേൽക്കും. അവൻ വീണ്ടും നടക്കും. ജീവിതം തുടരും. മഞ്ഞുരുകി പുഴയായി ഒഴുകുന്നതുപോലെ ജീവിതം പുതിയ തീരങ്ങൾ തേടി ഒഴുകിക്കൊണ്ടേയിരിക്കും. ഇരുട്ടിൽ ആ കുരിശു മാത്രം തിളങ്ങി നിന്നു. കാറ്റ് വീണ്ടും ശക്തമായി.
മഞ്ഞു മലകളെ മുഴുവനായും വിഴുങ്ങി. പക്ഷെ ആ വിമാനത്തിന്റെ ഉള്ളിലെ ആ പഴയ തണുപ്പ് എന്നേക്കുമായി മാഞ്ഞുപോയിരിക്കുന്നു. അവിടെ ഇപ്പോൾ ഒരു വലിയ വെളിച്ചം മാത്രം ബാക്കിയുണ്ട്. സ്നേഹത്തിന്റെ അനന്തമായ വെളിച്ചം. നിശബ്ദത, അനന്തമായ നിശബ്ദത. ഈ രാത്രിയുടെ നിശബ്ദതയിൽ ഈ അതിജീവനത്തിന്റെ കഥ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചെറിയ വെളിച്ചമായി അവശേഷിക്കട്ടെ. ആൻഡീസ് മലനിരകളിലെ ആ കൊടും തണുപ്പും ഭയവും ഇപ്പോൾ വെറുമൊരു ഓർമ്മ മാത്രമാണ്. മനുഷ്യന്റെ മനസ്സ് ഏതൊരു പ്രതിസന്ധിയെയും മറികടക്കാൻ കെൽപ്പുള്ളതാണെന്ന് ഈ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ ആ കാറ്റിന്റെ ഇറമ്പൽ നിലച്ചിരിക്കുന്നു. മഞ്ഞുരുകി പുഴയായി മാറിയിരിക്കുന്നു. നിങ്ങൾക്ക് സമാധാനമായി വിശ്രമിക്കാം. നിങ്ങളുടെ ഉറക്കം ആഴമുള്ളതാകട്ടെ. സ്വപ്നങ്ങൾ പ്രകാശപൂർണമാകട്ടെ. ശുഭരാത്രി. സുഖമായി ഉറങ്ങുക.